ജയമോഹൻ രചിച്ച നോവൽ 100 സിംഹാസനങ്ങൾ. വായിക്കുന്നത് ഹിത വേണുഗോപാലൻ. അധ്യായം 1. അമ്മ മരിക്കാൻ കിടക്കുന്ന വിവരം വന്നറിയിച്ചത് കുഞ്ഞൻ നായരായിരുന്നു. വൈകുന്നേരം ഓഫീസ് വിട്ട് പുറപ്പെടാനുള്ള തിരക്കിൽ ഫയലുകളിൽ ഒപ്പിട്ടുകൂട്ടുകയായിരുന്നു. മുന്നിൽ രമണി. ഒടുവിലത്തെ ഫയൽ കൂടി രമണിയെ ഏൽപ്പിച്ചിട്ട് രാമൻപിള്ളയോട് ഒരിക്കൽ കൂടി നോക്കിയിട്ടയച്ചാൽ മതിയെന്ന് പറയൂ, ഇന്ന് തന്നെ പോണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇരട്ടക്കതകിന് അപ്പുറത്ത് കുഞ്ഞൻ നായരുടെ തല പ്രത്യക്ഷപ്പെട്ടത്. എന്താ കുഞ്ഞൻ നായരെ എന്ന് ഞാൻ ചോദിച്ചു. അയാൾ രമണിയെ കണ്ണു കാണിച്ചു. ഞാൻ രമണിയോട് പോകാൻ തലയാട്ടി, അവനെ അകത്തേക്ക് വരാനും. കുഞ്ഞൻ നായർ രമണി പോകുന്നത് ശ്രദ്ധിച്ചിട്ട് രഹസ്യമായി, സാറിനോട് ഒരു കാര്യം പറയണം, എങ്ങനെയാ പറയേണ്ടതെന്നറിയില്ല, ഞാൻ കാലത്ത് കേട്ടതാണ്. ഉച്ചയ്ക്ക് തന്നെ സൈക്കിളുമായി ചെന്ന് കോട്ടാർ ആശുപത്രിയിൽ നോക്കി, സംഗതി ഉള്ളതാണ്. ഞാൻ ആളെ കണ്ടു, ബോധമില്ല, തീരെ വയ്യാത്ത സ്ഥിതിയാണ് എന്ന് പറഞ്ഞു. ഞാൻ ഊഹിച്ചുവെങ്കിലും എൻ്റെ വായ ആര് എന്ന് ചോദിച്ചു. സാറിൻ്റെ അമ്മ തന്നെ. കോട്ടാറിൽ ഷെഡിലാണ് ഇട്ടിരിക്കുന്നത്, ഭിക്ഷക്കാരെ കിടത്തുന്ന ഷെഡിൽ. വെറും തറയിൽ ഒരു പായ കൂടി ഇല്ലാതെയാ കിടപ്പ്. ഞാൻ ആറ്റിങ്ങൽ മുസ്തഫയോട് ഒരു പുൽപ്പായ വാങ്ങി കിടത്താൻ പറഞ്ഞിട്ട് വന്നു. കയ്യിൽ ചക്കരമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല തുണി വാങ്ങി കൊടുക്കാമായിരുന്നു. ഞാൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു. സാർ, കോട്ടാറ് വലിയ ആശുപത്രിയാ. എന്നുവച്ചാൽ ശരിക്കുള്ള ആശുപത്രിയിലല്ല, ഈ കഴുതച്ചന്തയ്ക്കടുത്തുള്ള പഴയ ആശുപത്രി ഉണ്ടല്ലോ, ഇടിഞ്ഞ 4-5 ഷെഡുകളാ. അതിൽ 3-ാമത്തെ ഷെഡിലാണ്. വരാന്തയിൽ തന്നെ കിടപ്പുണ്ട്. എൻ്റെ മച്ചിനൻ ഒരാൾ അതിൻ്റെ അടുത്ത് ചായക്കട വെച്ചിട്ടുണ്ട്, അവനാ ഇടയ്ക്ക് പറഞ്ഞത്. ഞാൻ പേന ഷർട്ടിൽ തിരുകി കണ്ണടയെടുത്ത് കൂടിലിട്ട് കീശയിലാക്കിയിട്ട് പുറപ്പെട്ടു. കുഞ്ഞൻ നായർ പുറകിൽ ഓടി വന്നു. അല്ല, സാറിപ്പം അങ്ങോട്ട് പോകണ്ട. വേണ്ട സാർ, അതത്ര നല്ലതല്ല. ഇപ്പം തന്നെ ഓരോരുത്തരും പറഞ്ഞ് വായ നാറ്റിക്കുന്നു. നമ്മളെന്തിനാ അവൻ്റെയൊക്കെ മുന്നിൽ ചെന്ന് നിന്നുകൊടുക്കണം? ഇതുവരെ ഞാനൊരാളോടും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എവൻ്റെയൊക്കെ നാക്ക് തീട്ടം കൊണ്ടുണ്ടാക്കിയതാ. സാർ ഇടപെടണ്ട, ഞാൻ ഇരുചെവി അറിയാതെ സംഗതികൾ ശരിയാക്കാം. ഉള്ള കാശ് എൻ്റെ കയ്യിൽ തന്നാൽ മതി സാർ. സാറ് വീട്ടിലേക്ക് പോ, ഒന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട. ഞാൻ നായർ വീട്ടിലേക്ക് പൊക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് കർശനമായി പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു. ഓഫീസിലൂടെ നടക്കുമ്പോൾ എൻ്റെ മുതുകത്ത് കണ്ണുകൾ തുറന്നു. എന്ന് ഞാൻ വെള്ള ഷർട്ടിട്ടു തുടങ്ങിയോ അന്നു മുളച്ച കണ്ണുകളാണവ. ആ ഹാളിലുണ്ടായിരുന്ന എല്ലാവരും പരിഹാസത്തോടെ എന്നെ നോക്കിയിട്ട് പരസ്പരം നോക്കി. ചുണ്ടനങ്ങാതെ സംസാരിച്ചു. എൻ്റെ പിന്നിൽ വന്ന നായർ എന്തോ ആംഗ്യം കാട്ടിയപ്പോൾ രമണി വാപൊത്തിച്ചിരിച്ചു. ഞാൻ കാറു തുറന്ന് കയറിയിരുന്നു. നായർ കുനിഞ്ഞ്, ഞാൻ വേണമെങ്കിൽ സൈക്കിളിൽ പുറകിൽ വരാം സാർ എന്ന് പറഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പുറപ്പെട്ടു. അയാൾ മാഞ്ഞ് ഓഫീസും മായുന്നതുവരെ എൻ്റെ ദേഹത്തുണ്ടായിരുന്ന മുറുക്കം അയഞ്ഞു. ചുമലുകൾ മെല്ലെ തളർന്നു. സ്റ്റിയറിങ്ങിൽ എൻ്റെ പിടി ഇളകി. ഒരു സിഗരറ്റ് വലിക്കാൻ എൻ്റെ ചുണ്ടും തൊണ്ടയും നെഞ്ചും മനസ്സും കൊതിച്ചു. പക്ഷേ കാറിൽ, ഷർട്ടിൽ ഒരിടത്തും സിഗരറ്റ് ഉണ്ടാവില്ല. സുധയുടെ നിയന്ത്രണം. ചെട്ടികുളം ജംഗ്ഷനിൽ കാർ നിർത്താതെ തന്നെ ഒരു പാക്കറ്റ് വിൽസ് ഗോൾഡ് വാങ്ങി. ഊതിയപ്പോൾ എൻ്റെ വെപ്രാളവും പുകയോടൊപ്പം പുറത്തേക്ക് ഒഴുകുന്നതായി തോന്നി. ജംഗ്ഷനിൽ നിന്നിരുന്ന പോലീസുകാരൻ എന്നെ കണ്ടപ്പോൾ ഉണർന്ന് സല്യൂട്ടടിച്ചു. കാർ ഇറക്കമിറങ്ങി കോട്ടാറിലെ ആശുപത്രി നടയിലെത്തി. അതിനപ്പുറത്താണ് കഴുതച്ചന്ത ആശുപത്രി എന്ന് കേട്ടിട്ടുണ്ട്. ആശുപത്രി വാതുക്കൽ എൻ്റെ കാർ നിന്നപ്പോൾ മുൻവശത്ത് നിന്ന പണിക്കാർ മുഴുവൻ ഉള്ളിലേക്കോടി. ആൾക്കൂട്ടത്തിനെ നിയന്ത്രിക്കുന്ന ശബ്ദങ്ങൾ, പലതരം കാൽപ്പെരുമാറ്റങ്ങൾ. അകത്തൊരു പാത്രം വലിയ ഒച്ചയോടെ വീണു. 2 ആളുകൾ എൻ്റെ കാറിൻ്റെ നേർക്ക് ഓടിയെത്തി. ഇടത്തരം പ്രായമുള്ളയാൾ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു. ചെറുപ്പക്കാരനായ മറ്റേയാൾ ഗുഡ് ഈവനിങ് സാർ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു പേഷ്യൻറ്റിനെ നോക്കാനാ വന്നത് എന്ന് പറഞ്ഞപ്പോൾ 2 ആളും ഞെട്ടി. ഇവിടെയാണോ സാർ? അതെ, ഇവിടെ തന്നെ. ഇടത്തരം പ്രായക്കാരൻ, അല്ല സാർ, ഇവിടെയല്ല, ഇത് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇവിടെ തന്നെ, ഇതല്ലേ ഭിക്ഷക്കാരെ ചികിത്സിക്കുന്ന സ്ഥലം എന്ന് ഞാൻ ചോദിച്ചു. സാർ, ഇവിടെയുള്ളവരൊക്കെ അനാഥരാ. മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുവന്നിടുന്ന ഭ്രാന്തന്മാരും കിഴട്ടു പിച്ചക്കാരുമാണിവിടെ. ഞാൻ 3-ാമത്തെ ഷെഡ് എവിടെയാണ് എന്ന് ചോദിച്ചു.
കാട്ടാം സാർ എന്ന് രണ്ടാളും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടുപോയി. ഡോക്ടർമാരാണ്. സീനിയർ ഒന്നും അടിച്ച് ഒക്കെ ചാവാറായ കേസാണ് സാർ. ചികിത്സയൊന്നും ചെയ്യാൻ പറ്റൂല. ജനറൽ ആൻറ്റിബയോട്ടിക് കൊടുക്കും, റൊട്ടിയും വെള്ളവും കൊടുക്കും. പൊതുവെ ഒന്നും രക്ഷപ്പെടാറില്ല. ചെറുപ്പക്കാരൻ, ഫണ്ടൊക്കെ കമ്മിയാ, സ്റ്റാഫുമില്ല, തോട്ടിമാരൊഴിച്ച് മറ്റുള്ളവർ ഇതുങ്ങളെ തൊടൂല എന്ന് പറഞ്ഞു. ഞാൻ മിണ്ടാതെ നടന്നു. ഇപ്പം വലിയ തിരക്കാ സാർ. മഴക്കാലമാ. ഈറനിൽ കിടന്ന് പനിയും സന്നിയും വന്ന് റോട്ടി കിടക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വണ്ടിയിലെടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും. ഇതൊക്കെ മൃഗങ്ങളെ മാതിരിയാ. ഒരെണ്ണം ചാകാൻ കിടന്ന മറ്റൊരാൾ നോക്കൂല. ഡോക്ടർ എൻ്റെ പിന്നിൽ നടന്നു വന്നു. ആ ഷെഡ് മുഴുവൻ തെരുവു നായ്ക്കളാണ് കൂടുതൽ. മഴക്കാലമായതുകൊണ്ട് പുറത്തുള്ള നായ മുഴുവൻ അകത്ത് കടന്നതായിരുന്നു. പുണ്ണും ചെള്ളും പിടിച്ച നായ്ക്കൾ. ഷെഡ് മുഴുവൻ രോഗികൾ. പണ്ടെപ്പോഴോ എന്തിനോ ഉണ്ടാക്കിയ ഓടിട്ട ഷെഡാണ്. ഓടുകൾ പൊളിഞ്ഞ് വെളിച്ചം അകത്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ഷെഡിനുള്ളിൽ തന്നെ പുല്ലും കളയും മുളച്ചിരുന്നു. വെറും നിലത്തും കീറിയ ചാക്കുകളിലും പഴയ പനമ്പായകളിലുമായി ചവറ്റുകൂനകൾ പോലെ ആളുകൾ കിടക്കുകയായിരുന്നു. ദ്രവിച്ചു തുടങ്ങിയ മനുഷ്യർ, അധികവും വൃദ്ധർ. മിക്കവാറും ആളുകൾക്ക് ബോധമില്ല. ചിലർ എന്തോ പുലമ്പിക്കൊണ്ടിരിക്കുന്നു. ചിലർ കയ്യോ കാലോ ആട്ടിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു. ചീഞ്ഞ മാംസത്തിൻ്റെയും ദ്രവിച്ച തുണികളുടെയും ഛർദിയുടെയും ഗന്ധം. നടക്കുമ്പോൾ ഈച്ചകൾ ഹം എന്ന ഒച്ചയോടെ എഴുന്നേറ്റ് പറന്ന് പിന്നെയും ഇരുന്നു. ഞാൻ കർച്ചീഫ് കൊണ്ട് മൂക്കുപൊത്തി നടന്നു. ഒക്കെ ഭ്രാന്ത് പിടിച്ചവരാ സാർ. കിടന്ന സ്ഥലത്ത് തന്നെ ഒന്നും രണ്ടുമൊക്കെ പോകും. ഒന്നും ചെയ്യാൻ പറ്റൂല. അവിടെ എങ്ങും ഒരു പണിക്കാരും ഉണ്ടായിരുന്നില്ല. തോട്ടികൾ കാലത്ത് തന്നെ വന്ന് വൃത്തിയാക്കിയിട്ട് പോകും. പിന്നെ ആരും വരൂല. വൈകുന്നേരം അവരെ വിളിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ ഷെഡിൽ ഒരു ദ്രവിച്ച തൂണിൻ്റെ താഴെ അമ്മ കിടക്കുന്നത് ഞാൻ കണ്ടു. ഒരു പായയിൽ മലർന്നു കിടക്കുന്നു. മിക്കവാറും നഗ്നയായി. കറുത്ത വയറ് വലിയൊരു തുകൽച്ചാക്കുമാതിരി പൊന്തി നിന്നു. മുലകൾ അഴുക്കുസഞ്ചികൾ പോലെ രണ്ടു വശത്തേക്കും വീണിരുന്നു. കൈയും കാലും നീരുവച്ച് ചുളിവുകൾ നിവർന്ന് തിളങ്ങുകയായിരുന്നു. വായ തുറന്ന് കറുത്ത ഒറ്റപ്പല്ലും അട്ട പോലെ കറുത്ത ഊനും കാണാനായി. തലമുടി ചാണകം പോലെ കിടന്നു. എന്താ ഇവർക്ക് എന്ന് ഞാൻ ചോദിച്ചു. ആക്ച്വലി ഞാൻ നോക്കിയില്ല സാർ. വയസ്സ് 70 മറ്റോ ഉണ്ടാവും. എൻ്റെ നോട്ടത്തിൽ നിന്ന് മാറി. ഓർമ്മയുള്ളവർക്ക് മാത്രമാ വല്ല ഗുളികയും കൊടുക്കാറുള്ളത് എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ അമ്മയെ തന്നെ നോക്കുകയായിരുന്നു. അമ്മ 6 അടി പൊക്കം. ചെറുപ്പത്തിൽ കറുത്ത വട്ടമുഖത്ത് നിറയെ വെളുത്ത പല്ലും പനങ്കായകൾ മാതിരി ഉറച്ച മുലകളും വലിയ കൈയും കാലുമായി ശ്രീവൈകുണ്ഠ ക്ഷേത്രത്തിലെ കറുത്ത ശില്പം പോലെയിരിക്കും. ലോഹത്തട്ടിൽ അടിക്കുന്ന ഒച്ചയിൽ സംസാരിക്കും. അമ്മ തെരുവിൽ വരുന്നത് കണ്ടാൽ കുട്ടികൾ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്കോടും. ഒരിക്കൽ അമ്മ പിടാരി കോവിലിൻ്റെ പുറകുവശത്ത് തോട്ടിൽ കുളിച്ചിട്ട് മുല കുലുക്കിക്കൊണ്ട് നടന്നു വരികയായിരുന്നു. ഞാൻ പിന്നിലുണ്ട്. സന്ധ്യാനേരം. എതിരിൽ വന്നുപെട്ട കോരൻ വൈദ്യർ 2 കൈയും കൂപ്പി അമ്മേ ദേവി എന്ന് നിലവിളിച്ചുകൊണ്ട് നിന്നുപോയി. അന്ന് അമ്മ എന്തോ വാരി വലിച്ച് തിന്നുന്നുണ്ടായിരുന്നു. അവർ ഒന്നും ശ്രദ്ധിക്കാതെ കാല് പൊക്കിവെച്ച് നടന്നുപോയി. കേസോ മറ്റോ ആണോ സർ എന്ന് ഡോക്ടർ ചോദിച്ചു. എൻ്റെ ചുണ്ടുകൾ പെട്ടെന്ന് കല്ലായി മാറി. ചിന്തയിലെ ജീവൻ ചുണ്ടിൽ ചെന്നെത്തിയില്ല. 1-2 സെക്കൻഡ് നേരം ഞാൻ ചുണ്ടിലേക്ക് എത്താൻ ശ്രമിച്ചു. പിന്നെ ചുണ്ടനക്കി വേണ്ടപ്പെട്ട ഒരാളാ എന്ന് പറഞ്ഞു. വേണമെങ്കിൽ വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം സാർ. ബസ് സ്റ്റാൻഡിൽ നിന്നും തോട്ടികൾ കൊണ്ടുവന്നിട്ടതാണ്. അയാൾ കുന്തിച്ചിരുന്ന് അമ്മയുടെ വയറ് ഞെക്കി നോക്കി. 4-5 ദിവസമായി യൂറിൻ പോകുന്നില്ല എന്ന് തോന്നുന്നു. ഇന്നർ ഓർഗൻസ് ഓരോന്നായി നിന്നു പോകുന്നു. വലുതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേ യൂറിൻ പുറത്തു പോയാൽ രക്തത്തിൽ അമോണിയ കുറയും. അപ്പോൾ ചിലപ്പോൾ ഓർമ്മ മടങ്ങി വരാൻ സാധ്യതയുണ്ട്. വല്ലതും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഞാൻ മിസ്റ്റർ മാണിക്യം എന്ന് വിളിച്ചു. മാണിക്യം ആ സ്വരമാറ്റം മനസ്സിലാകാതെ സർ എന്ന് പറഞ്ഞു.
മിസ്റ്റർ മാണിക്യം, ഇത് കത്തികൊണ്ട് നെഞ്ചിൽ കുത്തിയിറക്കുന്നതുപോലെ ഞാൻ പറഞ്ഞു. ഇതെൻ്റെ അമ്മയാ. ഡോക്ടർക്ക് ആദ്യം മനസ്സിലായില്ല. സാർ എന്നു പറഞ്ഞ് വാ തുറന്നു. ഇതെൻ്റെ സ്വന്തം അമ്മയാ. ഡോക്ടർ പിന്നെയും മനസ്സിലാവാതെ സാർ എന്നു പറഞ്ഞു. ഇതാണെൻ്റെ അമ്മ. ലേശം മാനസിക പ്രശ്നമുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പോയിട്ട് കുറേ കാലമായി. ഡോക്ടർ എന്നെയും അമ്മയെയും മാറി മാറി നോക്കി. പെട്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ഐ എം സോറി സർ, ആക്ച്വലി എന്ന് എന്തോ പറയാൻ വായ തുറന്നു. സാരമില്ല, ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ചെയ്യുക. ഉടൻ തന്നെ ഇവരുടെ വസ്ത്രമൊക്കെ മാറ്റി വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് റെഡിയാക്കൂ. ഞാൻ ഇവരെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു ആംബുലൻസിനും പറയൂ. ഷുവർ സർ എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ എൻ്റെ പേഴ്സ് പുറത്തെടുത്തു. സർ പ്ലീസ്, ഞങ്ങൾ നോക്കിക്കോളാം. എൻ്റെ സ്ഥിതി സാർ ഒന്ന് മനസ്സിലാക്കണം. ഈ സിസ്റ്റത്തിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യുകയാണ്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. 10 നിമിഷത്തിൽ ഡോക്ടർ ഓടി വന്നു. ക്ലീൻ ചെയ്യുകയാണ് സർ. ഇഞ്ചക്ഷൻ ചെയ്ത് യൂറിൻ പുറത്തെടുക്കുന്നുണ്ട്. ഹോപ്പൊന്നും വേണ്ട. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ സിഗരറ്റ് കത്തിച്ചു. കാറിൻ്റെ പുറത്തു നിന്ന ഡോക്ടർ നന്നായി കുനിഞ്ഞ് പതിഞ്ഞ സ്വരത്തിൽ സർ എന്ന് വിളിച്ചു. യെസ് എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മീതെ തെറ്റൊന്നുമില്ല എന്ന് ഞാൻ പറയില്ല സർ. എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നു. മുനിസിപ്പൽ ചവറ്റുപറമ്പിലേക്ക് ചവറു കൊണ്ടുചെന്ന് തട്ടുന്നതുമാതിരിയാണ് ഇവിടെ ഇവരെ കൊണ്ടുവരുന്നത്. ഞാൻ ഓക്കെ, ചെന്ന് പണി നോക്കൂ എന്ന് പറഞ്ഞു. എൻ്റെ സ്വരത്തിൽ ഞാൻ ഉദ്ദേശിക്കാത്ത കാഠിന്യം വന്നു. എൻ്റെ മീതെ തന്നെ എനിക്ക് തോന്നിയ അറപ്പുകൊണ്ടാവാം. പക്ഷേ ഡോക്ടറുടെ ശബ്ദം മാറി. സർ, ഞാൻ SC കോട്ടയിൽ വന്നവനാ. എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല. വൃത്തികെട്ട ഏതോ പ്രാണിയെ നോക്കുന്നത് മാതിരിയാണ് എന്നെ ഇവർ നോക്കുന്നത്. ഞാൻ സർവീസിൽ കയറി ഇപ്പോൾ 18 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. സീനിയറാണ് സർ. പക്ഷേ ഇന്ന് വരെ അന്തസ്സായിട്ട് ചെയറിലിരുന്ന് രോഗികളെ നോക്കിയിട്ടില്ല. സർവീസ് മുഴുവൻ പോസ്റ്റ്മോർട്ടം ചെയ്യാനും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പണിയെടുക്കാനുമാണ് സാർ എൻ്റെ യോഗം. ഇവിടെ വലിയ ജാതിയിലുള്ള ഒരൊറ്റ ആളില്ല. ഈ ചെറിയ ഡോക്ടറും എൻ്റെ ജാതിയാണ്. ഞങ്ങൾ രണ്ടാളെയും. തുടർന്ന് സംസാരിക്കാനാവാതെ അയാൾക്ക് തൊണ്ടയടച്ചു. ഇറങ്ങി അയാളെ തള്ളിയിട്ട് ചവിട്ടി അരച്ച് മെതിച്ച് ചെളിയാക്കി മാറ്റി മണ്ണോട് മണ്ണാക്കണമെന്ന് തോന്നി. എൻ്റെ കൈയും കാലുമൊക്കെ വൈദ്യുതിയേറ്റതുപോലെ പിടഞ്ഞു. ശ്വാസം മുട്ടിയപ്പോൾ എൻ്റെ കയ്യിലെ സിഗരറ്റ് വിറച്ച് ചാരം എൻ്റെ മടിയിൽ വീണു. അയാൾ കണ്ണുകൾ തൂത്തുകളഞ്ഞിട്ട്, വൃത്തികെട്ട ജീവിതമാ സർ. ക്ലിനിക് വെച്ചാൽ ഉയർന്ന ജാതിക്കാരൻ വരില്ല. നമ്മുടെ ആളുകളിൽ കാശുള്ളവനും വരില്ല. എനിക്ക് നാട്ടിൽ തോട്ടി ഡോക്ടർ എന്നാ പേര്. പഠിച്ച പഠിത്തത്തിന് വേറെ എവിടെ പോയാലും അന്തസ്സായി ജീവിക്കാമായിരുന്നു. ഒരു ഡോക്ടറാകണമെന്ന് സ്വപ്നം കണ്ട് രാവും പകലും ഇരുന്നു പഠിച്ചു. പട്ടിണി കിടന്ന് പഠിച്ചവനാ സർ. ഇതാ തോട്ടികളുടെ ഒപ്പം തോട്ടി ഡോക്ടറായി എന്നെ ഇരുത്തിയിരിക്കുന്നു. ഞാൻ നെടുവീർപ്പിട്ടു. എൻ്റെ മുഖത്തിലെ പേശികളെ മെല്ലെ അയച്ചു. മാണിക്യം എന്ന് ഞാൻ വിളിച്ചു. വേറെ പണിക്ക് പോയാലും ഇത് തന്നെയാ ഗതി. സിവിൽ സർവീസ് എഴുതി എന്നെപ്പോലെ ആയാലും വേറെ മാർഗമില്ല. ഞാൻ സിവിൽ സർവീസിലെ തോട്ടിയാ. ഡോക്ടറുടെ വായ തുറന്നു തന്നെ നിന്നു. ഞാൻ വാക്കുകളെ കടിച്ചു നിർത്താൻ ശ്രമിച്ചു. പക്ഷേ വ്രണത്തിലെ ചലം പോലെ അവ ചീറ്റിയടിച്ചു. ഈ ശരീരം കണ്ടോ? ഇതിൽ ഓടുന്ന ചോര മുഴുവൻ പിച്ചയെടുത്തുണ്ട ചോറിലൂറിയതാ. അത് എനിക്ക് മറക്കാനാവില്ല. ഞാൻ മറന്നാലും എനിക്ക് പിച്ചയിട്ട ഒരാളും അത് മറക്കില്ല. മറക്കണമെങ്കിൽ മുഴുവൻ ചോരയും കീറി പുറത്തെടുക്കണം. വേറെ വല്ല നല്ല രക്തവും കുത്തിക്കേറണം. പുലി, നായ, കഴുത, അങ്ങനെ വല്ല അന്തസ്സുള്ള ജീവിയുടെയും രക്തം. അത് വാക്കുകളില്ലാതെ ഞാൻ വിക്കി. പിന്നെ പൊക്കോളൂ, പോയി അമ്മയെ റെഡിയാക്കൂ എന്ന് പറഞ്ഞു. ആ ഉച്ചത്തിലുള്ള സ്വരം എൻ്റെ കാതുകളിൽ വീണപ്പോൾ എൻ്റെ ദേഹം ലജ്ജ കൊണ്ട് ചുരുങ്ങി. ഞെട്ടിപ്പോയി നിന്ന ഡോക്ടർ സ്വപ്നത്തിലെന്ന പോലെ നടന്നുപോയി. ഞാൻ മറ്റൊരു സിഗരറ്റ് കത്തിച്ചു. ഈ അന്യനോട് ഞാൻ എന്തിനാണ് പിച്ചയെടുത്ത് തിന്ന കാര്യമൊക്കെ പറഞ്ഞത്? ഇവൻ്റെ മനസ്സിൽ എന്നെപ്പറ്റി എന്ത് ചിത്രമാണ് ഉണ്ടാവുക? തീർച്ചയായും എല്ലാ മതിപ്പും പോയിട്ടുണ്ടാവും. അയാൾക്ക് തന്നെപ്പറ്റി ഒരു മതിപ്പുമില്ല.
ഇപ്പോൾ എന്നെ അയാൾ തന്നെപ്പോലെ ഒരാളായി കരുതിയിട്ടുണ്ടാവും. സിഗരറ്റ് വായിലിരുന്ന് കയ്പുണ്ടാക്കി. അത് വലിച്ചെറിഞ്ഞിട്ട് കാർക്കിച്ചു തുപ്പി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സിഗരറ്റ് ഞാൻ വലിച്ചിട്ടില്ല. ഞാനിവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ക്ഷണം ഞെട്ടലോടെ ഓർത്തു. എൻ്റെ കാർ ഇവിടെ നിൽക്കുന്നത് ഇതിനകം 100 കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. 100 കണക്കിന് ആളുകൾ പരിഹാസ ചിരിയോടെ മറ്റുള്ളവരെ നോക്കിയിട്ടുണ്ടാവും. സിവിൽ സർവീസിനുള്ള ഇൻ്റർവ്യൂവിൽ ഞാനിരുന്നപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ എൻ്റെ ജാതിയെപ്പറ്റിയായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചതുമായിരുന്നു. വിയർത്ത കൈപ്പത്തികളെ മേശപ്പുറത്ത് പരന്നിരുന്ന കണ്ണാടിയിൽ ഉരസിക്കൊണ്ട് ഹൃദയമിടിപ്പ് കേട്ടുകൊണ്ട് ഞാൻ കാത്തിരുന്നു. AC-യുടെ ശബ്ദം, കടലാസുകൾ മറയുന്ന ശബ്ദം. കടലാസുകൾ മറയുന്നതുപോലെ അധികാരത്തെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു ശബ്ദമില്ല. വളരെ പതിഞ്ഞ ശബ്ദം, മർമ്മരം. പക്ഷെ അതിനെ നമ്മുടെ ആത്മാവ് കേൾക്കും. ഒരാൾ അനങ്ങിയപ്പോൾ കറങ്ങുന്ന കസേര ശബ്ദിച്ചു. അയാൾ വീണ്ടും എൻ്റെ കടലാസുകൾ നോക്കിയിട്ട് നിങ്ങളുടെ ജാതി എന്ന് സ്വയം പറഞ്ഞ് ഗോത്രവർഗത്തിൽ നായാടി എന്ന് വായിച്ച് നിവർന്ന് വെൽ എന്ന് പറഞ്ഞു. ഞാൻ വിറങ്ങലിച്ചു കുത്തിയിരുന്നു. നിങ്ങൾ മലയിൽ ജീവിക്കുന്നവരാണോ? ഞാൻ അല്ല എന്ന് പറഞ്ഞു. എന്താണ് നിങ്ങളുടെ പ്രത്യേകത? ഞാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ എൻ്റെ ജാതിയെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഭാഗം മനഃപ്പാഠമായിട്ട് പറഞ്ഞു. നായാടികൾ അലഞ്ഞു തിരിയുന്ന കുറവരാണ്. ഇവരെ കണ്ടാൽ തന്നെ അയിത്തമാണ് എന്നായിരുന്നു വിശ്വാസം. അതുകൊണ്ട് പകൽ വെട്ടത്തിൽ സഞ്ചരിക്കാനുള്ള അവകാശം ഇവർക്കില്ലായിരുന്നു. ഇവരെ നേർക്കുനേർ കണ്ടാൽ ഉടൻ തന്നെ ഉയർന്ന ജാതിക്കാർ ഒച്ചയും ബഹളവും ഉണ്ടാക്കി ആളെ കൂട്ടി ചുറ്റിവളച്ച് കല്ലെടുത്തെറിഞ്ഞു കൊല്ലുകയാണ് പതിവ്. അതുകൊണ്ട് ഇവർ പകൽ മുഴുവൻ കാടിൻ്റെ ഉള്ളിൽ ചെടികളുടെ ഇടയ്ക്ക് കുഴി തോണ്ടി അതിൽ കുഞ്ഞുകുട്ടികളോടെ പന്നികളെപ്പോലെ ഒളിച്ചിരിക്കുകയാണ് പതിവ്. രാത്രി പുറത്തേക്കിറങ്ങി ചെറുപ്രാണികളെയും പട്ടികളെയും നായാടി പിടിക്കും. ഇവർ മൂദേവിയുടെ അംശമുള്ളവരാണെന്ന വിശ്വാസമുള്ളതുകൊണ്ട് ഇവർക്ക് തവിട്, എച്ചിൽ ഭക്ഷണം, ചീഞ്ഞ വസ്തുക്കൾ തുടങ്ങിയവയെ ചിലർ വീട്ടിന് വളരെ അകലെ കൊണ്ടുവയ്ക്കുന്ന പതിവുണ്ട്. ഇവർ കയ്യിൽ കിട്ടുന്ന എന്തും തിന്നും. പുഴുക്കൾ, എലികൾ, ചത്തുപോയ ജീവികൾ എല്ലാം ചുട്ടുതിന്നും. മിക്കവാറും പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചയായി തന്നെ കഴിക്കും. പൊതുവെ ഇവർ കുറിയ കറുത്ത മനുഷ്യരാണ്. നീളമുള്ള വെളുത്ത പല്ലുകളും വലിയ വെളുത്ത കണ്ണുകളും ഉള്ളവർ. ഇവരുടെ ഭാഷ പഴന്തമിഴാണ്. ഇവർക്ക് ഒരു കൈത്തൊഴിലും അറിയില്ല. ഇവരുടെ കയ്യിൽ സ്വന്തമായി യാതൊരു വസ്തുക്കളും ഉണ്ടായിരിക്കില്ല. ഇവർക്ക് സ്ഥിരമായ പാർപ്പിടം ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇവരെ ഒരിടത്തും സ്ഥിരമായി കാണാൻ കഴിയുകയുമില്ല. തിരുവിതാംകൂറിൽ ഇവർ എത്ര പേരാണ് ഉള്ളത് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ഇവരെ കൊണ്ട് സർക്കാരിന് യാതൊരു വരുമാനവും ഇല്ല. മറ്റൊരാൾ എന്നെ ശ്രദ്ധിച്ചു നോക്കി. നിങ്ങളുടെ ജാതി ഇപ്പോൾ എങ്ങനെയുണ്ട്? മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, മിക്കവാറും എല്ലാവരും തന്നെ ഇപ്പോഴും ഭിക്ഷയെടുത്താണ് കഴിയുന്നത്. തെരുവിലാണ് ജീവിക്കുന്നത്. നഗരങ്ങളുണ്ടായപ്പോൾ അവർ നഗരത്തിലെത്തി അവിടെയുള്ള തെരുവു ജീവികളിൽ ലയിക്കുകയാണുണ്ടായത്. മിക്കവാറും ആളുകൾ ഇന്ന് തമിഴ്നാട്ടിലാണ്. അയാൾ കണ്ണുകൾ എന്നിൽ തറപ്പിച്ച് താങ്കൾ വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. താങ്കൾ സിവിൽ സർവീസ് എഴുതി ജയിച്ചിരിക്കുന്നു. അയാൾ എന്നെ നോക്കി. നിങ്ങൾ ഇതാ ഇവിടെ വന്നിരിക്കുകയും ചെയ്യുന്നു. ഞാൻ ചലനമില്ലാത്ത മുഖത്തോടെ എനിക്കൊരു വലിയ മനുഷ്യൻ്റെ സഹായം കിട്ടിയെന്ന് പറഞ്ഞു. അയാൾ പുഞ്ചിരിയോടെ അംബേദ്കറിന് കിട്ടിയതുപോലോ എന്ന് ചോദിച്ചു. ഞാൻ തറപ്പിച്ചു പറഞ്ഞു, അതെ സർ, അംബേദ്കറിന് കിട്ടിയ പോലെ തന്നെ. ഏതാനും സെക്കൻഡുകൾ നിശബ്ദത. മൂന്നാമത്തെയാൾ എന്നോട് ഇനിയൊരു ഊഹച്ചോദ്യം. നിങ്ങൾ ഓഫീസറായി പണിയെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്തൊരു നായാടിയുമിരുന്നാൽ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കുക? എൻ്റെ ചോര മുഴുവൻ തലയ്ക്കകത്തേക്ക് കയറി. കണ്ണുകളിൽ, കാതിൽ, വിരൽത്തുമ്പുകളിൽ ഒക്കെ ചൂടുള്ള ചോര ഇരച്ചുപാഞ്ഞു. മറ്റുള്ളവരും ആ ചോദ്യം കൊണ്ട് വല്ലാതെ ഉന്മേഷവാന്മാരായി എന്ന് കസേരകൾ അനങ്ങിയതിലൂടെ ഞാൻ മനസ്സിലാക്കി. ഞാൻ പറയേണ്ട ഉത്തരം ഏതാണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഞാൻ അപ്പോൾ ഓർത്തത് സ്വാമി പ്രജാനന്ദയെയാണ്. ഉറച്ച ശബ്ദത്തിൽ, സർ, ന്യായം എന്ന് വച്ചാൽ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. വെറും നിയമങ്ങളും സമ്പ്രദായങ്ങളുമാണോ ന്യായത്തെ തീരുമാനിക്കേണ്ടത്? ന്യായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാതലായി ഒരു ധർമ്മം ഉണ്ടായിരിക്കണം. ധർമ്മങ്ങളിൽ ഏറ്റവും വലുത് സമത്വം തന്നെ.
അതാണ് ഏറ്റവും വിശുദ്ധമായത്. ഒരു നായാടിയെയും മറ്റൊരു മനുഷ്യനെയും രണ്ടു വശത്ത് നിർത്തുകയാണെങ്കിൽ സമത്വം എന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായാടി അനീതിക്കിരയായവനായി മാറിക്കഴിഞ്ഞു. അവൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ്. ശരീരങ്ങൾ അയഞ്ഞപ്പോൾ കസേരകൾ പിന്നെയും ശബ്ദിച്ചു. ചോദിച്ചയാൾ ഒന്ന് മുന്നോട്ടാഞ്ഞ്, അത് കൊലപാതകമാണെങ്കിലോ? മിസ്റ്റർ ധർമ്മപാലൻ, കൊലപാതകമാണെങ്കിൽ നിങ്ങൾ എന്തു പറയും? എനിക്ക് അപ്പോൾ അത് പറയാതിരിക്കാനായില്ല. സർ, കൊലപാതകം തന്നെയായാലും ഒരു നായാടി തന്നെയാണ് നിരപരാധി. അവനോട് തന്നെയാണ് അനീതി കാട്ടിയിട്ടുള്ളത്. ഏതാണ്ട് 5 നിമിഷത്തോളം മുറിയിൽ നിശബ്ദതയായിരുന്നു. കടലാസുകൾ മറയുന്ന ശബ്ദം. പിന്നെ ചെറിയൊരു നെടുവീർപ്പോടെ ആദ്യം ചോദ്യങ്ങൾ ചോദിച്ചയാൾ 1-2 പൊതുവായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇൻ്റർവ്യൂ തീർന്നു. എൻ്റെ വിധി എഴുതപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നിറവിൻ്റെ ഭാരമുണ്ടായിരുന്നു. താഴത്തേക്ക് പോയി മൂത്രമൊഴിച്ചപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ നുരച്ചു പതഞ്ഞ അമ്ലം തന്നെ ഒഴുകിയിറങ്ങുകയാണെന്ന് തോന്നി. കൈയും കാലും മുഖവും മെല്ലെ തണുത്തു. ഞാൻ കണ്ണാടി നോക്കി. മുഖം കഴുകി തല ചീകി. എൻ്റെ മുഖം കണ്ടപ്പോൾ അതിലുണ്ടായിരുന്ന വെപ്രാളത്തെ കണ്ട് എനിക്ക് തന്നെ ചിരി വന്നു. നേരെ ക്യാൻറ്റീനിലേക്ക് ചെന്ന് ഒരു കോഫി വാങ്ങിയെടുത്തുകൊണ്ട് കണ്ണാടി ജനാലയുടെ അടുത്തുള്ള മേശയിൽ ചെന്നിരുന്ന് പതുക്കെ മുത്തിക്കുടിച്ചു. താഴെ കാറുകൾ കൂറകൾ പോലെ ഓടി. മനുഷ്യർ ചെറിയ ചുവന്ന പ്രാണികൾ പോലെ നടന്നു. മനുഷ്യൻ നടക്കുന്നത് കണ്ടാൽ തോന്നിപ്പോവും എത്ര അറപ്പുണ്ടാക്കുന്ന ചലനമാണ് ഈ മൃഗത്തിന് എന്ന്. നായും കാളയും പൂച്ചയുമൊക്കെ എത്ര ഗംഭീരമുള്ള നടത്തമുള്ളവ. റോഡിൽ പോയ ഒരു കാറിൻ്റെ കണ്ണാടിയുടെ പ്രതിഫലനം എൻ്റെ കണ്ണുകളെ വാളുപോലെ വെട്ടിമറഞ്ഞു. എൻ്റെ മുന്നിൽ ഒരാൾ വന്നിരുന്നു. ആദ്യം ഞാൻ അയാളെ മനസ്സിലാക്കിയില്ല. അത് എന്നെ ഇൻ്റർവ്യൂ ചെയ്തയാളായിരുന്നു. ഐ ആം സെൻഗുപ്ത എന്നയാൾ പറഞ്ഞു. ചായക്കോപ്പ ഒന്ന് ചുഴറ്റിയിട്ട് കുടിക്കുന്നത് ബംഗാളികളുടെ ശീലമാണ്. വൈകുന്നേരം വരെ ഇൻ്റർവ്യൂ ഉണ്ട്. ഒരു ചെറിയ ഇടവേള. ഞാൻ അയാളെ നോക്കി. എന്താണ് അയാളുടെ ഉദ്ദേശം? നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളൊഴിച്ച് മറ്റുള്ളവർ മുഴുവൻ നല്ല മാർക്കാണ് തന്നിട്ടുള്ളത്. ഞാൻ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാതെ വെറുതെ മിഴിച്ചു നോക്കി. ഇതിപ്പോൾ സർക്കാർ രഹസ്യമാണ്. നിങ്ങളെ കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഞാൻ നന്ദി സർ എന്ന് പറഞ്ഞു. സാരമില്ല, ഞാൻ ആ ചോദ്യം ചോദിച്ചത് വെറുമൊരു കുസൃതി കൊണ്ട് മാത്രമാണ്. അത്തരം ചോദ്യങ്ങളാണ് എല്ലാവരോടും ഉണ്ടാവുക. അതിനുള്ള ഉത്തരവും എല്ലാവർക്കും അറിയാം. സത്യം, ധർമ്മം, സേവനം, രാഷ്ട്രനന്മ എല്ലാ ചവറും നമുക്ക് വേണമല്ലോ. അയാൾ ചായ കുടിച്ചു. നിങ്ങൾ പറഞ്ഞ ഉത്തരം മാനേജ്മെൻറ്റ് എത്തിക്സ് വെച്ച് നോക്കിയാൽ വളരെ തെറ്റാണ്. പക്ഷേ നിങ്ങളത് വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. വളരെ നല്ല വാക്കുകളിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. അയാൾ പുഞ്ചിരിച്ചു. ഞാനൊഴിച്ച് മറ്റൊരാളും നല്ല മാർക്കിടില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒരാളൊഴിച്ച് എല്ലാവരും നല്ല മാർക്കിട്ടിരുന്നു. പെട്ടെന്ന് അയാൾ പൊട്ടിച്ചിരിച്ചു. ഞാൻ നല്ല മാർക്കിട്ടതിൻ്റെ അതേ കാരണം കൊണ്ട് തന്നെ എന്ന് തോന്നുന്നു. എന്താണ് എന്ന് ഞാൻ നോക്കി. എന്നെപ്പറ്റി ഒരു ചിത്രമുണ്ടാക്കാൻ തന്നെ. എന്നെ ഒരു മനുഷ്യസ്നേഹിയായിട്ടും പുരോഗമനവാദിയായിട്ടും ആധുനിക മനുഷ്യൻ എന്നും അവർ വിചാരിക്കണമെന്നല്ലേ എനിക്ക് ചിന്തിക്കാൻ പറ്റൂ? ഞാൻ എന്തുകൊണ്ട് മതചിഹ്നങ്ങൾ ധരിക്കുന്നില്ല? എന്തുകൊണ്ട് മാടിൻ്റെ മാംസം തിന്ന് മദ്യം കഴിക്കുന്നു? ഒക്കെ ഇതിനു വേണ്ടി തന്നെ. ബംഗാളിക്കും പഞ്ചാബിക്കും ഇതൊക്കെ കൂടിയേ തീരൂ. പക്ഷേ യാദവിന് ഒരു പ്രശ്നവുമില്ല. യാതൊരു ചമ്മലും കൂടാതെ അയാൾക്ക് പിന്തിരിപ്പൻ വർഗീയവാദിയായി തുടരാനാവും. ശേഷിച്ച ചായ കുടിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് സെൻഗുപ്ത എഴുന്നേറ്റു. ഞാൻ നന്ദി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തു പ്രശ്നമുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടുക. ഞാനും കഴിയുന്നത്ര പുരോഗമനവാദിയായി തന്നെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് പൊട്ടിച്ചിരിച്ച്, എന്നുവെച്ചാൽ നിങ്ങൾ വന്നെൻ്റെ മോളെ പെണ്ണു ചോദിക്കുന്ന ഘട്ടത്തിനു മുൻപ് വരെ. ഞാനും ചിരിച്ചുപോയി. സെൻഗുപ്ത, കനത്ത കഴുത്തും കൊഴുത്ത കവിളുകളുമുള്ള തുടുത്ത മനുഷ്യൻ. മലേഷ്യക്കാരനാണോ എന്ന് തോന്നിപ്പോകും. ചെറുപ്പക്കാരാ, നീ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ പണിക്ക് വന്നതിൽ നീ ചിലപ്പോൾ ദുഃഖിക്കും. എങ്കിലും
അഭിവാദ്യങ്ങൾ, അനുമോദനങ്ങൾ. പോകുന്ന വഴിക്ക് തിരിഞ്ഞ് നിന്നെ ആരാണ് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചു. സ്വാമി പ്രജാനന്ദൻ, നാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ്. സെൻഗുപ്ത കണ്ണുകൾ ചുരുക്കി നേർശിഷ്യനാണോ എന്ന് ചോദിച്ചു. അല്ല, നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ഏണസ്റ്റ് ക്ലർക്കിൻ്റെ ശിഷ്യനാണ്. സെൻഗുപ്ത മടങ്ങി വന്നു. ഏണസ്റ്റ് ക്ലർക്ക് സായിപ്പാണോ? ഞാൻ അതെ എന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാരനാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയിലായിരുന്നു. പിന്നെ വർക്കലയിലേക്ക് വന്ന് നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി. ഗുരു സമാധിയായതിനു ശേഷം തിരുവനന്തപുരത്ത് നാരായണ മന്ദിർ എന്നൊരു സ്ഥാപനം നടത്തിയിരുന്നു. വേദാന്തത്തിനു വേണ്ടി ലൈഫ് എന്നൊരു പ്രസിദ്ധീകരണവും കൊണ്ടുവന്നിരുന്നു. 1942 കോയമ്പത്തൂരിലേക്ക് പോയി അവിടെ നാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരാശ്രമം നടത്തി. പിന്നെ വാർത്തയൊന്നുമില്ല. സെൻഗുപ്ത, എനിക്ക് വേദാന്തത്തിൽ ഒരു ചെറിയ താല്പര്യമുണ്ട്. വിവേകാനന്ദൻ എൻ്റെ സ്വന്തം ഗ്രാമത്തിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ, പ്രജാനന്ദ സ്വാമി ക്ലർക്കിൻ്റെ ഒപ്പം തിരുവനന്തപുരം ആശ്രമത്തിലുണ്ടായിരുന്നു. ക്ലർക്ക് കോയമ്പത്തൂരിലേക്ക് പോയതിനു ശേഷം കുറേ ദിവസം അദ്ദേഹം ആ സ്ഥാപനത്തെ നടത്തി. പ്രജാനന്ദൻ ഇപ്പോഴുമുണ്ടോ എന്ന് സെൻഗുപ്ത ചോദിച്ചു. ഇല്ല, സമാധിയായി 1982. സെൻഗുപ്ത ഓ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് കേശവ പണിക്കർ എന്നാണ്. ഏണസ്റ്റ് ക്ലർക്കാണ് അദ്ദേഹത്തിന് കാഷായം കൊടുത്ത് പ്രജാനന്ദനാക്കിയത്. സെൻഗുപ്ത, ക്ലർക്ക് സന്യാസിയായിരുന്നോ എന്ന് ചോദിച്ചു. അതെ, നാരായണ ഗുരുവിൻ്റെ ഏക അന്യനാട്ടു ശിഷ്യൻ അദ്ദേഹമാ. പലരുടെയും പേരു മാറ്റിയ ഗുരു ക്ലർക്കിൻ്റെ പേരു മാത്രം മാറ്റിയില്ല. അതൊരാശ്ചര്യം തന്നെ എന്ന് സെൻഗുപ്ത പറഞ്ഞു. നാരായണ ഗുരുവിനെപ്പറ്റി ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്, സെൻഗുപ്ത പറഞ്ഞു. ശരി, എന്നാൽ കാണാം എന്ന് ഒന്ന് നടന്ന് മടിച്ചു നിന്ന്. പക്ഷേ എന്ന് പറഞ്ഞു. സർ എന്ന് ഞാൻ ചോദിച്ചു. അല്ല, ഓക്കെ, പറയൂ സർ. അല്ല, എനിക്ക് നിന്നെ വിഷമിപ്പിക്കാൻ താല്പര്യമില്ല. ഇല്ല സർ, പറയൂ. അല്ല, നിനക്കൊരു നല്ല അധ്യാപകനാവാമായിരുന്നു, നല്ല ഡോക്ടറാവാമായിരുന്നു, നല്ല രാഷ്ട്രീയക്കാരൻ പോലും ആകാമായിരുന്നു. ഇത് നല്ല രംഗമാണോ എന്നെനിക്ക് സംശയമുണ്ട്. നീ വിചാരിക്കുന്നത് പോലൊന്നുമല്ല ഇത്. എന്നാൽ കാണാം. പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് നേരെ ലിഫ്റ്റിലേക്ക് നടന്നുപോയി അയാൾ. സെൻഗുപ്ത എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ അതിനുശേഷം ഓരോ ദിവസവും അറിയുകയായിരുന്നു. എങ്ങും എപ്പോഴും ഞാൻ വെളിയിൽ നിർത്തപ്പെട്ടു. IAS ട്രെയിനിങ് എന്നത് ഒരു സാധാരണ മനുഷ്യന് ഞാൻ ഭരിക്കാൻ വേണ്ടി ജനിച്ചവൻ എന്ന മിഥ്യാധാരണയെ ഉണ്ടാക്കാനുള്ളത് മാത്രമാണ്. പക്ഷേ എന്നോട് ആരും അത് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞ ഓരോ വാക്കിനും നീ അതല്ല എന്നു മാത്രമായിരുന്നു പൊരുൾ. ഞങ്ങളുടെ കരുണ കൊണ്ട്, ഞങ്ങളുടെ നീതിബോധം കൊണ്ട് നീ ഇവിടെ വന്ന് ഞങ്ങളുടെ ഒപ്പം ഇരിക്കുന്നു. അതിനാൽ നീ ഞങ്ങൾക്ക് ആശ്രിതനായിരുന്നു കൊള്ളൂ. ഞങ്ങളോട് നന്ദിയോടിരിക്കുക. ഞാൻ തമിഴ്നാട്ടിലേക്ക് നിയമിക്കപ്പെട്ടു. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ആരാണെന്ന് അവർ എന്നോട് പറഞ്ഞു. തലേന്നാൾ ഞാൻ എൻ്റെ മേലധികാരിയെ കണ്ട് സംസാരിച്ചിട്ട് മടങ്ങുമ്പോൾ എൻ്റെ മുറി കണ്ടിരുന്നു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ മുറിയിലേക്ക് കടക്കുമ്പോൾ പുതിയ കസേരയാണ് കണ്ടത്. മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പൊക്കം കൂടിയ സിംഹാസനം പോലുള്ള കസേര നീക്കം ചെയ്യപ്പെട്ടിരുന്നു. പകരം ഒരു പഴയ കസേരയായിരുന്നു ഉണ്ടായിരുന്നത്. പലർ ഇരുന്ന് തളർന്ന ചൂരൽ കസേരയിലിരിക്കുമ്പോൾ എൻ്റെ ദേഹം വിറയ്ക്കുകയായിരുന്നു. ആ പഴയ കസേരയെപ്പറ്റി ചോദിക്കാൻ വെമ്പിയ നാവിൽ ഞാൻ എൻ്റെ മുഴുവൻ മനഃശക്തിയെയും ചെലുത്തി അടക്കിപ്പിടിച്ചു. അല്പസമയം കഴിഞ്ഞ് അകത്തേക്ക് വന്ന് എനിക്ക് നമസ്കാരം പറഞ്ഞ ഓരോരുത്തരുടെ കണ്ണിലും ഞാൻ കണ്ടത് ഒറ്റ വാക്കാണ്: നീ അതാണ്. എനിക്ക് എൻ്റെ കസേരയ്ക്കായി പൊരുതാമായിരുന്നു. അതവർ എൻ്റെ അല്പത്തരമായി വ്യാഖ്യാനിക്കും. ഞാൻ അത് കണ്ടില്ലെന്ന് നടിച്ചു. അതിനെ അവർ എൻ്റെ ബലഹീനതയായിട്ട് മനസ്സിലാക്കി. ഞാൻ പെൻഡുലം പോലെ നിന്ന് ഊഞ്ഞാലിലാടി. പിന്നെ അതിനെപ്പറ്റി ചോദിക്കാൻ തീരുമാനിച്ചു. ഹെഡ് ക്ലാർക്കിനെ എൻ്റെ മുറിയിലേക്ക് വരുത്തി. അയാളുടെ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു, അത് അയാളെടുത്ത തീരുമാനമല്ല. അയാളൊരു വ്യക്തിയല്ല. ആ ചെറിയ കണ്ണുകളിൽ ഒരു ചിരി മിന്നിമാഞ്ഞുവോ? അതോ അതെൻ്റെ ഭാവനയായിരുന്നോ? പക്ഷേ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അതിൽ നിന്ന് ഞാൻ മോചിതനായില്ല. ജയമോഹൻ രചിച്ച നോവൽ 100 സിംഹാസനങ്ങൾ. വായിക്കുന്നത് ഹിത വേണുഗോപാലൻ. ഈ അവതരണം
ക്രിയേറ്റീവ് കോമൺസ് ആട്രിബ്യൂഷൻ ഷെയർ അലൈക്ക് 4.0 ഇൻ്റർനാഷണൽ ലൈസൻസ് പ്രകാരം ലഭ്യമാക്കിയിരിക്കുന്നു. അധ്യായം 2. ആംബുലൻസിൽ അമ്മയെ കയറ്റി ഗോപാലപിള്ളയുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചെറുപ്പക്കാരനായ ഡോക്ടർ ആംബുലൻസിൽ തന്നെ കയറി. ഞാൻ മാണിക്യത്തിനോട് ശരി കാണാം എന്ന് പറഞ്ഞു. ഞാനും വരാം സർ, അവിടെ ഒരു റിപ്പോർട്ട് ചോദിക്കും. അയാളെ ഞാൻ കയറ്റി. യൂറിൻ മുഴുവൻ പുറത്തെടുത്ത് കഴിഞ്ഞു സർ. കിഡ്നി വർക്ക് ചെയ്യുന്നതായിട്ടേ തോന്നുന്നില്ല. ഒരുപാട് ദിവസം എവിടെയോ കടുത്ത പനിയോടെ കിടന്നിട്ടുണ്ടാവണം. ഞാൻ ഒരു സിഗരറ്റ് കത്തിച്ചു. ആശുപത്രിയിൽ അമ്മയെ കയറ്റിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. വയറ് നന്നേ ചെറുതായിട്ടുണ്ടായിരുന്നു. വെളുത്ത വസ്ത്രം ധരിച്ചിരുന്നു. അതിൽ ചോരയോ മലമോ മഞ്ഞ നിറത്തിൽ നനഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടർമാർ ഇറങ്ങിയോടി അവിടെയുണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അമ്മയെ അവർ ഇൻറ്റൻസീവ് കെയറിലേക്ക് കൊണ്ടുപോയി. ഞാൻ റിസപ്ഷനിൽ കാത്തിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇന്ദിര എന്നെ അവരുടെ മുറിയിലേക്ക് വിളിച്ചു. ഞാൻ ഇരുന്നതും ഞാൻ ഒന്നും പറയാനില്ല. മാണിക്യം പറഞ്ഞിട്ടുണ്ടാവും, ഒട്ടും പ്രതീക്ഷിക്കണ്ട, അവർ ഏതാണ്ട് മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ തലകുലുക്കി. നോക്കട്ടെ, ഒന്ന് ഓർമ്മ തെളിഞ്ഞാൽ യോഗമുണ്ടെന്നർത്ഥം. അവർക്ക് മാനസിക രോഗമുണ്ടായിരുന്നോ? ഞാൻ അതേ എന്ന് തലകുലുക്കി. ചിലപ്പോൾ ഒടുവിൽ കുറച്ച് സമയം മാനസിക ഭ്രമങ്ങൾ തെളിയാറുണ്ട്. നമുക്ക് നോക്കാം. രാത്രിയായി. ഞാൻ എഴുന്നേറ്റു. ഡോക്ടർ, ഇവിടെ ആരും വേണമെന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ തലകുലുക്കി. പുറത്ത് മാണിക്യം നിന്നിരുന്നു. ഞാൻ സ്റ്റീഫനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു സർ. അവൻ നോക്കിക്കോളും. ഇല്ല മാണിക്യം, അയാൾ പൊയ്ക്കോട്ടെ, ഇവിടെയുള്ളവർ തന്നെ നോക്കിക്കോളും എന്ന് ഞാൻ പറഞ്ഞു. കാറിൽ കയറിയപ്പോഴാണ് കഴിഞ്ഞ 3 മണിക്കൂർ നേരമായിട്ട് ഞാൻ ചായ പോലും കുടിച്ചില്ല എന്ന് ഓർത്തത്. ഉടൻ തന്നെ വിശക്കാൻ തുടങ്ങി. വീട്ടിൽ കാർ ഗറാഷിൽ നിർത്തിയിട്ട് അകത്തേക്ക് പോയപ്പോൾ സുധ, എന്താ വൈകുന്ന കാര്യം പറഞ്ഞതേയില്ല എന്ന് ചോദിച്ചുകൊണ്ട് വന്നു. ഞാൻ ഒന്നും പറയാതെ സോഫയിലിരുന്ന് ബൂട്ട്സുകൾ ഊരി. ഊണ് കഴിക്കുന്നില്ലേ? ഇല്ല, കുളിച്ചിട്ട് വരാം. അവളോട് എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്ന് ഒരു പിടിയുമില്ല. വസ്ത്രങ്ങൾ ഊരി അഴുക്കുപെട്ടിയിലിട്ട് നേരെ കയറി ഷവറിൻ്റെ താഴെ നിന്നു. കാലത്തു മുതൽ കണ്ടുവന്ന അഴുക്കുകളിൽ നിന്ന് വിട്ടുമാറുന്നതുപോലെ അഴുക്കുകൾ ചർമ്മമായി മാറിയിരിക്കുന്നു. വെള്ളം കൊണ്ട് കഴുകി ഞാൻ എന്നെ വീണ്ടെടുക്കുന്നു. ഈറൻ തൂത്തുകളഞ്ഞപ്പോൾ മനസ്സ് തെല്ല് ശാന്തമായി എന്ന് തോന്നി. തീന്മേശയിൽ സുധ പാത്രങ്ങൾ എടുത്തുവെച്ച് കഴിഞ്ഞിരുന്നു. നീ കഴിക്കുന്നില്ലേ? ഇല്ല, കുട്ടി ഇത്ര നേരം ഉണർന്നിരുന്നു. ഇപ്പോഴാ അവൻ ഉറങ്ങിയത്. ഞാനിരുന്നതും അവളും ഇരുന്നു. നാഗമ്മ ചൂടോടെ ചപ്പാത്തി കൊണ്ടുവന്നു വെച്ചു. ഞാൻ ഒന്നുമടിച്ച് സുധേ എന്ന് വിളിച്ചു. അവൾ ആ സ്വരമാറ്റം ശ്രദ്ധിച്ചു. ഞാനിന്ന് അമ്മയെ കണ്ടു. അവളുടെ കണ്ണുകൾ മീനിൻ്റെ കണ്ണുകൾ പോലെ ഇമയ്ക്കാതെ എന്നെ നോക്കി. ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഭിക്ഷക്കാർക്കുള്ള ഷെഡിൽ. അവളുടെ ചുണ്ടുകൾ മാത്രം ഒന്നനങ്ങി. വളരെ മോശപ്പെട്ട സ്ഥിതിയിലാണ്. ഒരുപാട് ദിവസമായി എവിടെയോ കടുത്ത പനിയോടെ കിടന്നതാണ്. എല്ലാ ആന്തരിക അവയവങ്ങളും ചത്തുകൊണ്ടിരിക്കുന്നു. എവിടെ എന്ന് അവൾ ചോദിച്ചു. ഞാൻ അവളുടെ നോട്ടത്തിൽ നിന്ന് മാറി. ഗോപാലപിള്ളയിൽ ചേർത്തിരിക്കുന്നു. അവൾ ഒന്നും മിണ്ടാതെ ചെരിഞ്ഞ നോട്ടത്തോടെ വെറുതെയിരുന്നു. ഞാൻ എഴുന്നേറ്റു. നാഗമ്മേ, സാറിനു പാല്. ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. കഴിക്കൂ, കാലത്ത് അസിഡിറ്റി കൂടും. ഞാൻ ഒന്നും മിണ്ടാതെ കിടക്കമുറിയിലേക്ക് പോയി. പകുതി മൂടി പ്രേം കിടന്നിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് കിടന്ന് അവൻ്റെ ചെറിയ കാലുകൾ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. സുധ രാത്രി വസ്ത്രത്തോടെ വന്നു. കയ്യിൽ പാലുണ്ടായിരുന്നു. കുടിക്കൂ എന്ന് എൻ്റെ അടുത്ത് ടീപ്പോയിൽ ഗ്ലാസ് വെച്ചു. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തലമുടി ചീകി വലിയ കെട്ടായി ചുരുട്ടിക്കെട്ടി. ഞാൻ അവളുടെ നന്നേ വെളുത്ത പിൻകഴുത്തിലേക്ക് തന്നെ നോക്കുകയായിരുന്നു. എന്ത് എന്നവൾ ചോദിച്ചു. ഞാൻ ഇല്ല എന്ന് തലയാട്ടിയതിന് ശേഷം പാല് കുടിച്ചു. ബാത്റൂമിലേക്ക് ചെന്ന് വായ കഴുകി വന്നു. അവൾ എൻ്റെ അടുത്ത് കിടന്ന് ഒന്നും അറിഞ്ഞ് ഞാനും വരണോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടാതെ നോക്കി. ഞാൻ വരണമെങ്കിൽ വരാം, പക്ഷേ വരാൻ എനിക്കൊരു താല്പര്യവുമില്ല. എന്നും അവൾ വളരെ പ്രായോഗിക ബുദ്ധിയോടെയേ സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് നാളെ 2 മീറ്റിംഗ് ഉണ്ട്. ഒന്ന് മിനിസ്റ്ററോടാണ്. വരേണ്ടതുണ്ടെങ്കിൽ വരാം. ഞാൻ മിണ്ടിയില്ല. മിണ്ടാതെ ഇരുന്നാൽ എന്താണർത്ഥം? ഞാൻ എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. നോക്ക്, ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറ്റിയാൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. ഏതായാലും അമ്മ ഇന്നോ നാളെയോ പോയേക്കും.
അന്തസ്സായിട്ട് വേണ്ടതൊക്കെ ചെയ്ത് കാര്യങ്ങൾ തീർക്കാം. ഞാനും ഒപ്പം അങ്ങോട്ട് വന്ന് ഇതൊരു ഷോ ആക്കുകയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും പ്രശ്നമാണ്. എല്ലാവരും വന്ന് അന്വേഷിച്ചു തുടങ്ങും. ഞാൻ ശരിയെന്ന് പറഞ്ഞു. എന്നാൽ ഉറങ്ങിക്കോളൂ, ഗുളിക വേണമെങ്കിൽ തരാം, ഫോൺ വരികയാണെങ്കിൽ വിളിക്കാം. ഞാൻ ഗുളിക എടുത്ത് വിഴുങ്ങി കണ്ണടച്ച് മലർന്നു കിടന്നു. ഗുഡ് നൈറ്റ് എന്നു പറഞ്ഞ് സുധ കിടന്നു. ഞാൻ കണ്ണു തുറക്കാതെ. ചിലപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ വന്ന് പ്രേമിനെ കാണണമെന്ന് പറഞ്ഞാലോ? സുധ ഉഗ്രമായ കോപത്തോടെ എഴുന്നേറ്റിരുന്നു. നോൺസെൻസ് എന്ന് പറഞ്ഞപ്പോൾ അവർ കിതയ്ക്കുകയായിരുന്നു. ലുക്ക്, അവൻ എൻ്റെ മോനാണ്. ആ പിച്ചക്കാരിയാണ് അവൻ്റെ മുത്തശ്ശിയെന്ന് അവൻ്റെ മനസ്സിൽ കയറ്റുവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ ദേഷ്യത്തോടെ, നീ എന്താ പറയുന്നത്? അവൻ എൻ്റെയും മോനാണ്. ആ പിച്ചക്കാരി പെറ്റ കുട്ടിയാ ഞാനും. ഞാൻ കോപിച്ചു തുടങ്ങിയാൽ ഉടൻ സമനില വീണ്ടെടുക്കലാണ് സുധയുടെ സ്വഭാവം. ഇപ്പോഴ് പറഞ്ഞില്ലേ, ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇതൊരു മനോരോഗമാണ് നിങ്ങൾക്ക്. സ്വന്തം ജാതിയും ചെറുപ്പവും ഒഴിച്ച് ചിന്തിക്കാനേ പറ്റില്ല. ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. ആ കോംപ്ലക്സിനെ കുട്ടിയുടെ മനസ്സിലും കൂടി എന്തിനാണ് കടത്തിവിടുന്നത്? ഞാൻ തളർന്ന് നെടുവീർപ്പിട്ടു. നോക്ക്, ഇപ്പോൾ പോലും നിങ്ങൾക്ക് ഒരു ചെയറിൽ നന്നായി ഇരിക്കുവാൻ അറിയില്ല. നിങ്ങളുടെ പഠിത്തം, അറിവ്, പദവി ഒന്നുകൊണ്ടും ഒരു ഫലവുമില്ല. ഒരാളോടും ഉത്തരവിടാൻ പറ്റില്ല. ഒരാളെയും ശാസിക്കാൻ നാക്കുപൊങ്ങില്ല. എല്ലാവരും എപ്പോഴും സ്വന്തം മുതുകിനു പിന്നിൽ എന്തോ പറഞ്ഞു ചിരിക്കുകയാണെന്ന വിചാരം. എൻ്റെ മോനെങ്കിലും ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരട്ടെ. അവൻ്റെ തലമുറയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കട്ടെ. പ്ലീസ്, സില്ലി സെൻറ്റിമെൻസും പറഞ്ഞ് അവൻ്റെ ജീവിതം പാഴാക്കരുത്. ഞാനൊന്നും മിണ്ടാതെ ഉത്തരത്തിലേക്ക് നോക്കിക്കിടന്നു. പഴയകാലത്തെ കെട്ടിടമാണ്. തേക്ക് ഉത്തരങ്ങൾ. ചിലതിൽ വേട്ടാളൻ കൂടുകൂട്ടിയിട്ടുണ്ടായിരുന്നു. പ്ലീസ് ലീവ് ഹിം അലോൺ, സുധ പറഞ്ഞു. പിന്നെ എൻ്റെ മാറിൽ കൈവച്ച്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഞാൻ നിങ്ങളെ വ്രണപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ അവളുടെ കൈയുടെ മീതെ എൻ്റെ കൈവച്ചു. അതെനിക്കറിയാം. അവൾ എൻ്റെ ദേഹത്തൊന്ന് ചാഞ്ഞ്, അമ്മ നിങ്ങൾക്കും എനിക്കും വേണ്ടത്ര ചീത്തപ്പേരുണ്ടാക്കി തന്നു കഴിഞ്ഞു. എല്ലാവരും വേണ്ടത്ര ചിരിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും നമുക്ക് അതൊക്കെ ഇല്ലാതെ കഴിയാം. ഗുളിക പ്രവർത്തിച്ചു തുടങ്ങി. ഉറക്കം എൻ്റെ തലയിൽ കയറിയിരുന്നു. ശരി, ഓക്കെ എന്ന് ഞാൻ പറയുന്നത് ഞാൻ വളരെ അകലെ നിന്ന് കേട്ടു. കാലത്ത് എൻ്റെ മനസ്സ് നിശ്ചലമായിരുന്നു. പക്ഷേ പിന്നീട് ആശുപത്രിയിലേക്ക് ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ പിന്നെയും തിരകളടിച്ചു തുടങ്ങി. അമ്മയുടെ സ്ഥിതിയിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഞാൻ 9 മണിക്ക് അങ്ങോട്ട് തിരിച്ചു. എൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ വഴുതി, കാലുകൾ വിറച്ചുകൊണ്ടിരുന്നു. സുന്ദരരാമസ്വാമിയുടെ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ അകത്തു കടന്ന് അദ്ദേഹത്തോട് കുറേ സമയം സംസാരിച്ചു കൊണ്ടിരിക്കണമെന്ന് തോന്നി. ഒന്നിനും സമനില തെറ്റാത്ത മട്ടും ഭാവവുമാണ് സുന്ദരരാമസ്വാമിക്ക്. അദ്ദേഹം വീടിൻ്റെ മുന്നിലുള്ള മുറിയിൽ വന്നിരുന്ന് സ്വന്തം സദസ്സിനോട് സംസാരിച്ചിരിക്കുന്ന നേരം. എന്നും 7-8 ആളുകളെങ്കിലും ഉണ്ടാവും. സാഹിത്യം, ചരിത്രം, സിനിമ. മറ്റൊരാളുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നതിൽ സുന്ദരരാമസ്വാമിക്ക് സമാനമായി മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരൊക്കെയോ തേടി വന്ന് എന്തൊക്കെയോ പരിദേവനങ്ങൾ നടത്തിയിട്ടും അതൊട്ടും കുറഞ്ഞിട്ടില്ല. സുന്ദരരാമസ്വാമിയുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ യുവസാഹിത്യകാരൻ മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് പുറത്തേക്ക് വന്ന് ഗേറ്റ് പകുതി തുറന്നിട്ട് പാതയിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. എന്നെപ്പോലെ തന്നെ ജന്മന മലയാളിയായ തമിഴൻ. വടക്ക് കാസർകോട്ടാണ് പണി. ഇന്ന് സുന്ദരരാമസ്വാമിയുടെ മച്ചിലാണ് താമസമെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ വന്ന് താമസിക്കാറുണ്ട്. ഞാൻ സുന്ദരരാമസ്വാമിയോട് സംസാരിച്ചിരിക്കുമ്പോൾ അവനും വന്നു ചേരാറുണ്ട്. സംസാരിച്ചു തുടങ്ങിയാൽ നിർത്താൻ അറിയാത്തവനാണ്. എഴുത്തു തീർന്നാലേ അവൻ്റെ സംഭാഷണവും തീരുകയുള്ളൂ. ഞാൻ വിചാരിച്ചിട്ടും എൻ്റെ കാർ നിന്നില്ല. ഗോപാലപിള്ളയുടെ ആശുപത്രിയുടെ മുന്നിൽ ഡോക്ടർ ഇന്ദിരയുടെ കാർ നിൽക്കുന്നത് കണ്ടു. ഇന്ദിര റൗണ്ട്സിലായിരുന്നു. ചെറുപ്പക്കാരനായ ഡോക്ടർ വന്ന് വണങ്ങി. എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. മാറ്റമൊന്നുമില്ല സർ. തൻ്റെ പേരല്ലേ സ്റ്റീഫൻ? അതെ സർ. അമ്മയുടെ മുറിയിൽ നിന്ന് കുഞ്ഞൻ നായർ പെരിച്ചാഴി വരുന്നതുപോലെ കുനിഞ്ഞ് വേഗത്തിലോടി വന്നു. ഞാൻ കാലത്ത് തന്നെ വന്നു സർ. അമ്മയ്ക്ക് ഇപ്പം കുറച്ചു കൊള്ളാം. മൂത്രം എടുത്തതിന് ശേഷം മുഖത്തൊരു ഐശ്വര്യം വന്നിട്ടുണ്ട്. ഞാൻ നായരോട് താൻ ഓഫീസിലേക്ക് ചെന്ന് ഞാൻ ട്രേയിൽ എടുത്തു വെച്ചിട്ടുള്ള ഫയലുകൾ മുഴുവൻ എടുത്ത് നാരായണപിള്ളയുടെ കയ്യിൽ കൊടുക്ക് എന്ന് പറഞ്ഞു. ഇവിടെ എന്ന് നായർ ചോദിച്ചു. ഇവിടെ ഞാനുണ്ടാവും. നായർ പരിങ്ങി. ഞാനും വേണമെങ്കിൽ എന്ന് തുടങ്ങിയപ്പോൾ വേണ്ട എന്ന് ഞാൻ കർക്കശമായി പറഞ്ഞു. നായർ തൊഴുത് ഓ എന്ന് പറഞ്ഞു. മുറിക്കുള്ളിലേക്ക് പോയി. അമ്മ അതേപോലെ കിടപ്പായിരുന്നു.
ഏതാണ്ട് ശവം. സലൈൻ ഇറങ്ങുകയായിരുന്നു. മറ്റൊരു വശത്ത് തുള്ളി തുള്ളിയായിട്ട് മൂത്രം. ഞാൻ കസേര വലിച്ചിട്ട് അമ്മയുടെ അടുത്തിരുന്ന് അമ്മയെ തന്നെ നോക്കി. നെറ്റിയിലും കവിളുകളിലും കഴുത്തിലുമൊക്കെ വ്രണങ്ങൾ കരിഞ്ഞ തിളങ്ങുന്ന പാടുകൾ. ചില പാടുകൾ വളരെ ആഴത്തിലുള്ളവ. നെറ്റിയിൽ ഒരു വലിയ പാട് കണ്ടപ്പോൾ തലയോട്ടി തന്നെ പൊട്ടിയിട്ടുണ്ടാവും എന്ന് തോന്നി. ഒരിക്കൽ പോലും ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടാവില്ല. വ്രണങ്ങൾ ചീഞ്ഞു പഴുത്ത് പുഴുവെച്ച് സ്വയം ഭേദപ്പെടണം. പട്ടികളോടും മറ്റു മനുഷ്യരോടും കലഹിച്ച വ്രണങ്ങൾ. ആരൊക്കെയോ കല്ലുകൊണ്ടും കമ്പുകൊണ്ടും അടിച്ച വ്രണങ്ങൾ. ചായക്കടയിൽ ചൂടുവെള്ളം കോരിയൊഴിച്ചുണ്ടായവ. ഞാൻ സുധയെ പ്രേമിക്കുന്ന നാളുകളിൽ ഒരിക്കൽ യാദൃച്ഛികമായി ഷർട്ടൂരിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. മൈ ഗുഡ്നസ്, ഇതെന്താ ഇത്ര പാടുകൾ? ഞാൻ ഉണങ്ങിയ ചിരിയോടെ, കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളാ, ഞാൻ പുണ്ണില്ലാതെ ഇരുന്നിട്ടേയില്ല എന്ന് പറഞ്ഞു. അവൾ എൻ്റെ പുറത്തുണ്ടായിരുന്ന നീളം കൂടിയ പാടിലൂടെ വിരലോടിച്ചു. പുറംതിരിഞ്ഞോടിയപ്പം കൊണ്ടതാ. അവൾ തേങ്ങിക്കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ തോളിലും കൈകളിലും കഴുത്തിലുമുണ്ടായിരുന്ന പാടുകളിൽ കണ്ണീരോടെ ചുംബിച്ചു. 7 വയസ്സുവരെ പൂർണ്ണനഗ്നനായി തിരുവനന്തപുരം നഗരത്തിൽ അമ്മയുടെ ഒപ്പം അലഞ്ഞു തിരിഞ്ഞ നാളുകളിൽ എൻ്റെ ദേഹം മുഴുവൻ പറ്റം പറ്റമായി ചൊറിയും ചിരങ്ങും വ്രണങ്ങളും നിറഞ്ഞിരിക്കും. വിരലുകൾ തമ്മിൽ ഒട്ടിയിരിക്കും. കണ്ണിൽ ഇമകളിൽ ചിരങ്ങുകയറി കണ്ണടച്ചാൽ തുറക്കാൻ സമയം പിടിക്കുമായിരുന്നു. ഏതു നേരവും വിശപ്പാണ്. കയ്യിൽ കിട്ടുന്ന എന്തും അപ്പോൾ തന്നെ തിന്നും. കണ്ണിൽപ്പെടുന്ന എന്തുമെടുത്ത് തിന്നാനാവുമോ എന്ന് വായിൽ വെച്ചു നോക്കും. ആരോ ഒരാൾ ചോറ് കൊടുക്കുന്നുണ്ടോ എന്ന് കേട്ട് കരമനയാറ്റിൻ്റെ കരയിലുണ്ടായിരുന്ന പ്രജാനന്ദ സ്വാമിയുടെ ആശ്രമത്തിലേക്ക് പോയി. മുൻപ് തന്നെ അവിടെ ധാരാളം തെരുവുകുട്ടികളുണ്ടായിരുന്നു. കരമനയാറ്റിൽ ഇറങ്ങി കുളിക്കണം. അവർ തരുന്ന വസ്ത്രം ധരിക്കണം. അവിടെയുണ്ടായിരുന്ന ഒരു ഓലഷെഡിൽ കയറിയിരുന്ന് കൈകൂപ്പിക്കൊണ്ട് ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ എന്ന് പാടണം. അതിനുശേഷമാണ് ചോറ് തരിക. മറ്റു കുട്ടികൾ പുഴയിലിറങ്ങി മണല് വാരി മേത്ത് തേച്ച് കുളിക്കുന്നത് കണ്ടു. കാവിമുണ്ട് മടക്കി കുത്തി പുഴയിൽ നിന്ന ചെറുപ്പക്കാരനായ സന്യാസി, ഡാ ആ കറുപ്പനെ പിടിക്ക്, അവൻ മേല് തേച്ചിട്ടില്ലടാ എന്ന് ശബ്ദിച്ചുകൊണ്ടിരുന്നു. വെള്ളം കണ്ടപ്പോൾ തന്നെ ഞാൻ മടിച്ചു നിന്നു. ആ സന്യാസി എന്നെ നോക്കിയപ്പോൾ ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടി. അവനെ പിടിക്കടേ എന്ന് സന്യാസി പറഞ്ഞപ്പോൾ 4-5 പയ്യന്മാർ എന്നെ തുരത്തി വന്നു. എന്നെ പിടിച്ച് മണ്ണിലിട്ട് വലിച്ചിഴച്ച് അവർ പുഴയിലേക്ക് കൊണ്ടുവന്നിട്ടു. സ്വാമി എന്നെ പൊക്കി കരമനയാറ്റിലെ വെള്ളത്തിലിട്ടു. മീനുകൾ വന്ന് എന്നെ കൊത്താൻ തുടങ്ങി. ഞാൻ നിലവിളിച്ചുകൊണ്ട് പിടഞ്ഞു. സ്വാമി എന്നെ തൂക്കി കല്ലിലിരുത്തി ചകിരി കൊണ്ട് ദേഹം മുഴുവൻ തേച്ചു. ഞാൻ അലറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ കടിച്ചു മുറിച്ചു. അദ്ദേഹം അത് കാര്യമാക്കിയില്ല. ദേഹം മുഴുവൻ ചോരയോടെ നിന്ന എന്നെ പിടിവിടാതെ തന്നെ വലിച്ചിഴച്ച് കൊണ്ടുചെന്ന് ഷെഡിലേക്ക് എത്തിച്ചു. നീല നിറത്തിലുള്ള എന്തോ മരുന്ന് എൻ്റെ ദേഹത്ത് പുരട്ടി. ആദ്യത്തെ ക്ഷണം ഒന്ന് തണുത്തു. പിന്നെ തീവെട്ടതുപോലെ നീറി. ഞാൻ ഉറക്ക നിലവിളിച്ചുകൊണ്ട് വട്ടം കറങ്ങി ഓടി. ഒരു ക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ പിടി അയഞ്ഞു. ഞാൻ പുറത്തേക്കോടി. അദ്ദേഹം എൻ്റെ പിന്നിൽ വന്ന് ഓടിയാ ചോറില്ല, ഓടിയാ ചോറില്ല എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഞെട്ടിത്തരിച്ചു നിന്നു. മുൻപോട്ട് കാലെടുത്ത് വയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. കാപ്പയ്ക്ക് ചോറ് വേണമേ, ചോറേ എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ചു. സങ്കടം സഹിക്കാനാവാതെ നെഞ്ചത്തടിച്ചു. പക്ഷേ സ്വാമി അകത്തേക്ക് പോയി. കാപ്പയ്ക്ക് ചോറേ, കാപ്പയ്ക്ക് ചോറേ എന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ നിന്നു. ദേഹത്ത് നീറ്റൽ കുറഞ്ഞു തുടങ്ങി. പല സ്ഥലങ്ങളിൽ നിന്നും മടിച്ചും പതുക്കെ ഞാൻ ആശ്രമത്തിൻ്റെ വാതിക്കലെത്തി. സ്വാമി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് എന്നെ പിടിച്ച് തൂക്കിയെടുത്തു കൊണ്ടുപോയി. ഉള്ളിൽ ഒരു മുറിയിൽ ചാണകം മെഴുകിയ നിലത്തിരുത്തി. എൻ്റെ മുന്നിൽ ഞാൻ കിടക്കാവുന്നത്ര വലിയ തൂശനില വിരിച്ചിട്ടു. അതിൽ വലിയ തവി കൊണ്ട് ചോറ് വാരി വെച്ചു. ഞാൻ കൈനീട്ടി തിന്നുമെന്ന് പറഞ്ഞു. സ്വാമി പിന്നെയും ചോറ് വിളമ്പി. ഞാൻ തിന്നും എന്ന് പറഞ്ഞു. സ്വാമി പിന്നെയും ചോറ് വിളമ്പി. ഞാൻ തിന്നും എന്ന് പറഞ്ഞു. പാത്രത്തിൽ ബാക്കിയുണ്ടായിരുന്ന ചോറ് മാത്രമായിരുന്നു എൻ്റെ കണ്ണിൽ. തിന്നടാ എന്ന് പറഞ്ഞ് സ്വാമി ഒരുപാട് ചോറ് കോരിവെച്ചു. ഞാൻ തിന്നും എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട്, ആദ്യം ഇത് തിന്നടാ തീക്കൊള്ളി, വേണമെങ്കിൽ പിന്നെയും തരാം എന്ന് സ്വാമി പറഞ്ഞു. ഞാൻ ഇലയോടെ ചോറ് കയ്യിലെടുത്ത് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ തലയിൽ മെല്ലെ ഒന്ന് തട്ടി, ഇരുന്ന് തിന്നടാ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് ചോറ് വാരി ഉണ്ടു തുടങ്ങി. ചോറ് വായിൽ വയ്ക്കുമ്പോൾ കേൾക്കാവുന്ന തെറിക്ക് വേണ്ടി എൻ്റെ ശരീരം മുഴുവൻ കാതോർത്തു. ആദ്യത്തെ ഉരുള ഉണ്ടിട്ട് ഞാൻ എഴുന്നേൽക്കാൻ പോയപ്പോൾ സ്വാമി തിന്നടാ എന്ന് പിന്നെയും എന്നെ ശാസിച്ചു.
ഞാൻ പതുക്കെ ചോറിൽ സ്വയം മറന്നു. ഉരുളകൾ ഉരുട്ടി വായിലിട്ടുകൊണ്ടേയിരുന്നു. ചോറിൻ്റെ മലകൾ, ചോറിൻ്റെ മണൽപ്പരപ്പ്, ചോറിൻ്റെ വെള്ളപ്പൊക്കം, ചോറിൻ്റെ ആന, ചോറിൻ്റെ കടൽ, ചോറും ഞാനും മാത്രമായിരുന്നു അപ്പോൾ. ഒരു ഘട്ടത്തിൽ എനിക്ക് ഉണ്ണാൻ കഴിയാതെയായി. അത് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ് ചോറുണ്ണാൻ കഴിയാത്തത് എന്ന് മനസ്സിലാകാതെ ഞാൻ ചോറ് വാരി പിന്നെയും വായിലേക്ക് നിറച്ചു. ഓക്കാനിച്ച ഞാൻ വിറകൊണ്ടു. എങ്കിലും എനിക്ക് നിർത്താൻ കഴിഞ്ഞില്ല. എൻ്റെ ദേഹം മുഴുവൻ ചോറ് നിറഞ്ഞിരിക്കുന്നത് പോലെ. എൻ്റെ വയറ് വലിയൊരു കലം പോലെ ഉരുണ്ടു തിളങ്ങി. ഒരു മീശക്കാരൻ, "ഡാ താളി, നിന്റെ വയറ് നിറഞ്ഞല്ലോടാ, വയറ്റിൽ പേന് വെച്ച് കൊല്ലാമെന്നാണല്ലോ തോന്നുന്നത്" എന്ന് പറഞ്ഞു. അയാൾ എന്നെ തല്ലാൻ പോകുന്നു എന്ന് കരുതി ഞാൻ ഒഴിഞ്ഞു മാറി. "ഡാ ഇരിക്ക്, നിന്നെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. നിനക്കിനിയും ചോറ് വേണോ?" "വേണമെന്ന്" ഞാൻ തലയാട്ടി. "ഇനിയും ചോറുണ്ടാ, നീ ഇലവങ്കായ മാതിരി പൊട്ടി ചോറ് പഞ്ഞിയായി പുറത്തേക്ക് വരും. നാളെ വാ, വരുമോടാ?" ഞാൻ "അതെ" എന്ന് തലയാട്ടി. "നാളെ വാ, ഇവിടെ വന്ന് സ്വാമി പഠിപ്പിക്കുന്ന പാട്ടും അക്ഷരവും പഠിച്ച നിനക്ക് നിറച്ചു ചോറ് കിട്ടും." അങ്ങനെയാണ് ഞാൻ പ്രജാനന്ദൻ്റെ ആശ്രമത്തിലേക്ക് സ്ഥിരമായി പോയി തുടങ്ങിയത്. അവിടെ അപ്പോൾ ഏതാണ്ട് 30 കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നു. കുട്ടികളെ ചേർക്കാനാണ് ചോറ് കൊടുത്തിരുന്നത്. ചോറിൽ ആകൃഷ്ടരായി വരുന്ന കുട്ടികളെയും സന്യാസിയായ ബോധാനന്ദൻ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് ചേർക്കും. പ്രജാനന്ദൻ തുടങ്ങിയ ആശ്രമത്തിലെ പള്ളിക്കൂടം നടത്തിയിരുന്നത് ബോധാനന്ദനായിരുന്നു. കറുത്തു നീണ്ട താടിയും സ്ത്രീകളെപ്പോലെ തലമുടിയുമുള്ള പൊക്കം കുറഞ്ഞ ബലിഷ്ഠനായ മനുഷ്യൻ. ആ പ്രായത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് ബോധാനന്ദൻ്റെ കൈകളെയാണ്. എന്നെ പുഴയിൽ കുളിപ്പിച്ചതിന് ശേഷം അദ്ദേഹം എന്നെ തൂക്കിയെടുക്കുന്നതിനായി ഞാൻ ദാഹിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നോക്കിക്കൊണ്ടു നിൽക്കും. അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ പൂച്ചക്കുട്ടി പോലെ പതുക്കെ ഉരുമും. അദ്ദേഹം പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് എന്നെ പിടിച്ച് മുകളിലേക്ക് പൊക്കി ആകാശത്തിലേക്ക് എറിഞ്ഞു പിടിക്കും. പക്ഷിയെപ്പോലെ ഞാൻ കാറ്റിൽ പറന്നെഴുന്നേറ്റ് താഴേക്ക് വരും. ചിരിച്ചുകൊണ്ട് "നിന്നും നിന്നും" എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഓടും. ഇന്നും എന്നായിരുന്നു ഞാൻ എന്തിനും പ്രതികരിച്ചിരുന്നത്. ബോധാനന്ദൻ്റെ പള്ളിക്കൂടത്തിൽ ചെന്ന് ഞാൻ പഠിച്ചു തുടങ്ങി. പൂജയ്ക്ക് പ്രജാനന്ദ സ്വാമി വന്നിരിക്കും. അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ താടി നരച്ചു തുടങ്ങിയിരുന്നു. ചെറിയ ശരീരവും സ്ത്രീകളുടെ ശബ്ദവുമുള്ള വെളുത്ത മനുഷ്യൻ. ഒരുപാട് നേരം അദ്ദേഹം കണ്ണടച്ച് വെറുതെ ഇരിക്കുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കിയിരിക്കും. പ്രജാനന്ദൻ്റെ ആശ്രമം വിജയമോ പരാജയമോ എന്ന് എനിക്കിന്ന് പറയാനാവില്ല. അവിടെ എപ്പോഴും 10-20 കുട്ടികളെങ്കിലും ഉണ്ടായിരുന്നു. ദിവസവും 100 ആളുകളെങ്കിലും അവിടെ ഭക്ഷണം കഴിച്ചു. പക്ഷേ 10 കുട്ടികൾ പോലും അവിടെ തുടർച്ചയായി പഠിച്ചിരുന്നില്ല. ഇടയ്ക്കിടെ കുട്ടികളുടെ അച്ഛനമ്മമാർ വന്ന് ബോധാനന്ദനെ ചീത്ത പറഞ്ഞ് കുട്ടികളെ ബലമായി കൂട്ടിക്കൊണ്ടുപോയി. കുറേ ദിവസം അവിടെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ തന്നെ മടുത്തോടിപ്പോയി. കുറേ നാൾ കഴിഞ്ഞ് അവർ ചൊറിയും ചിരങ്ങും നിറഞ്ഞ് അഴുക്കും നാറ്റവുമായി കരഞ്ഞുകൊണ്ടുവന്ന് വാതുക്കൽ നിന്നു. ബോധാനന്ദന് അതൊന്നും കാര്യമല്ലായിരുന്നു. അദ്ദേഹം എന്നും ഉത്സാഹവാനായിരുന്നു. ഞാനവിടെ താമസിച്ചു തുടങ്ങിയ 4-ാം ദിവസം തന്നെ എൻ്റെ അമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ നഗരത്തിലെങ്ങും അവളോടൊപ്പം അലഞ്ഞു. അന്നൊക്കെ തിരുവനന്തപുരം നഗരത്തിൽ എല്ലാ തെരുവുകൾക്കും സമാന്തരമായി പിന്നിൽ വളരെ ഇടുങ്ങിയ ഒരു വഴിയുണ്ടായിരുന്നു. തോട്ടികൾക്ക് സഞ്ചരിക്കാനുള്ള പാത. അത് എല്ലായിടത്തും ചെന്നെത്തുമായിരുന്നു. അന്നൊക്കെ കക്കൂസിലെ മലം തോട്ടികൾ വന്ന് വാരിയെടുത്തു കൊണ്ടുപോവുകയാണ് പതിവ്. ഏതെങ്കിലും അഴുക്കുചാലിൽ നിന്ന് തുടങ്ങുന്ന ആ പാതയിലൂടെ നഗരം മുഴുവൻ സഞ്ചരിക്കാനാവും. ഞങ്ങളുടെ ആളുകൾ അതിലൂടെയാണ് നടക്കുന്നത്. അവിടെയാണ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിരുന്നത്. മലം കിടക്കുന്ന കക്കൂസിൻ്റെ അടുത്ത് തന്നെയാവും ചവറ്റുകുഴി. ചിലപ്പോൾ രണ്ടും ഒന്ന് തന്നെയായിരിക്കും. അക്കാലത്ത് തിരുവിതാംകൂറിലെ നായാടികളിൽ പകുതിയും തിരുവനന്തപുരത്തായിരുന്നു. ബാക്കിയുള്ളവർ തിരുനെൽവേലിയിലും നാഗർകോവിലിലും ചെന്ന് കുടിയേറി. നാട്ടിൻപുറത്തിലുള്ളതുപോലെ നഗരത്തിലാരും നായാടികളെ കണ്ടുപിടിക്കാറില്ല, അടിച്ചു കൊല്ലാറുമില്ല. അവർക്ക് നഗരത്തിൽ അങ്ങനെയൊരു മനുഷ്യപ്പറ്റം ഉള്ള കാര്യം തന്നെ അറിയില്ല. സത്യത്തിൽ നായാടികളെ പറ്റിയുള്ള എല്ലാ കണക്കുകളും തെറ്റാണ്. തിരുവിതാംകൂർ മാനുവലുകൾ എഴുതിയവരാരും ഒറ്റ നായാടിയെയെങ്കിലും കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല. തഹസിൽദാർ പറയുന്ന കണക്കുകൾ അവർ കുറിച്ചിട്ടു. തഹസിൽദാർമാർ മറ്റുള്ളവർ പറഞ്ഞത് കൂട്ടിപ്പറഞ്ഞു. നായാടികൾ അദൃശ്യരായിരുന്നു. അവർക്കുപോലും അവരെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. 1870കളിലെ പഞ്ഞത്തിൽ തെക്കേ ഇന്ത്യയിൽ മാത്രം 3 കോടി ആളുകളാണ് പട്ടിണി കിടന്ന് ചത്തത്. അതിൽ നായാടികൾ മിക്കവാറും ചത്തുമുടിഞ്ഞിരിക്കാനാണ് സാധ്യത.
കല്ലിൻ്റെ ഉള്ളിൽ കഴിയുന്ന തവള പോലെ അവർ ജീവിച്ചിരുന്നതും ആരും അറിയില്ല, ചത്തതും ആരും അറിഞ്ഞിരിക്കില്ല. പക്ഷേ അതും തറപ്പിച്ചു പറയാനാവില്ല. ചവറും അഴുക്കും തിന്നാൻ ശീലിച്ചവരാണ് നായാടികൾ. അവർ അതുമാത്രം തിന്ന് നഗരങ്ങളിൽ ജീവിച്ചിരിക്കാനുമിടയുണ്ട്. നഗരങ്ങൾ വളർന്നപ്പോൾ ചവറ്റുകൂനകൾ വളർന്നു. അവയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായി. അവരിലധികവും നായാടികളായിരിക്കാം. കുറെ കഴിഞ്ഞപ്പോൾ ചോറിൻ്റെ ഓർമ്മ വന്ന് ഞാൻ മടങ്ങി വന്നു. ബോധാനന്ദൻ എന്നെ പിന്നെയും കരമനയാറ്റിൽ കുളിപ്പിച്ചിട്ട് ഇലയിട്ട് ചോറ് വിളമ്പി തന്നു. ഏതാനും ദിവസങ്ങൾക്കകം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രനായി മാറി. കാരണം ഞാൻ പാട്ടുകൾ വളരെ വേഗം കാണാപാഠമാക്കി. എനിക്ക് പ്രജാനന്ദസ്വാമി ധർമ്മപാലൻ എന്നു പേരിട്ടു. പ്രാർത്ഥനായോഗത്തിൽ പ്രജാനന്ദസ്വാമി വന്നിരുന്നതും ബോധാനന്ദൻ എന്നോട് ധർമ്മ പാടിക്കോ എന്നു പറയും. ഞാൻ അത്യുച്ചത്തിൽ ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ എന്ന് പാടിത്തുടങ്ങും. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ അന്വേഷിച്ചു വന്നു. എന്നെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. ഇത്തവണ ഞാൻ വേഗം മടങ്ങിയെത്തി. ഇടയ്ക്കിടെ അമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി തുടങ്ങിയപ്പോൾ ബോധാനന്ദൻ തടഞ്ഞു. അമ്മ തൊഴുതുകൊണ്ട് സ്വാമി പുള്ളേക്കുട് സ്വാമി എന്ന് നിലവിളിച്ചുകൊണ്ട് ആശ്രമത്തിൻ്റെ പുറത്ത് പറമ്പിലിരിക്കും. എന്തു പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ല. ചോറ് കൊടുത്താലും അടുത്തേക്ക് വരില്ല. ദിവസങ്ങളോളം തൊഴുത കൈയോടെ പറമ്പിലിരിക്കും. ആ ഭാഗത്ത് ആര് നടന്നാലും സ്വാമി പുള്ളേക്കുട് സ്വാമി എന്ന് കരഞ്ഞു വിളിക്കും. അമ്മയ്ക്ക് ഒരുപാട് കുട്ടികൾ ജനിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും മരിച്ചു. ശേഷിച്ച കുട്ടി ഞാൻ മാത്രമാണ്. അമ്മയറിയാതെ എന്നെ പാലക്കാട് ഒരു സ്കൂളിലേക്ക് അയച്ചു. അവിടെ നിന്ന് ഞാൻ ആലുവയിലേക്ക് പോയി. ഏതാനും കൊല്ലം കൊണ്ട് ഞാൻ മാറി. എൻ്റെ കൈയും കാലും ഉറച്ചു. ചുരുണ്ട മുടിയും വലിയ പല്ലുകളും പരന്ന മൂക്കുമുള്ള ബലിഷ്ഠനായ കുള്ളനായ ചെറുപ്പക്കാരനായി ഞാൻ വളർന്നു. എന്നും എൻ്റെ ഒപ്പമുണ്ടായിരുന്ന വിശപ്പ് മാറി. വിശപ്പ് മുഴുവൻ പഠിത്തത്തിലായി. എത്ര പഠിച്ചാലും എനിക്ക് മതിവരില്ല. തിന്നും തിന്നും എന്ന് എൻ്റെ ഉള്ളിലെ കുട്ടി പുസ്തകങ്ങൾക്കായി കൈനീട്ടിക്കൊണ്ടേയിരുന്നു. സംഭാഷണം തീരെയില്ലാതായി. സ്കൂളിൽ എൻ്റെ പേര് മൂങ്ങ എന്നായിരുന്നു. കണ്ണു തുറന്നു പിടിച്ച് ക്ലാസ്സിൽ നിശബ്ദമായി കുത്തിയിരിക്കുന്ന കറുത്ത സത്വമായിരുന്നു അവർക്ക് ഞാൻ. ബോധാനന്ദൻ കോഴിക്കോട് കടപ്പുറത്ത് കോളറ പരന്നപ്പോൾ സേവനമനുഷ്ഠിക്കാൻ ചെന്ന് കോളറ വന്ന് മരിച്ചു. പ്രജാനന്ദൻ്റെ ആശ്രമം പതുക്കെ ചുരുങ്ങി വെറുമൊരു താമസ സ്ഥലമായി മാറി. പ്രജാനന്ദൻ്റെ ട്രസ്റ്റിൽ നിന്നും മാസം തോറും എനിക്ക് ചെറിയൊരു തുക വരുമായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിലുണ്ടായിരുന്ന ആദിവാസി കുട്ടികൾ എല്ലാവരും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരുന്നു. പഠിത്തം നിർത്തിയാൽ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ല. ഹോസ്റ്റലില്ലെങ്കിൽ അവർക്ക് പോകാൻ ഒരിടമുണ്ടായിരുന്നില്ല. ഹോസ്റ്റലിലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഹോസ്റ്റലിലുണ്ടായിരുന്ന ഏക നായാടി ഞാനായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പിച്ചക്കാരനല്ലാത്ത മറ്റൊരു നായാടിയെ കണ്ടിട്ടില്ല. ഹോസ്റ്റലിൽ എന്നോടൊപ്പം മുറി പങ്കിടാൻ ഒരു ആദിവാസിയും മുന്നോട്ട് വന്നില്ല. എനിക്ക് കക്കൂസ് ഉപയോഗിക്കാൻ അനുവാദമില്ലായിരുന്നു. വെളുപ്പാങ്കാലത്ത് തീവണ്ടിപ്പാളത്തിനടുത്ത് ചെന്നിരുന്ന് വേണം വെളിക്കിറങ്ങാൻ. മൂത്രമൊഴിക്കണമെങ്കിൽ പോലും പുറത്തുള്ള ചവറ്റുകൂനയിലേക്ക് പോകണം. എന്നോട് സംസാരിക്കുമ്പോൾ ആർക്കും ഒരു തരം അധികാരത്തിൻ്റെ സ്വരം ഉണ്ടായി വരും. അധികാരത്തിൻ്റെ മുന്നിൽ ഞാൻ എപ്പോഴും നിശബ്ദനായിരുന്നു. ആ നാളുകളിൽ ഞാൻ അമ്മയെ കണ്ടിട്ടേയില്ല. അമ്മയെപ്പറ്റി ഒരു ദിവസം പോലും ഓർത്തിട്ടുമില്ല. ഞാൻ ഒരു കറുത്ത ചെറിയ എലിയാണ്. എലിയുടെ ദേഹത്തിലും നോട്ടത്തിലും ചലനങ്ങളിലും ശബ്ദത്തിലും ഒക്കെ ഒരു ക്ഷമാപണമുണ്ട്. ഒന്ന് ജീവിച്ചോട്ടെ എന്ന മട്ടുണ്ട്. കാലുകൾക്ക് താഴെയാണ് അതിൻ്റെ ലോകം. ചവറുകളിലാണ് അതിൻ്റെ ജീവിതം. എലിയുടെ നട്ടെല്ല് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. നട്ടെല്ല് വളയ്ക്കേണ്ട കാര്യമില്ല, വളച്ചു തന്നെയാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. ഞാൻ MA എക്കണോമിക്സ് പൂർത്തിയാക്കിയപ്പോൾ പ്രജാനന്ദൻ എന്നെ കാണണമെന്ന് പറഞ്ഞയച്ചു. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി. അന്ന് അദ്ദേഹം ഏതാണ്ട് ഒറ്റയ്ക്കാണ്. ഈഴവർക്ക് മനസ്സിലാകുന്ന നാരായണഗുരുവല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്ന നാരായണഗുരു. ആശ്രമത്തിൽ 1-2 ആളുകളേയുള്ളൂ. 2-3 സായിപ്പന്മാരുണ്ടായിരുന്നു. ഞാൻ പ്രജാനന്ദനെ കാണുന്നത് ഒരുപാട് കാലം കഴിഞ്ഞായിരുന്നു. അദ്ദേഹം നന്നേ വയസ്സായി തളർന്നിരുന്നു. കൈയും കാലും മെലിഞ്ഞ് മാംസം തൂങ്ങിക്കിടന്നു. ഒരു സായിപ്പ് അദ്ദേഹത്തെ തൂക്കിയെടുത്തു കൊണ്ടുവന്ന് കസേരയിലിരുത്തി. അദ്ദേഹത്തിൻ്റെ തല വിറച്ചുകൊണ്ടിരുന്നു. മുടി പൂർണ്ണമായും പൊഴിഞ്ഞുപോയിരുന്നു. ശരീരം കൂനിയതുകൊണ്ട് മുഖം മുൻപോട്ട് തള്ളി നിന്നു. മൂക്ക് വായയിലേക്ക് മടങ്ങി. ചുണ്ടുകൾ അകത്തേക്ക് പതിഞ്ഞ്
അദ്ദേഹത്തിൻ്റെ വായ തീരെ കാണാനില്ലായിരുന്നു. വളർന്നുപോയിയല്ലേ എന്ന് പ്രജാനന്ദൻ ചോദിച്ചു. നന്നായി തമിഴ് ഭാഷ അറിയാം എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ട്. മിക്കവാറും തിരുവനന്തപുരത്തുകാർക്കുള്ള വിശ്വാസമാണത്. എല്ലാവരെയും പോലെ അദ്ദേഹം പറഞ്ഞത് 1-2 തമിഴ് വാക്കുകളുള്ള ഒരു മലയാളമായിരുന്നു. എന്നെ ഒരു തമിഴനായി അദ്ദേഹം മനസ്സിൽ ഭാവിച്ചിട്ടുണ്ടാവാം. ഞാനും എന്നെ പൂർണ്ണമായും കേരളത്തിൽ നിന്നും മലയാളത്തിൽ നിന്നും വേർപെടുത്തി കഴിഞ്ഞിരുന്നു. എൻ്റെ നിറവും ഉച്ചാരണവും എന്നെ തമിഴനോടാണ് കൂടുതൽ അടുപ്പിച്ചത്. പ്രജാനന്ദൻ്റെ തലയും കൈയും വിറച്ചുകൊണ്ടിരുന്നു. ഡിഗ്രി എപ്പോൾ കയ്യിൽ കിട്ടും എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ ജൂണിൽ കിട്ടും എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ് ഉദ്ദേശം? ഞാൻ ഒന്നും മിണ്ടാതെ നിന്നു. എനിക്കൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. നീ സിവിൽ സർവീസിലേക്ക് പോവുക എന്ന് സ്വാമി പറഞ്ഞു. അദ്ദേഹം കൈ പൊക്കിയപ്പോൾ സന്നിബാധ വന്നതുപോലെ കൈ ആടി. ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും വാക്കുകൾ വന്നില്ല. ക്ഷമിക്കണം ഗുരു എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ നാവിൽ ഇംഗ്ലീഷ് വരുന്നില്ല. പിന്നെ നീ എന്താണ് പഠിച്ചത്? നല്ല ഇംഗ്ലീഷ് പറയാത്തവൻ ആധുനിക മനുഷ്യനല്ല. ഇംഗ്ലീഷ് പറയാത്തോളം കാലം നീ വെറുമൊരു നായാടിയാണ്. അദ്ദേഹത്തിന് ശബ്ദമുയർത്തിയപ്പോൾ ശ്വാസം മുട്ടി. നാരായണ ഗുരുദേവൻ എല്ലാവരോടും ഇംഗ്ലീഷ് പഠിക്കാൻ പറഞ്ഞത് വെറുതെയല്ല. ഞാൻ വെറുതെ ഒന്ന് വണങ്ങി. ഇംഗ്ലീഷ് പഠിക്കുക, കഴിയുമെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം സംസ്കൃതവും പഠിക്കുക. സംസാരിച്ചതിൻ്റെ തളർച്ചയിൽ അദ്ദേഹം പുറകിലേക്ക് ചാഞ്ഞു. കൈകളുടെ വിറയൽ വല്ലാതെ കൂടി. 2 കൈകളെയും അദ്ദേഹം തുടയുടെ താഴെ വെച്ചു. അപ്പോൾ 2 കൈമുട്ടുകളും വിറച്ചു. നീ സിവിൽ സർവീസ് എഴുതിക്കോ. വെറുതെ അങ്ങ് ജയിച്ചാൽ പോരാ, റാങ്ക് വേണം. നിന്റെ ഉത്തരക്കടലാസിലേക്ക് ഒരാളും സാധാരണയായി കുനിഞ്ഞു നോക്കാൻ പാടില്ല. ഞാൻ ശരി എന്നു മാത്രം പറഞ്ഞു. ഞാൻ ജെയിംസിനോട് പറഞ്ഞിട്ടുണ്ട്, ട്രസ്റ്റിൽ നിന്ന് 4 കൊല്ലം ചെറിയൊരു തുക കിട്ടും. ഞാൻ ഉറച്ച ശബ്ദത്തിൽ 4 കൊല്ലം വേണ്ട, 2 കൊല്ലം മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി സ്വാമി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. അതേ എന്ന് തലയാട്ടിയതിന് ശേഷം അടുത്തേക്ക് വരൂ എന്നതുപോലെ അദ്ദേഹം വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ മെലിഞ്ഞ കൈ നീട്ടി എന്നെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കൈ ഒരു മുതിർന്ന പക്ഷിയുടെ തൂവൽ പൊഴിഞ്ഞ ചിറകുമാതിരി എൻ്റെ തോളിലിരുന്ന് നടുങ്ങി. എൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് തോളോട് ചേർത്ത് അദ്ദേഹം നന്നായി വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മുട്ടിലിരുന്ന് അദ്ദേഹത്തിൻ്റെ മടിയിൽ തലവെച്ചു. എനിക്ക് കരയണമെന്ന് തോന്നി. വിറയ്ക്കുന്ന ശബ്ദത്തിൽ സ്വാമി പറഞ്ഞു, ധൈര്യം വേണം, ഒടുങ്ങാത്ത ധൈര്യം വേണം. ഒരുപാട് കൊല്ലം ഓടിയതല്ലേ, ഇനിയൊന്നിരിക്കണം. ഞാൻ കരഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മടിയിൽ എൻ്റെ കണ്ണുനീർത്തുള്ളികൾ പൊഴിഞ്ഞു. അദ്ദേഹം കൈകൊണ്ട് എൻ്റെ കാതുകൾ ഒന്ന് പിടിച്ചു വലിച്ചു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പലപ്പോഴും എന്നോട് അദ്ദേഹം അങ്ങനെ കളിച്ചിട്ടുണ്ട്. അമ്മയെ വിടരുത് കേട്ടോ, അവളെ ഒപ്പം കൂട്ടിക്കോ, എന്തു വന്നാലും അവളെ വിട്ടുകളയരുത്. അവൾക്ക് നാം 2 ആളും ഇതുവരെ ചെയ്തതു മുഴുവൻ കൊടിയ പാപമാണ്. അവൾ ഒന്നുമറിയാത്ത കാട്ടുമൃഗം പോലെയാണ്. മൃഗങ്ങളുടെ ദുഃഖത്തെ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ ആഴം അഗാധമാണ്. നീ അമ്മയോട് പ്രായശ്ചിത്തം ചെയ്യണം. ഞാൻ നെടുവീർപ്പിട്ട് കണ്ണുകൾ തൂത്തു. ഞാൻ അധികമുണ്ടാവില്ല. ഗുരുപാദം ചേരാൻ ഇനി ദിവസങ്ങൾ മാത്രമേയുള്ളൂ. ഞാൻ ഞെട്ടി. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു വികാരവുമില്ല. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു ശിലയായി മാറിക്കഴിഞ്ഞു എന്നെനിക്ക് തോന്നി. അന്നു മുഴുവൻ അമ്മയെ തേടി തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ അലഞ്ഞു തിരിഞ്ഞു. അമ്മയെ എളുപ്പം കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു നായാടിയോട് ചോദിച്ചാൽ മതി. പക്ഷേ കണ്ടുപിടിച്ച് എന്തു ചെയ്യും എന്ന് തോന്നിപ്പോയി. മനസ്സ് കുതിര പോലെ പാഞ്ഞ് ഓടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ കഴിഞ്ഞില്ല. രാത്രി മുഴുവൻ ഞാൻ നഗരത്തിൽ നടന്നുകൊണ്ടിരുന്നു. ഇരുട്ടിൽ ചെറിയ അനക്കമായി കണ്ണിൽപ്പെട്ട ഓരോ ശരീരവും എന്നെ ഞെട്ടിച്ചു. കൈക്കുഞ്ഞുമായി ഒരുത്തി തമ്പാനൂരിൻ്റെ ഒത്ത നടുക്ക് അഴുക്കുചാലിൻ്റെ ഉള്ളിലെ ഈർപ്പമില്ലാത്ത സ്ഥലത്ത് കിടക്കുകയായിരുന്നു. കുട്ടി നിവർന്നു മിന്നുന്ന കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കി. ഞാൻ അതിൻ്റെ കണ്ണുകളിലേക്ക് ഹൃദയമിടിപ്പോടെ നോക്കി. പുലർന്നതിന് ശേഷം ഞാൻ പാലക്കാടേക്ക് പോയി. അവിടുന്ന് ചെന്നൈ. പരീക്ഷ കഴിഞ്ഞ് കാത്തിരിക്കുന്ന ദിവസങ്ങളിലൊന്നിൽ പെട്ടെന്ന് സ്വാമി പറഞ്ഞ വാക്കുകൾ മലവെള്ളം പോലെ വന്ന് എന്നെ മുട്ടി. ഒറ്റ വാക്കിനും എനിക്ക് അർത്ഥമറിയില്ല എന്ന് തോന്നിപ്പോയി. അമ്മയ്ക്ക് ഞാൻ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യുക? അമ്മ ദിവസം തോറും മാസക്കണക്കിൽ കൊല്ലങ്ങളോളം ആശ്രമത്തിൻ്റെ വാതുക്കൽ കുറ്റിക്കാട്ടിനുള്ളിൽ വന്നിരുന്ന് കരഞ്ഞിട്ടുണ്ടാവും. ചാമി പുള്ളയേത്താ ചാമി, ചാമി ചെത്തിരുവേൻ ചാമി എന്നു പറഞ്ഞുകൊണ്ടേയിരുന്നിരിക്കും. ഒരിക്കലും അണയാത്ത ദുഃഖത്തോടെ ഇപ്പോഴും തിരയുന്നുണ്ടാവും.
ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഇരുന്ന് തലമുടി അഴിച്ചിട്ട് എനിക്ക് മോനെ കാപ്പ മക്ക കാപ്പ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടാവും. ഒരാൾക്കും അമ്മയോട് ഒന്നും അങ്ങോട്ട് പറയാനാവില്ല. പക്ഷേ എനിക്കെന്താണ് ചെയ്യാനാവുക? എത്ര വലിയ ഭാരമാണ് എൻ്റെ മീതെ സ്വാമി പൊക്കി വച്ചിരിക്കുന്നത്. ജയമോഹൻ രചിച്ച നോവൽ 100 സിംഹാസനങ്ങൾ. വായിക്കുന്നത് ഹിത വേണുഗോപാലൻ. ഈ അവതരണം ക്രിയേറ്റീവ് കോമൺസ് ആട്രിബ്യൂഷൻ ഷെയർ അലൈക്ക് 4.0 ഇൻ്റർനാഷണൽ ലൈസൻസ് പ്രകാരം ലഭ്യമാക്കിയിരിക്കുന്നു. അധ്യായം 3. ഞാൻ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന ദിവസമാണ് തിരുവനന്തപുരത്ത് സ്വാമി സമാധിയായ വാർത്ത വന്നത്. അദ്ദേഹം എന്നോട്, എൻ്റെ മരണവാർത്ത കേട്ട് നീ വരേണ്ടതില്ല, എൻ്റെയും നിൻ്റെയും ഒടുവിലത്തെ കാണലായത്, നമ്മുടെ ഭാഗങ്ങൾ നാം ഏതാണ്ട് പൂർത്തിയാക്കി എന്ന് പറഞ്ഞതിലുണ്ടായ ആഴത്തെയോർത്ത് ഞാൻ ഞെട്ടി. പ്രായമേറി ശരീരം കുറുകിയപ്പോൾ വാക്കുകളും കുറുകിയതുപോലെ. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കിനെയും അക്ഷരങ്ങളായി പോലും വേർതിരിച്ച് അർത്ഥം കാണാൻ ശ്രമിക്കുകയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് എന്നും എൻ്റെ ആഴത്തിലുള്ള ഒരു പ്രവൃത്തിയായി തീർന്നു അത്. മധുരയിലായിരുന്നു എനിക്ക് ആദ്യത്തെ പണി. പോലീസിൻ്റെ സഹായത്തോടെ ഞാൻ 2 ദിവസത്തിനുള്ളിൽ അമ്മയെ തേടിപ്പിടിച്ചു. പോലീസ് ജീപ്പിൻ്റെ പിന്നിലിരുന്ന് നിലവിളിച്ചു കൊണ്ടുവന്ന ആ പരട്ട കിഴവിയാണ് എൻ്റെ അമ്മ എന്ന് കണ്ട ആ ക്ഷണം എൻ്റെ ഉള്ളിൽ മുളച്ച വെറുപ്പിനെ ജയിക്കാൻ ഞാൻ സർവ്വശക്തിയുമെടുത്ത് പൊരുതേണ്ടി വന്നു. പൊറ്റ പിടിച്ച ദേഹവും മെലിഞ്ഞൊട്ടിയ മുഖവും ദ്രവിച്ച വസ്ത്രങ്ങളുമായി തൊഴുതുകൊണ്ട് കണ്ണീരോടെ കുത്തിയിരുന്ന അമ്മയെ ലാത്തികൊണ്ട് ഓങ്ങിയടിച്ച് "ഇറങ്ങടി ശവമേ" എന്ന് കോൺസ്റ്റബിൾ ഉത്തരവിട്ടു. അവൾ "വേണ്ട തമ്പ്ര, ഒന്നും പണ്ണല്ല തമ്പ്ര, ഒന്നും പണ്ണല്ല അടിയാത്തി പൊന്നു തമ്പ്ര" എന്ന് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു. 2 കൈകൊണ്ടും ജീപ്പിൻ്റെ കമ്പിയിൽ മുറുകെ പിടിച്ചു. "വലിച്ച് താഴെ ഇറക്കടോ" എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. "ഇതാണോ സർ അക്യൂസ്ഡ്? കണ്ടാലറിയാമോ, ഇവള് ഒരു ശവമാ, പിച്ചക്കാരി. ക്രൈമൊന്നും ഇവറ്റകൾ ചെയ്യൂല." ഞാൻ തലയാട്ടിയപ്പോൾ 2 കോൺസ്റ്റബിൾമാർ അവളെ കൊണ്ടുവന്ന് എൻ്റെ ബംഗ്ലാവിൻ്റെ മുന്നിലിട്ടു. അവൾ ഇഴഞ്ഞ് പൂന്തോട്ടുകളുടെ പിന്നിൽ ഒളിച്ചു. ഒരു ജന്മവാസന എന്ന പോലെ ഇലകൾക്ക് നടുവിൽ അവൾ ഒളിച്ചതിലുണ്ടായ ആ സ്വാഭാവികമായ ചലനത്തെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്നിലുമുണ്ടായിരുന്നു അത്. ഞാനും ഒരാപത്തുകാലത്ത് വളരെ വിദഗ്ധമായി ഇലകളിൽ ഒളിക്കും. ഭയന്ന നായ പോലെ കൈവിറച്ചുകൊണ്ട് അവൾ അവിടെ ഇരുന്നു. "ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ പോയിക്കോളൂ." അവർ പോയപ്പോൾ ഞാനാണ് അധികാരി എന്നവൾക്ക് മനസ്സിലായി. എന്നെ നോക്കി കൈകൂപ്പി "തമ്പ്ര, കൊല്ലാതെ തമ്പ്ര, കൊല്ലാതെ തമ്പ്ര" എന്ന് കരഞ്ഞു. അവരൊക്കെ പോയതിനു ശേഷം ഞാൻ മെല്ലെ അമ്മയുടെ അടുത്തിരുന്നു. അവൾ വിറച്ചുകൊണ്ട് പൂന്തൊട്ടികളുടെ പിന്നിലേക്ക് കൂടുതൽ നീങ്ങി. "അമ്മേ, ഇത് ഞാനാണ് കാപ്പൻ." അമ്മ കണ്ണുനീരോടെ "തമ്പ്ര, തമ്പ്ര" എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അവളുടെ കയ്യിൽ തൊട്ടു. "അമ്മേ, ഇത് ഞാനാ കാപ്പൻ, നിന്റെ മോനാ, കാപ്പനാണിത്." അവൾ ശരീരം നന്നായി ചുരുട്ടി "തമ്പ്ര, പൊന്നു തമ്പ്ര" എന്ന് കരഞ്ഞുകൊണ്ട് കണ്ണുകൾ മുറുക്കിയടച്ചു. ഞാൻ എഴുന്നേറ്റു. അവളുടെ മോനായി ഞാനുണ്ടായിരുന്ന കാലഘട്ടം ഞാൻ ഓർത്തു. അവൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഒന്നു മാത്രമാണ്. അന്നെനിക്കും ആ ഭാഷ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഞാൻ പണിക്കാരനോട് അമ്മയ്ക്ക് ചോറ് കൊടുക്കാൻ പറഞ്ഞു. ഒരു വലിയ ഇല കൊണ്ടുവന്ന് അമ്മയുടെ മുന്നിൽ അവൻ വിരിച്ചപ്പോൾ അമ്മ ഞെട്ടി, നിവർന്നു നോക്കി. അതിൽ ചോറ് കുമിച്ചിട്ടപ്പോൾ ഭീതിയോടെ എന്നെ നോക്കി. "കഴിച്ചോളൂ" എന്ന് ഞാൻ പറഞ്ഞതും വലിയ ഉരുളകളായി വാരി വാരി തിന്നു തുടങ്ങി. പിന്നെ പെട്ടെന്ന് ഇലയോടെ ചോറുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. "ഇരുന്ന് ഉണ്ടോളൂ" എന്ന് ഞാൻ പറഞ്ഞു. അമ്മ പിന്നെയും എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ എന്ന് ഞാൻ ഒച്ചയുണ്ടാക്കി. അമ്മ ഭയത്തോടെ ഇരുന്നുണ്ടു. പിന്നെ ചോറും അവളും വേറെയല്ലാതായി. ഒരു മൃഗവും ഇത്ര വൃത്തികേടായി ഭക്ഷണം കഴിക്കില്ല എന്ന് തോന്നി. കാരണം മൃഗം ഒരിക്കലും ഇത്രയും വിശപ്പ് അറിഞ്ഞിട്ടുണ്ടാവില്ല. മൃഗങ്ങൾക്ക് വർത്തമാനകാലത്തിൻ്റെ വിശപ്പ് മാത്രമേയുള്ളൂ. ഊണു കഴിച്ചപ്പോൾ അമ്മ ശാന്തയായി. അവൾക്ക് എൻ്റെ സ്നേഹം മനസ്സിലായി. എന്നെ നോക്കി കറുത്ത പല്ലുകൾ കാട്ടി ചിരിച്ചു. ഞാൻ അമ്മയുടെ അടുത്ത് ഇരുന്ന് "അമ്മേ, ഇത് ഞാനാണ് കാപ്പൻ, നിന്റെ മോൻ" എന്ന് പറഞ്ഞു. "ശരി" എന്ന് തലയാട്ടി അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കി. അമ്മയുടെ മുഖത്തേക്ക് എൻ്റെ മുഖത്തെ അടുപ്പിച്ച് ഞാൻ പിന്നെയും പറഞ്ഞു "അമ്മേ, ഇത് ഞാനാണ് കാപ്പൻ." അമ്മ പുറത്തേക്കുള്ള വഴി മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ അമ്മയുടെ കറുത്ത കൈ പിടിച്ച് എൻ്റെ മുഖത്ത് വെച്ചു. ആ കൈകൊണ്ട് എൻ്റെ മുഖം തലോടിച്ചു. "അമ്മേ, ഞാൻ കാപ്പനാ." കൈ പിൻവലിച്ച അമ്മ പെട്ടെന്ന് ഞെട്ടി. എൻ്റെ മുഖത്ത് വിറയ്ക്കുന്ന കൈകൊണ്ട് തൊട്ടു. പിന്നെ എൻ്റെ മുഖത്തിലെ പാടുകളിൽ
അവളുടെ ചുരുണ്ട നഖമുള്ള കൈകൾ പരതിയോടി. നായാടികൾ പരസ്പരം അറിയുന്നത് പാടുകളിലും വ്രണങ്ങളിലും കൂടിയാണ് എന്ന് എനിക്കപ്പോഴാണ് മനസ്സിലായത്. അതെ, എൻ്റെ പാടുകളും വ്രണങ്ങളും മാത്രമല്ല ഞാൻ. പെട്ടെന്ന് അമ്മ ലേ കാപ്പ എന്ന് നിലവിളിച്ച് പാഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. കരടി പിടിച്ചതുപോലെ, ചെളിവെള്ളത്തിൽ വീണ് ശ്വാസം മുട്ടുന്നതുപോലെ, മണ്ണിൻ്റെ ആഴത്തിൽ താഴ്ന്നുപോയതുപോലെ, ദ്രവിച്ച് ദേഹം നശിച്ചതുപോലെ. അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ തല സ്വന്തം മാറിൽ ചേർത്ത് എൻ്റെ പിൻതലയിൽ കൈകൊണ്ട് ആഞ്ഞടിച്ച് കാപ്പ കാപ്പ എന്ന് അലമുറയിട്ടു. അവൾ എന്നെ ആക്രമിക്കുകയാണ് എന്ന് കരുതി പണിക്കാരൻ ഓടി സഹായിക്കാൻ വന്നു. ഞാനും കരയുന്നത് കണ്ട് അവൻ പകച്ചു നിന്നു. ഞാൻ അവനോട് മാറിപ്പോകാൻ ആംഗ്യം കാട്ടി. അമ്മ എൻ്റെ കൈപിടിച്ച് സ്വന്തം മുഖത്തടിച്ചു. കൈകൊണ്ടും കാലുകൊണ്ടും എന്നെ മുറുകെ പിടിച്ചു. എൻ്റെ ദേഹത്തെ ഒരു പച്ചില പോലെ കശക്കി തൻ്റെ ദേഹത്തിൽ പുരട്ടാൻ വെമ്പുന്നതുപോലെ. കഴുത്ത് ഇറക്കിയ ആടിൻ്റെ ഒച്ചയിലായിരുന്നു അമ്മയുടെ കരച്ചിൽ. എൻ്റെ കവിളു രണ്ടും അമ്മ കടിച്ചു പൊട്ടിച്ചു. മൂക്കിലും വായിലും കണ്ണിലും നിന്നു ഉറവയെടുത്ത ജലം കൊണ്ട് എൻ്റെ മുഖവും തോളും ഷർട്ടും ഒക്കെ ഈറനാക്കി. ഞാൻ കീഴടങ്ങി അവിടെ കിടന്നുപോയി. സുഹൃത്തായ ഒരു വന്യമൃഗം എന്നെ ബാക്കി വയ്ക്കാതെ തിന്നു തീർത്തതുപോലെ. പുറത്ത് സംഭാഷണം കേട്ട് ഞാൻ എഴുന്നേറ്റു. സുധയും ഡോക്ടർ ഇന്ദിരയുമാണ്. ഡോക്ടർ എന്നോട് നൗ ഐ ഗോട്ട് ഇറ്റ്, എനിക്ക് അപ്പോൾ തന്നെ ചെറിയൊരു സംശയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്തിനെ പറ്റിയാണെന്ന് മനസ്സിലായില്ല. ഡോക്ടർ അമ്മയെ പരിശോധിക്കുമ്പോൾ ഞാൻ സുധയെ നോക്കി. അവളുടെ മുഖം വളരെ സാധാരണമായിരുന്നു. ഡോക്ടർ ഒരു മാറ്റവുമില്ല, നോക്കാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റു. സുധയോട് കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി. സുധ മീറ്റിംഗ് ഒന്നുമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. നിനക്ക് എന്ന് കുറെ കഴിഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ മിനിസ്റ്റർ വന്നില്ല എന്ന് സുധ പറഞ്ഞു. പിന്നെയും ഏതാനും നിമിഷത്തേക്ക് നിശബ്ദത. സുധ അമ്മയെ നോക്കുന്നതിനെ ഒഴിവാക്കുന്നതായി തോന്നി. ചെറിയൊരു നെടുവീർപ്പോടെ സുധ മൗനത്തെ പൊട്ടിച്ചു. ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഓഫീസിലേക്ക് പൊക്കോളൂ. ഞാൻ മിണ്ടിയില്ല. വെറുതെ ഗോസിപ്പ് ഉണ്ടാകണ്ട, പോകാനാ പറഞ്ഞത്. ഞാൻ പറ്റില്ല എന്ന് തലയാട്ടി. ഇവിടെ ഇരുന്ന് എന്തെടുക്കാനാണ്? നിങ്ങളുടെ സ്റ്റേറ്റസ് ഉള്ള ഒരാൾ ഇവിടെ ഇരിക്കുന്നത് അവർക്കും വളരെ ബുദ്ധിമുട്ടാ. ഞാൻ ശരി എന്ന് പറഞ്ഞു. ലിസൺ, ഞാൻ തറപ്പിച്ച് ശരി എന്ന് പറഞ്ഞപ്പോൾ സുധ ചുവന്ന മുഖത്തോടെ ഡോണ്ട് ബി റിഡിക്കുലസ് എന്ന് പറഞ്ഞു. ഞാൻ മുഖം തിരിച്ചു കളഞ്ഞു. സുധ അമ്മയുടെ അടുത്ത് ചെന്ന് കുനിഞ്ഞു നോക്കി. പുവർ ലേഡി, റിയലി ഐ കാൺ അണ്ടർസ്റ്റാൻഡ് ഹെർ, റിയലി എന്ന് സ്വയം എന്നവണ്ണം പറഞ്ഞു. ആൻഡ് ഓൾ ദറ്റ് ഫസ് ഷീ മെയ്ഡ്, മൈ ഗോഡ്. സാരി നേരെയാക്കി എന്നോട് നൗ ഐ എം ലീവിങ്. എനിക്കിന്ന് മുനിസിപ്പൽ ഓഫീസിൽ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. നമുക്ക് വൈകുന്നേരം കാണാം. എന്തെങ്കിലും വാർത്തയുണ്ടെങ്കിൽ അറിയിക്കുക എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ഏതാനും നിമിഷം കഴിഞ്ഞ് ഞാനും പുറത്തേക്ക് പോയി. ഓഫീസിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കഴിഞ്ഞില്ല. നേരെ തിരുവനന്തപുരം പാതയിൽ പോയി. പാർവതിപുരം കഴിഞ്ഞ് വയലുകളും മലകളും വന്നു തുടങ്ങിയപ്പോൾ എൻ്റെ ചുമലുകളിലെ മുറുക്കം ഒന്നയഞ്ഞു. പെട്ടെന്ന് തോന്നി ഒന്ന് തിരുവനന്തപുരത്തേക്ക് പോയാലെന്ത് എന്ന്. അവിടെ എനിക്കാരുമില്ല. എനിക്ക് കേരളത്തിനോട് ഒരു വെറുപ്പോ അകൽച്ചയോ ഉണ്ട്. എന്നെപ്പോലൊരു കറുത്ത മനുഷ്യന് അവിടെ സ്ഥാനമില്ല എന്ന ചിന്ത. അവിടെയുള്ളവരുടെ മട്ടിലും ഭാവത്തിലുമുള്ള ധിക്കാരം എനിക്ക് എൻ്റെ നേർക്കുള്ള അധികാരമായിട്ട് മാത്രമേ തോന്നാറുള്ളൂ. മഞ്ഞയുടുത്ത് കണ്ണാടിപ്പെട്ടിക്കുള്ളിൽ ഇരിക്കുന്ന നാരായണ ഗുരുവിൻ്റെ പ്രതിമ എന്നോട് മാറിപ്പോടാ എന്ന് പറയുന്നത് പോലെ. പ്രജാനന്ദൻ്റെ സമാധി അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബ ശ്മശാനത്തിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഒരിക്കൽ മാത്രമാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. ആരും ശ്രദ്ധിക്കാതെ കാടുപിടിച്ച് കിടക്കുന്ന ഒരു കറുത്ത കൽവിളക്ക്, അതിൻ്റെ ചുറ്റും ചെങ്കൽപീഠം, ചുറ്റും തെങ്ങും മരച്ചീനിയും കാച്ചിലും കാടായി കിടന്നിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നതിന് തന്നെ ഇന്ന് രേഖകളില്ല. എന്നെപ്പോലെ ചിലരുടെ ഓർമ്മകളുണ്ടാകാം. കുമാരകോവിലിൻ്റെ പാത വന്നപ്പോൾ ഞാൻ കാർ അങ്ങോട്ട് തിരിച്ചു. കോവിലിൽ കയറാതെ കുളത്തിൻ്റെ കരയിലേക്ക് പോയി അവിടെ കാർ നിർത്തി ഇറങ്ങി. വെള്ളം നിറച്ചുണ്ടായിരുന്നു. പടികളിൽ ഞാനിരുന്നു. ഒറ്റപ്പെട്ട ചിത്രങ്ങളായി മനസ്സ് ഓടുകയായിരുന്നു. സിഗരറ്റ് തേടി നോക്കി. ഷർട്ടിലില്ല. കാറിലേക്ക് പോകാനും മടി തോന്നി. എൻ്റെ ഉള്ളിലെ ചിത്രങ്ങൾ മുഴുവൻ അമ്മയുടെ മുഖങ്ങളാണെന്ന് ഞാൻ കുറെ കഴിഞ്ഞാണ് ശ്രദ്ധിച്ചത്. പണി കിട്ടിയതിന് ശേഷം ഞാൻ അമ്മയെ കാണുന്നത് വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അമ്മയുടെ മുഖം മറ്റൊന്നാണ്. അത് വേറെ വേറെ മുഖങ്ങളോട് ചേർന്ന് വളരുകയായിരുന്നു. അമ്മ എൻ്റെ ബോധത്തിൽ വലിയൊരു അമ്മപ്പന്നി പോലെയായിരുന്നു. ശക്തമായ നടത്തവും ക്രൂരമായ പല്ലുകളും മദം പടർന്ന കണ്ണുകളുമുള്ളവൾ, വരാഹി. നേരിൽ കണ്ട അമ്മ മറ്റൊരു സ്ത്രീയായിരുന്നു, തികച്ചും മറ്റൊരാൾ.
പക്ഷേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതാണ് അമ്മ എന്ന്. അമ്മയും എന്നെ അങ്ങനെ ഞെട്ടലോടെ അറിയുകയായിരുന്നു. അമ്മയ്ക്ക് ആ ഞെട്ടൽ താങ്ങാനായില്ല. എന്തൊക്കെയോ പുലമ്പി. ഒരിടത്തും ഇരിക്കാനാവാതെ അവിടെ എങ്ങും ഓടി നടന്നു. പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട് മാറത്തടിച്ച് കരഞ്ഞു. ഓടിവന്ന് എൻ്റെ തലമുടി പിടിച്ചു കുലുക്കിയിട്ട് ബോധം കെട്ട് നിലത്തു വീണു. ഞാൻ പണിക്കാരനോട് ബ്രാൻഡി കൊണ്ടുവരാൻ പറഞ്ഞു കുടിപ്പിച്ചു. അമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ പണിക്കാരനെ പറഞ്ഞയച്ച് നല്ല ചേലയും ജമ്പറും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ അമ്മ പുതിയൊരു സ്ത്രീയായി മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ മോഹിച്ചു. അന്ന് രാത്രി മുഴുവൻ ഞാൻ കണ്ട വൃഥാസ്വപ്നങ്ങളെ ഇന്നോർത്താലും എൻ്റെ ദേഹം ലജ്ജ കൊണ്ട് ചുരുങ്ങിപ്പോകും. അമ്മ ആ വസ്ത്രങ്ങൾ ധരിക്കാൻ ഒട്ടും സമ്മതിച്ചില്ല. പകരം ഞാൻ എൻ്റെ ഷർട്ടൊക്കെ ഊരിയിട്ട് തൻ്റെയൊപ്പം ഇറങ്ങി വരണമെന്ന് ശഠിച്ചു. നായാടിക്ക് എതുക്കുടെ തമ്പ്രാൻ കളസം, ഉണരിയിടുടെ വേണ്ടാണ്ടെ ഊരിയിട്ടുടുടെ ഊരുടെ മക്ക എന്ന് എൻ്റെ ഷർട്ട് പിടിച്ച് ചീന്തിക്കളയാൻ ശ്രമിച്ചു. കുട്ടിയുടെ മീതെ ഒരു അന്യവസ്തു ഒട്ടിക്കിടക്കുന്നത് കണ്ട അമ്മ പന്നിയെപ്പോലെ എന്നെ എൻ്റെ വസ്ത്രങ്ങളിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ ശ്രമിച്ചു. എനിക്ക് അവളോട് ഒന്നും പറയാൻ പറ്റിയില്ല. വാക്കുകൾ മനസ്സിലാക്കുന്ന സ്ഥിതിയിൽ അവൾ ഉണ്ടായിരുന്നില്ല. അവൾക്ക് മടക്കി കിട്ടിയ കുട്ടിയോടൊപ്പം തിരുവനന്തപുരത്തെ ചവറ്റുകൂനകളിലേക്ക് മടങ്ങാനാണ് അമ്മ ശ്രമിച്ചത്. ഞാൻ കസേരയിലിരിക്കുന്നത് കണ്ട് അമ്മ ഞെട്ടി വിറങ്ങലിച്ചു പോയി. നീ തമ്പ്രാൻ കസേരയിലെ ഇരിപ്പിയാടാ, അയ്യോ അയ്യോ എന്ന് നിലവിളിച്ചു. എഴിടെ എഴിടെ മക്ക, കൊന്നിടുവാരടെ എന്ന് മാറിലടിച്ച് നിലവിളിച്ചു. 20 കൊല്ലം പിറകിലേക്ക് നീങ്ങി അവളെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഓവുചാലിൽ നിന്ന് പുറത്തേക്ക് വന്ന നായാടിക്ക് കല്ലേറു മാത്രമല്ലേ കിട്ടുക? അവന് ഒരു കസേര എന്നാൽ എന്താണ്? ക്രൂരമായ മൃഗം, രക്തം ഇറ്റിക്കുന്ന കൊലപീഠം. അമ്മയെ കുടിപ്പിച്ച് ബോധമില്ലാതാക്കി എൻ്റെയൊപ്പം മധുരയിലേക്ക് കൊണ്ടുപോയി. എന്നോടൊപ്പം അമ്മ ഉണ്ടായിരുന്നത് വെറും 12 ദിവസങ്ങൾ മാത്രമായിരുന്നു. കൂട്ടിലിട്ട വന്യമൃഗം പോലെ അമ്മ മുട്ടി ചുറ്റി വന്നു. അവളെ പുറത്തേക്ക് വിടരുതെന്നും പറഞ്ഞ് ഞാൻ കാവൽ നിർത്തി ഗേറ്റും പൂട്ടിവച്ചു. എങ്കിലും 2 തവണ അമ്മ രക്ഷപ്പെട്ടോടി. ഞാൻ പോലീസിനെ അയച്ച് അവളെ പിടിച്ചുകൊണ്ടുവന്നു. അമ്മയ്ക്ക് വീട്ടിലിരിക്കാനേ കഴിഞ്ഞില്ല. ചോറൊഴിച്ച് വീട്ടിൽ ഒന്നിലും അമ്മയ്ക്ക് താല്പര്യമുണ്ടായില്ല. എന്നെ കാണാത്തപ്പോൾ അമ്മ എൻ്റെ പേര് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വീട് മുഴുവൻ ചുറ്റിയലഞ്ഞു കരഞ്ഞു. പൂട്ടിയ കതകുകളിൽ ഭ്രാന്തമായി തട്ടി അലമുറയിട്ടു. എന്നെ കണ്ടതും ഷർട്ടൂരിയിട്ട് അവളുടെ ഒപ്പം വരാൻ പറഞ്ഞു കരഞ്ഞു. കസേരയിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഞാൻ കസേരയിൽ ഇരിക്കുന്നത് കണ്ടാൽ അവളുടെ ദേഹം സന്നിബാധയേറ്റതുപോലെ വിറച്ചു തുള്ളും. തൻ്റെ ഷർട്ടിട്ട രൂപം അവളെ ഭയപ്പെടുത്തി. ആദ്യം അവൾ ഓടിച്ചെന്ന് വല്ല മൂലയിലും കയറി ഒളിക്കും. ഞാൻ ചെന്ന് അവളുടെ ചുമലിൽ തൊട്ടാൽ തൊടലിലൂടെ എന്നെ മനസ്സിലാക്കി നിലവിളിച്ചു തുടങ്ങും. കാപ്പ മക്കളെ, കസേര വേണ്ട, കളസം വേണ്ട. 12ാമത്തെ ദിവസമാണ് അമ്മ 4-5 ദിവസം കാണാതായത്. എനിക്ക് ഉള്ളിൽ ഒരു സമാധാനമാണുണ്ടായത്. അമ്മയെ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. ആരോട് ചോദിച്ചാലും അമ്മയെ എവിടെയെങ്കിലും പൂട്ടിയിടാമെന്നോ വല്ല സ്ഥാപനത്തിലേക്കും അയക്കാമെന്നോ മാത്രമാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അമ്മ സ്വന്തം ലോകത്ത് എങ്ങനെ കഴിയും എന്നറിയാം. ചവറും ചീയലും തിന്ന് തെരുവുകളിൽ ഉറങ്ങിയലയുന്ന അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ഉണ്ട്. അവർക്ക് വേണ്ടപ്പെട്ടവർ ഉണ്ട്, ശത്രുക്കൾ ഉണ്ട്, ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളുമുണ്ട്. അത് വേറെയൊരു സമൂഹം, പെരിച്ചാഴികളെപ്പോലെ. നമ്മുടെ കാലിനു താഴെ വളരെ വലിയ ഒരു ജീവിത വലയാണത്. അമ്മ തിരുവനന്തപുരത്ത് എത്തി എന്ന് ഞാൻ ഉറപ്പാക്കി. അത്രയും ദൂരം എങ്ങനെ അമ്മ പോയി എന്നതിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അവർക്ക് സ്വന്തമായ വഴികളും വഴിത്തുണകളുമുണ്ട്. ഞാൻ അമ്മയെ എൻ്റെ ഓർമ്മകളിൽ നിന്ന് മായിച്ചു കളഞ്ഞു. അന്ന് ഉദ്യോഗത്തിൽ ഞാൻ ഓരോ ദിവസവും വെല്ലുവിളികൾ നേരിടുകയായിരുന്നു. ഒറ്റ കൊല്ലം കൊണ്ട് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും പൊലിഞ്ഞു. അധികാരമെന്ന യന്ത്രത്തിൽ ഞാനൊരംഗമായില്ല. അതിൽ ഒട്ടിയിരിക്കുന്ന ആവശ്യമില്ലാത്ത ഒരു സ്റ്റിക്കർ മാത്രമായിരുന്നു. അധികാരമെന്നത് എന്നും ഒരു കൂട്ടുപ്രവൃത്തിയാണ്. പക്ഷേ ഓരോ അധികാരിയും താനാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന് കരുതും. നിങ്ങൾ ഭരിക്കുന്നയാൾ ഭരിക്കപ്പെടാൻ സ്വയം സമ്മതിക്കണം. ആ നാടകത്തിൽ തൻ്റെ റോൾ എന്താണെന്ന് അവൻ അറിഞ്ഞു നിന്നു തരണം. അതിനയാൾക്ക് ഭീഷണിയോ നിർബന്ധമോ ആവശ്യമോ ഉണ്ടായിരിക്കണം. അധികാരത്തിൻ്റെ ആ മഹാനാടകത്തിൽ സ്വന്തം റോൾ മനസ്സിലാക്കി അതിനെ കൃത്യമായി ചെയ്യുമ്പോൾ മാത്രമാണ് അധികാരിക്ക് അധികാരം കൈവരുന്നത്. ഒറ്റയ്ക്കാവുമ്പോൾ അവന് ഒന്നും കയ്യിലുണ്ടാവില്ല. അവൻ്റെ അഗ്നിയിൽ ചൂടുണ്ടാവില്ല. ആയുധങ്ങളിൽ മൂർച്ചയുണ്ടാവില്ല.
ഭരണത്തിൽ ഇടപെട്ടു തുടങ്ങുന്ന അധികാരി ആദ്യം അധികാരത്തിൻ്റെ രുചി അറിയുന്നു. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നും അറിയുന്നു. കൂടുതൽ അധികാരത്തിനായി അവൻ്റെ മനസ്സ് മോഹിക്കുന്നു. അതിനായി അവൻ സ്വയം മാറുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. ഏതാനും കൊല്ലങ്ങൾക്ക് ശേഷം അവൻ ഭരണത്തിലുള്ള മറ്റ് ഏതൊരധികാരിയെയും പോലെ മാറിയിട്ടുണ്ടാവും. അവൻ കൊണ്ടുവന്ന ആദർശവും ചിന്തകളും ഒക്കെ മായും. അവൻ്റെ ഭാഷ, ഭാവങ്ങൾ, വിശ്വാസങ്ങൾ മാത്രമല്ല, അവൻ്റെ മുഖം, രൂപം എല്ലാം തന്നെ മറ്റുള്ളവരെ പോലെ ആയിത്തീരും. ഞാൻ ആശിച്ചത് അങ്ങനെയാവാനാണ്. പക്ഷേ എന്നെ അവർ ആ അധികാരക്കൂട്ടിനുള്ളിൽ അനുവദിച്ചതേയില്ല. എനിക്ക് അവർ തന്ന പണികളെ മാത്രമേ ചെയ്യാനാവൂ. ഒരു ഗുമസ്തനെ പോലും എനിക്ക് ഭരിക്കാനാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞ ഒറ്റ വാക്കുപോലും മറ്റുള്ളവരുടെ കാതിൽ വീണില്ല. ചിലപ്പോൾ ഞാൻ ക്ഷമകെട്ട് അലറി വിളിച്ചു. അപ്പോൾ അവർ ആ കണ്ണാടിക്കതകിനപ്പുറത്ത് നിന്ന് എന്നെ നോക്കി പുഞ്ചിരി തൂകി. എന്നെ ചൂടനെന്നും സമനിലയില്ലാത്ത പ്രാകൃതൻ എന്നും മനസ്സിലാക്കി. നഗരത്തിലെ മൃഗശാലയിൽ കൂട്ടിൽ കിടക്കുന്ന മൃഗമായി മാറി ഞാൻ. കോപിക്കും തോറും അത് എൻ്റെ ജാതിയുടെ സ്വാഭാവികമായ സംസ്കാരമില്ലായ്മയായി ധരിക്കപ്പെട്ടു. പോരാടും തോറും അത് അതിരുവിട്ട അധികാരമോഹമായി വ്യാഖ്യാനിക്കപ്പെട്ടു. എൻ്റെ സ്ഥിതി മനസ്സിലാക്കി വെറുതെ ഇരുന്നാൽ എൻ്റെ ജാതിക്കു മാത്രമുള്ള കഴിവില്ലായ്മയായി കരുതപ്പെട്ടു. എന്നെ എല്ലാവരും സഹതാപത്തോടെയാണ് കണ്ടത്. എന്നോട് അവർ എപ്പോഴും ക്ഷമിച്ചു. എൻ്റെ കുറ്റബോധവും വിഷാദവും ഏകാന്തതയും എൻ്റെ തലമുറയുടെ മാനസിക പ്രശ്നങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടു. ഓരോ ക്ഷണവും ഞാൻ മുട്ടി തല പൊട്ടിച്ച് മാന്തിപ്പൊളിക്കാൻ ശ്രമിച്ച് ചോരയൊലിപ്പിച്ച ആ കൂടിനെ ഞാൻ എത്തിപ്പിടിച്ച തങ്കപ്പല്ലക്കായി മറ്റുള്ളവർ കണ്ടു. ഞാൻ സുധയെ കല്യാണം കഴിച്ചതുപോലും ആ മുട്ടലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. വെള്ളപ്പൊക്കത്തിൽ എരുമയെ പിടിച്ചുകൊണ്ട് നീന്തി മറുകരയെത്താൻ ശ്രമിക്കുന്നതുപോലെ. അവൾ എന്നെ അവളുടെ ലോകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുചെല്ലും എന്ന് ഞാൻ മോഹിച്ചു. അവളെ ഞാൻ നേടിയത് അവരെ ജയിച്ചതായിട്ട് കരുതപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചു. വൈകുന്നേരത്തെ പാർട്ടികൾ, ജന്മദിനാഘോഷങ്ങൾ, ചിരി, കെട്ടിപ്പിടിക്കൽ, ചുംബനങ്ങൾ, അന്വേഷണങ്ങൾ, ഞാൻ ആഗ്രഹിച്ചത് അതൊക്കെയാണ്. പക്ഷേ കാരുണ്യം എന്ന ആയുധം കൊണ്ട് അവരെന്നെ എപ്പോഴും തോൽപ്പിച്ചു. സഹതാപത്തോടെ എന്നെ അവർ എൻ്റെ സ്ഥലത്തേക്ക് ആനയിച്ചു കൊണ്ടുപോകും. പിന്നെ കൂടുതൽ കരുണയോടെ എന്നെ അവർ മടക്കി അയക്കും. സുധ എന്നെ കല്യാണം കഴിച്ചത് എന്തിന് എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. എൻ്റെ പൗരുഷത്തിൻ്റെ വിജയമായി, എൻ്റെ ഉള്ളിലെ കാമുകൻ്റെ വിജയമായി ഞാൻ അതിനെ കരുതി. എൻ്റെ ജീവിതത്തിൽ ആത്മവിശ്വാസവും ധൈര്യവും ഒപ്പമുണ്ടായിരുന്ന 1.5 മാസക്കാലമായിരുന്നു ഞങ്ങളുടെ മധുവിധുകാലം. അത്രയ്ക്കെങ്കിലും വിഡ്ഢിത്തം എനിക്കുണ്ടായത് നന്നായി. ഇല്ലെങ്കിൽ ആ സന്തോഷവും എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ സുധയ്ക്ക് യാതൊരു ചിന്താക്കുഴപ്പവുമില്ല. അവൾ മുൻപോട്ടു പോകാൻ ആഗ്രഹിച്ചു. എന്നെ കല്യാണം കഴിക്കുമ്പോൾ അവൾ ഒരു പത്രപ്രവർത്തകയായിരുന്നു. എന്നെ പിടിച്ചുകൊണ്ട് അവൾ ഒരു PRO ആയി. ആഗ്രഹിച്ചത് മുഴുവൻ നേടി. ആ കണക്കുകൾക്കുമീതെ അവൾക്കൊരു അലങ്കാര മേൽമുണ്ടും കിട്ടി. പുരോഗമന ചിന്തയുള്ള പരന്ന മനസ്സുള്ള ആധുനിക സ്ത്രീ. അവൾ ഒരിക്കലും ആ മേൽമുണ്ട് മാറ്റി അവളുടെ മുഖം നോക്കിയിട്ടില്ല. അധികാരത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ പേറിക്കൊണ്ട് ഒരധികാരവുമില്ലാതെ ജീവിക്കുന്ന നഗരത്തിൽ ഞാൻ എത്തിച്ചേർന്നു. ഞാൻ പണിയെടുത്ത ഓരോ ഓഫീസിലും എനിക്ക് താഴെ ഒരു ശക്തനായ 2ാം നില അധികാരി ഉണ്ടാവും. അയാൾ ആ ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ള ജാതിയിൽപ്പെട്ട ആളായിരിക്കും. ഭരണകക്ഷിയിലെ പ്രമുഖർക്കോ ഉന്നത അധികാരികൾക്കോ വേണ്ടപ്പെട്ട ആളായിരിക്കും. ഞാൻ വന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മുഴുവൻ അധികാരവും അയാളുടെ കൈകളിലേക്ക് ചെന്നു ചേരും. അയാളുടെ ഉത്തരവുകൾ മാത്രമേ നടക്കുകയുള്ളൂ. അയാളാണ് ഭരിക്കുന്നത് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കും. എന്നാൽ അയാൾ എന്നോട് ഭവ്യതയോടെ പെരുമാറും. ആ പട്ടുതുണിയുടെ ഉള്ളിൽ ഇരുമ്പുണ്ടെന്ന് എപ്പോഴും എന്നെ അയാൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. മധുരയിൽ ഞാൻ പണിയെടുക്കുമ്പോഴാണ് പ്രേം ജനിച്ചത്. അവന് 8 മാസം പ്രായമുണ്ടായിരുന്നപ്പോൾ പിന്നെയും അമ്മയെ കണ്ടു. അമ്മയും മറ്റൊരു വൃദ്ധനുമായി എന്നെ കാണാൻ മധുരയിലേക്ക് വന്നു. ഓഫീസിലേക്കാണ് അവർ വന്നത്. ഞാൻ ബഹുജന കോടതി എന്ന പരിഹാസ്യമായ നാടകത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ മുന്നിലെത്തുന്നവരെ പോലെ കയ്യിൽ സങ്കടഹർജിയുമായി കൈകൂപ്പി കണ്ണുനീരൊഴുക്കിക്കൊണ്ടുവരുന്നവർ, കാലിൽ വീണ് പൊട്ടിക്കരയുന്ന വൃദ്ധകൾ, അവഗണിക്കപ്പെട്ട സ്ത്രീകളുടെ ഉൾവലിഞ്ഞ അപമാനം, അനീതിക്കിരയായവരുടെ എങ്ങോട്ടെന്നില്ലാത്ത രോഷം, ഒന്നുമറിയാത്ത പാവങ്ങളുടെ പ്രതീക്ഷ നിറഞ്ഞ നോട്ടങ്ങൾ, എന്തിനോ ആരോ വിളിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ടിരിക്കുന്ന ആദിവാസികളുടെ പച്ചച്ചിരി, വലിയ കണ്ണുകൾ വിടർത്തി എല്ലാം നോക്കിക്കൊണ്ട് നടന്നു വരുന്ന കുട്ടികൾ,
ഒരുപാട് ആളുകളുണ്ടാവും. എന്നെ കണ്ടാൽ തന്നെ എല്ലാ പ്രശ്നവും തീരും എന്ന് വിശ്വസിക്കുന്നവർ. എൻ്റെ മുന്നിൽ അവർ തിക്കും തിരക്കും കൂട്ടും. ഓരോരുത്തരായി പോവുക, ഞെരിക്കരുത്, തള്ളരുത് എന്ന് മായാണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ മുഖങ്ങൾ ഓരോന്നും എന്നെ വെപ്രാളപ്പെടുത്തും. അവർ നീട്ടുന്ന കടലാസുകളെ ശ്രദ്ധിച്ചു വായിക്കുന്നു എന്ന ഭാവത്തിൽ അവരെ നോക്കുന്നത് ഞാൻ ഒഴിവാക്കും. ശരി, നോക്കാം, പറഞ്ഞില്ലേ, വേണ്ടത് ചെയ്യാം എന്ന് പിന്നെയും പിന്നെയും ഒരേ വാക്കുകൾ തന്നെ പറയും. ആ വാക്കുകൾ പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ. അവർക്കായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന് അവരോട് ഞാൻ തുറന്നു പറയുന്നതിനെപ്പറ്റി ദിവാസ്വപ്നം കണ്ട നാളുകളുണ്ടായിരുന്നു. പറഞ്ഞിട്ടെന്താണെന്ന് പിന്നെ കരുതി. പിന്നെയും പിന്നെയും ചവിട്ടിയരച്ച് വാരി പുറത്തിടപ്പെടുന്ന ചവറുകളാണീ മനുഷ്യർ. ഇതുപോലുള്ള ഏതാനും അന്ധവിശ്വാസങ്ങൾ കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. അതിനെ ഊതിക്കെടുത്താൻ എനിക്കെന്താണ് അവകാശം? പക്ഷേ ഈ ഹർജികൾ മുഴുവൻ വാങ്ങിവെക്കുന്ന ഞാൻ അവരുടെ സ്വപ്നങ്ങളെ വളർത്തി ഒടുവിൽ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? പക്ഷേ അவ்விധം ക്രൂരമായി കൈവെടിയപ്പെടുന്നത് അവർക്ക് ശീലമല്ലേ? എത്ര നൂറ്റാണ്ടുകളായി അവർ ഇങ്ങനെ കെഞ്ചി, കാലിൽ വീണ്, ഭിക്ഷയെടുത്ത്, കൈകളിൽ മുത്തി തമ്പുരാനെ എന്നും ദൈവമേ എന്നും ഉടയോനെ എന്നും തിരുമേനി എന്നും നിലവിളിച്ച് വലിച്ചെറിയുന്ന ചണ്ടികൾ വാരി വലിച്ചു നിന്ന് ജീവിക്കുകയല്ലേ? ജീവിച്ചിരിക്കുന്നതിനെ തന്നെ ഒരു വൃത്തികെട്ട അപമാനമായി മാറ്റിവച്ചിരിക്കുകയല്ലേ അവർ? അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഞാൻ എൻ്റെ ഷർട്ടും പാൻറ്റും വലിച്ചൂരി എറിഞ്ഞിട്ട് അവരോടൊപ്പം ഇറങ്ങിച്ചെന്ന് ഒരു സാധാരണ നായാടിയായി, നരിക്കുറവനായി നിൽക്കും എന്ന് തോന്നിപ്പോകും. അപ്പോഴാണ് കൂട്ടത്തിൽ നിന്ന് തള്ളിയുന്തി മുന്നിലെത്തിയ എൻ്റെ അമ്മ, അത് എനക്ക മോനാക്കും, എനക്ക മോൻ കാപ്പൻ, കാപ്പ ലേ മക്ക കാപ്പ എന്ന് നിലവിളിച്ചത്. അവളോടൊപ്പം വന്ന വൃദ്ധനും ചേർന്ന് ഒച്ചയിട്ടു. പോലീസുകാരൻ അവരെ അടിച്ചു പുറത്താക്കാൻ നോക്കിയപ്പോൾ ഞാൻ വിലക്കി. ദേ, എന്താ അവിടെ? ഡാ നായെ, പുറത്തേക്ക് പോടാ, പുറത്തേക്ക് പോയില്ലെങ്കിൽ നിന്റെ എല്ലൊടിക്കും എന്ന് വടിയോങ്ങിയ പോലീസുകാരനെ വേണ്ട ഷൺമുഖം എന്ന് പറഞ്ഞ് ഞാൻ തടഞ്ഞു. അമ്മ ഏതോ പാർട്ടിയുടെ കൊടി ചീന്തിയെടുത്ത് മാറിൽ സാരി പോലെ ഉടുത്തിരുന്നു. നരിക്കുറവലിൽ നിന്ന് കിട്ടിയ പാവാടയും അണിഞ്ഞിരുന്നു. മൂക്കിൽ അലുമിനിയത്തിൽ ചെയ്ത മൂക്കുത്തി, തലയിൽ എന്തോ പ്ലാസ്റ്റിക് പൂവ്. രണ്ടാളും എൻ്റെ മുറിക്കുള്ളിലേക്ക് ഓടിക്കയറി. അമ്മ, ഇത് എനക്ക മോൻ കാപ്പൻ, എനക്ക മോനാക്കും, എനക്ക മോനെ കാപ്പ മക്ക എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. എൻ്റെ മുഖത്ത് കറുത്ത നഖമുള്ള കൈകൾ കൊണ്ട് അള്ളിപ്പിടിച്ച് കവിളിലും നെറ്റിയിലും ചുംബിച്ചു. മുത്തം എന്നാൽ അവൾ ഉദ്ദേശിക്കുന്നത് പല്ലിറുക്കി കടിക്കുന്നതിനെയാണ്. വെറ്റിലച്ചാറ് എൻ്റെ മുഖത്തിലൂടെ ഒഴുകി. എല്ലാവരും വായ തുറന്ന് നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. അമ്മ അകത്ത് ചെന്നിരിക്ക്, ഞാനിതാ വരാം എന്ന് പറഞ്ഞു. അമ്മ, നീ വാലേ മക്ക എന്ന് എൻ്റെ കൈക്ക് പിടിച്ചു വലിച്ചു. ഒപ്പം വന്ന വൃദ്ധൻ തിരിഞ്ഞ് ആൾക്കൂട്ടത്തോട്, ഇത് ഞങ്ങ കാപ്പനാക്കും, നായാടി കാപ്പൻ, എല്ലാരും പോങ്ക, ഇന്നയ്ക്ക് ഇനിമേൽ ചോറ് കിട്ടാതെ, ചോറ് ഞങ്ങ തിന്നും, ചോറ് ഇല്ല, പോങ്ക പോങ്ക എന്ന് ഉത്തരവിട്ട് കൈയാട്ടി കാണിച്ചു. ഞാൻ അമ്മയെ വലിച്ചുകൊണ്ടു ചെന്ന് മുറിയിലാക്കി. അപ്പോഴാണ് അമ്മയുടെ ഒപ്പം മറ്റൊരു വൃദ്ധനും വന്നിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അയാൾ, കാപ്പ നീ കളസം പോട്ട്, നല്ല ചോറ് തരുമോടാ എന്ന് ചോദിച്ചു. ലേ, നീ ചുമ്മാ കെടാ, അവൻ എമ്പിട് ചോറ് തിന്നാലും കേക്ക മാട്ടാങ്ക, അവൻ ഇങ്ക രാസാവാക്കും എന്ന് ആദ്യത്തെ കിഴവൻ വിശദീകരിച്ചു. അമ്മേ, നീ ഇവിടെ ഇരിക്ക്, ഞാനിപ്പം വരാം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പുറത്തേക്ക് പോയി. വന്ന് ഇരുന്നപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു, എല്ലാവരുടെയും ശരീരഭാഷ മാറിയിരിക്കുന്നു. ഞാൻ അധികാരിവർഗത്തിൻ്റെ ഒരു ഭാഗമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഒരാൾ പോലും എന്നോട് കെഞ്ചിയില്ല, ഒന്നും എന്നോട് പറഞ്ഞില്ല. ഹർജികളെ യന്ത്രഗതിയിൽ തന്നിട്ട് അവർ നിശബ്ദരായി പിരിഞ്ഞുപോയി. അത്തവണ അമ്മ എൻ്റെയൊപ്പം 20 ദിവസമുണ്ടായിരുന്നു. അവർ 3 ആൾക്കും എൻ്റെ ബംഗ്ലാവിൻ്റെ പിന്നിലുള്ള ഷെഡിൽ താമസിക്കാൻ ഞാൻ ഇടം കൊടുത്തു. എന്നാൽ അവർക്ക് കൂരയുടെ താഴെ ജീവിച്ചു ശീലമില്ലായിരുന്നു. അവർ എപ്പോഴും തോട്ടത്തിൽ ചെടികളുടെ നടുക്കായിരുന്നു. ഏതു നേരവും അത്യുച്ചത്തിൽ ശണ്ഠ കൂടി. ചിലപ്പോൾ തമ്മിൽ കല്ലും വടികളും എടുത്തടിച്ച് യുദ്ധം ചെയ്തു. വീടിൻ്റെ ചുറ്റും ഓടി നടന്ന് പാട്ടുപാടി. രാത്രിയിൽ തോട്ടം മുഴുവൻ മലവിസർജനം നടത്തിവെച്ചു. ഓരോ ദിവസവും അത് വൃത്തിയാക്കിയ അരുണാചലം എന്നെ ശപിക്കുന്നത് ഞാൻ കേട്ടു. കേൾക്കാനാണ് അവൻ ശപിച്ചത്. അമ്മയ്ക്ക് സുധയെ ഒട്ടും ഇഷ്ടമായില്ല. സുധയുടെ വെളുത്ത നിറമാണ് അമ്മയെ ഭയപ്പെടുത്തിയത്. വെളുപ്പ് അമ്മയെ അത്രയ്ക്ക് ഭയപ്പെടുത്തിയതിൽ എനിക്ക് അത്ഭുതമുണ്ടായില്ല. പക്ഷേ വെളുപ്പിനോട് ഇത്ര പുച്ഛം അമ്മയ്ക്കുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ആദ്യം സുധയെ കണ്ടപ്പോൾ തന്നെ അമ്മ ഓടി മുറ്റത്ത് ഇറങ്ങി നിന്നുകൊണ്ട് വായിൽ കൈവച്ച് മിഴിച്ചു നോക്കി. സുധ എന്തോ പറഞ്ഞപ്പോൾ ധൂ എന്ന് ഉഗ്രമായി കാറിത്തുപ്പി.
പാണ്ടൻ നായാക്കല്ലേ, ലേ പാണ്ടൻ നായിലേ എന്ന് സുധയെ ചൂണ്ടി വിളിച്ചുകൂവി. സുധ അമ്മയെ കണ്ട് പേടിച്ച് അടുക്കളയിലും മുറിയിലും കയറിക്കൂടി. അമ്മ സുധയെ കണ്ടാൽ പാണ്ടൻ നായെ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് കയ്യിലുള്ളതെന്തായാലും അവളുടെ മീതെ വലിച്ചെറിഞ്ഞു. വസ്ത്രം പൊക്കി ഗുഹ്യാവയവത്തെ കാട്ടി ചീത്ത പറഞ്ഞു. കൊഞ്ഞനം കുത്തി നൃത്തം കളിച്ചു കാട്ടി. സുധ, ബാലു പ്ലീസ്, എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവരെ എങ്ങോട്ടെങ്കിലും പറഞ്ഞയക്കൂ. നിങ്ങളെ വിശ്വസിച്ച് വന്നവളാണ് ഞാൻ. അതിന് നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട ലീസ്റ്റ് ഹെൽപ്പ് ഇതാണ്. എനിക്കിവരെ താങ്ങാനാവുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. തലയിലടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ കിടക്കയിൽ ചുരുണ്ടുകിടക്കുന്നത് ഞാൻ നിർവികാരനായി നോക്കിക്കിടന്നു. പറയൂ ബാലു, ഇങ്ങനെ വെറുതെ കിടന്നാൽ എങ്ങനെ? പ്ലീസ് സുധ, ഞാനൊന്ന് ചിന്തിക്കട്ടെ. വെറുതെ എങ്ങനെ അയക്കും? ഛേ, നിങ്ങൾ അയക്കില്ല. അവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഒരു ജീവിതത്തിന് ശീലിച്ചു കഴിഞ്ഞവരാണ്. ഇനി അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അവർ എവിടെയെങ്കിലും സന്തോഷമായിരിക്കട്ടെ. വേണ്ടതൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ പ്രജാനന്ദനെയാണ് ഓർത്തുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് ഞാനൊരു വലിയ അനീതിയാണ് ചെയ്തത്. അതിന് ഞാൻ പകരം ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗുരുവചനമാണ് അത്. ഞാൻ ഒരിക്കലും കടന്നുപോകാൻ കഴിയാത്ത ഉത്തരവുമാണ്. പക്ഷേ അമ്മയ്ക്ക് ഞാൻ എന്തു ചെയ്യും? അവൾക്ക് എന്താണ് വേണ്ടത്? അതിനുള്ളിൽ എൻ്റെ ബംഗ്ലാവിലെ ചോറും അമ്മയ്ക്ക് മടുത്തു കഴിഞ്ഞു. അപ്പോൾ അമ്മയെ മുൻപോട്ട് കൊണ്ടുപോയത് സുധയോടുള്ള വെറുപ്പായിരുന്നു. സ്നേഹം പോലെ തന്നെ വെറുപ്പും അതിരുകളില്ലാത്തതാണ് എന്ന് അന്നെനിക്ക് മനസ്സിലായി. കാരണമില്ലാത്ത ജൈവശക്തിയാണ് അമ്മയുടെ വെറുപ്പും സ്നേഹവും. സുധയോട് അമ്മയ്ക്കുള്ള വെറുപ്പ്, അതിൻ്റെ ആഴം അന്വേഷിച്ചു ചെന്നാൽ എവിടെയാണ് ചെന്നെത്തുക? അമ്മ അടുക്കളയിൽ കയറി കിട്ടിയതൊക്കെ വാരി വലിച്ചിട്ട് തിന്നും. വീട് മുഴുവൻ വെറ്റ തിന്നു തുപ്പിവെക്കും. സുധയുടെ ജമ്പറും സാരിയും ബ്രായും പോലും എടുത്തിടും. എടി, എനക്ക മോൻ കാപ്പനുള്ളതാക്കുമെടി, നീ പോടി, നീയും വീട്ടുക്കു പോടി. ഓരോ തവണയും അമ്മ സുധയുടെ മുറിയുടെ മുന്നിൽ വന്നു നിന്ന് മൂത്രമൊഴിച്ചിട്ട് പോയി, തൻ്റെ അതിരുകൾ തീരുമാനിക്കുന്ന മൃഗത്തെപ്പോലെ. സുധ 2 കൈകൊണ്ടും കാതുകൾ പൊത്തി കണ്ണടച്ചു കുത്തിയിരിക്കും. പക്ഷേ അമ്മ തൻ്റെ അഴുക്ക് നിറഞ്ഞ കൈകൊണ്ട് പ്രേമിനെ തൊട്ടുതൂക്കുന്നതിനെ മാത്രം അവൾക്ക് താങ്ങാനേ പറ്റിയില്ല. കുട്ടിയെ കൊടുക്കാതെ അവൾ 2 കൈകൊണ്ടും തടുക്കും. കുട്ടിയുടെ മീതെ വീണ് കിടന്നു മറയ്ക്കും. അമ്മ സുധയുടെ മുതുകത്താഞ്ഞടിച്ചും മുടി പിടിച്ച് വലിച്ചും കാർക്കിച്ചു തുപ്പിയും നിലവിളിക്കും, പുലഭ്യം പറയും. 2-3 തവണ ഞാൻ അമ്മയെ പിടിച്ചു വലിച്ചുകൊണ്ടു ചെന്ന് പുറത്തു തള്ളി കതകടച്ചു. ക്രിസ്തുദാസിനോടും ആരോഗ്യമേരിയോടും കുട്ടിയെ അമ്മ തൊടാൻ വിടരുത് എന്ന് പറഞ്ഞു. എങ്കിലും അമ്മ എങ്ങനെയോ അകത്തേക്ക് കടന്നു. അപ്പോൾ ഞാൻ പിന്നിലൂടെ ഓടിച്ചെന്ന് കുട്ടിയെ പിടിച്ചു വാങ്ങി. ഒരിക്കൽ പുറത്തു നിന്ന് കൊണ്ടുവന്ന എന്തോ ചീഞ്ഞളിഞ്ഞ വസ്തുവിനെ അമ്മ കുട്ടിയുടെ വായിൽ കൊടുക്കുന്നത് ഞാൻ കണ്ടു. കുളിച്ച് പുറത്തേക്ക് വന്ന ഞാൻ അത് കണ്ടു. എൻ്റെ കൈയും കാലുമൊക്കെ വിറച്ചു തുടങ്ങി. അമ്മയെ വലിച്ചു പുറത്തിട്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. ആരോഗ്യം അടുക്കളയിൽ നിന്ന് എന്തോ പറഞ്ഞു. അതിലൊരു വാക്ക് എൻ്റെ കാതിൽ വീണു. കുറംബുദ്ധി. ഞാനത് കേട്ട് കല്ലായി മാറിപ്പോയി. തളർന്ന് കസേരയിൽ വീണു. അമ്മയെ ഞാനായിട്ട് പോകാൻ പറയരുതെന്നാണ് ഞാൻ വിചാരിച്ചത്. കഴിഞ്ഞ തവണ പോയതുപോലെ അമ്മ പോകും എന്നാണ് ഞാൻ കാത്തിരുന്നത്. അങ്ങനെ അമ്മ പോവുകയാണെങ്കിൽ എൻ്റെ കുറ്റബോധം ഇല്ലാതാവും. പിന്നെ എൻ്റെ ഗുരുവിനെ ഞാൻ ഉത്തരം പറയേണ്ടതില്ല. പക്ഷേ ഇത്തവണ അമ്മയ്ക്ക് എന്നോടൊപ്പം തന്നെ കഴിയാൻ ശക്തമായ കാരണമുണ്ടായിരുന്നു. സുധയുടെ മീതെയുള്ള വെറുപ്പ്. അതവൾക്ക് എല്ലാ ഊർജവും നൽകി. അവളുടെ സമയം മുഴുവൻ അതിൽ ചെലവായി. അമ്മ ദിവസം മുഴുവൻ നാക്കുതോരാതെ സുധയെ ചീത്ത പറയും. വെള്ളപ്പന്നി, പാണ്ടൻ നായ എന്ന് തുടങ്ങിയാൽ അമ്മ പറയുന്ന ഭാഷയിലെ ഒരുപാട് വാക്കുകൾ ഞാൻ കേൾക്കാത്തവയാണ്. ആ അതിരില്ലാത്ത ജീവശക്തി മൃഗങ്ങളിൽ മാത്രമുള്ളതാണ്. പുറകിലൊരു ചിന്തയില്ലാത്ത മനസ്സു മാത്രമേ അതിനുള്ള വാഹനമാവുകയുള്ളൂ. ആ 2 വൃദ്ധർക്കും കാശ് കൊടുത്ത് അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു. അവർ അന്ന് തന്നെ കാശോടെ മറഞ്ഞു. അവർ പോയപ്പോൾ അമ്മ കൂടുതൽ ആവേശമുള്ളവളായിത്തീർന്നു. രാത്രി അമ്മ തന്നെ പുറപ്പെട്ട് നഗരം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് വെളുപ്പാൻ കാലത്ത് ചവറും ചീഞ്ഞതുമായി വാരിക്കൊണ്ട് മടങ്ങി വന്നു. വലിച്ചെറിഞ്ഞ ഭക്ഷണങ്ങൾ, പഴയ വസ്ത്രങ്ങൾ, മിന്നുന്ന എന്തും അവർ എടുത്തു കരുതി. പേരക്കുട്ടിക്കാണ്. അവയൊക്കെ അവർ കാർ ഷെഡിൽ കൂട്ടിവെച്ചു. ചീഞ്ഞളിഞ്ഞ എന്തോ അമ്മ വഴിച്ചു നക്കുന്നത് യാദൃച്ഛികമായി ജനാലയിലൂടെ കണ്ട സുധ ഓടിച്ചെന്ന് ഛർദ്ദിച്ചു. ഒരു പെരിച്ചാഴിയെ ഒരിക്കലമ്മ പഴയ സാധനങ്ങൾ കത്തിച്ച് ചുടുന്നത് കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു പുറത്തെറിഞ്ഞ് അമ്മയെ ശാസിച്ചു. അവൾ എന്നെ അടിക്കാൻ വന്നു. ഞാൻ അവളെ പിടിച്ചു തള്ളിയപ്പോൾ മലർന്നു വീണു. പഴയൊരു ടർക്കി തൂവാലയാണ് അമ്മ ഉടുത്തിരുന്നത്. അത് അഴിഞ്ഞു വീണു.
നഗ്നയായി കിടന്ന അവൾ അങ്ങനെ തന്നെ എഴുന്നേറ്റ് എന്നെ ആക്രമിക്കാൻ വന്നു. ഒരു കല്ലെടുത്ത് എന്നെ നോക്കിയെറിഞ്ഞു. അവളെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് കാർ ഷെഡിൽ തള്ളി കതകടച്ച് ശ്വാസം വിടാനാവാതെ കുറേ സമയം നിന്നു. ജനാലകൾ മുഴുവൻ കണ്ണുകളായി മാറി എന്നെ നോക്കുകയായിരുന്നു. നേരെ കുളിമുറിയിലേക്ക് ചെന്ന് ഷവർ തുറന്നുവിട്ട് പൊട്ടിക്കരഞ്ഞു. വെള്ളത്തിലൂടെ എൻ്റെ കരച്ചിലുമൊഴുകി. വൈഗയിൽ എത്തിയിട്ടുണ്ടാവും, കടലിലും. സുധ വാതിക്കൽ നിന്നിരുന്നു. എൻ്റെ പിന്നിൽ വന്ന്, ഞാൻ പോകുന്നു, എൻ്റെ കുട്ടിയും ഞാനും എങ്ങോട്ടെങ്കിലും പോകാം, ഇനി ഇതിനെ സഹിക്കാൻ എനിക്ക് പറ്റില്ല, ഒന്നുകിൽ ഞാൻ, ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ, തീരുമാനിച്ചോളൂ എന്ന് കരഞ്ഞു. ഞാൻ അമ്മയെ വിട്ടുകളയരുതെന്ന എൻ്റെ ഗുരു എന്നോട് പറഞ്ഞത്, നീ പോയാൽ ഞാൻ ദുഃഖിക്കും, കുറേശ്ശെയായി മരിക്കും, പക്ഷേ അമ്മയെ തുരത്താൻ എനിക്ക് പറ്റില്ല, അമ്മ അവൾക്കിഷ്ടമുള്ളത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. സുധ കുറേ നേരം എന്നെ നോക്കി നിന്നു. അവളുടെ തല വിറച്ചുകൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്ന് തൻ്റെ തലയിൽ ആഞ്ഞാഞ്ഞടിച്ച് നിലവിളിച്ചുകൊണ്ട് നിലത്തിരുന്നു. അവളുടെ നിലവിളി കേട്ടുകൊണ്ട് ഞാൻ മുറിയിൽ കയറി ഒരു പുസ്തകമെടുത്ത് വിരിച്ച് അക്ഷരങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു. രാത്രി വരെ അമ്മ കാർ ഷെഡിലായിരുന്നു. കതകിൽ അവൾ മുട്ടി അമറി. ഞാൻ പുറത്തിറങ്ങി മീനാക്ഷിയമ്മൻ ക്ഷേത്രത്തിലും മറ്റും പോയിട്ട് രാത്രി മടങ്ങി വന്നു. വസ്ത്രം മാറ്റിയിട്ട് കാർ ഷെഡിലേക്ക് പോയി കതക് തുറന്നു. ഉള്ളിൽ മൂത്രവും മലവും കലർന്ന നാറ്റം നിറഞ്ഞിരുന്നു. അമ്മ എഴുന്നേറ്റ് എന്നെ അടിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അമ്മ ഒരു മൂലയ്ക്ക് തലയിൽ കൈവച്ച് കുത്തിയിരുന്നു. അമ്മേ, ചോറ് വേണോ എന്ന് ഞാൻ ചോദിച്ചു. തലയാട്ടി. ഞാൻ തന്നെ അമ്മയ്ക്ക് ചോറ് വിളമ്പി. ആവേശത്തോടെ അമ്മ ചോറ് വാരി വാരി വായിലിട്ട് വിങ്ങിയും മിഴച്ചും തിന്നുന്നത് കണ്ടപ്പോൾ എൻ്റെ ദേഹമാസകലം നിന്നു കത്തി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശപ്പിന് പകരം രുചിയെ അവൾ അറിഞ്ഞിട്ടുണ്ടാവുമോ? അമ്മയെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് കരയണമെന്ന് തോന്നി. ചോറുണ്ടു തുടങ്ങിയാൽ നിർത്താൻ അമ്മയ്ക്കറിയില്ല. ഇല ഒഴിയുന്നതും താങ്ങാനാവില്ല. പോട് പോട് എന്ന് നിലത്ത് കൈകൊണ്ട് തട്ടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനും അങ്ങനെയായിരുന്നു. ഈ ദേഹത്തിലെ ഒരു തുണ്ടാണ് എൻ്റെ ദേഹം. ഇന്നത്തെ ദേഹത്തിൻ്റെ ഉള്ളിൽ അതിപ്പോഴുമുണ്ട്. ഉണ്ടുകഴിഞ്ഞ് എച്ചിൽ കൈ സ്വന്തം ദേഹത്ത് തന്നെ തൂത്തിട്ട് അമ്മ അവിടെ തന്നെ കിടന്നു. ഞാൻ അകത്ത് ചെന്ന് അരക്കുപ്പി ബ്രാൻഡി കൊണ്ടുവന്നു കൊടുത്തു. വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചിട്ട് അമ്മ കിടന്നു. വലിയ ഏമ്പക്കം വന്ന് വയറ് അനങ്ങി. വയറ് നിറഞ്ഞതും അതിനു മുമ്പുള്ള എല്ലാം അവൾ മറന്നു. പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് എന്നടേ കാപ്പ എന്ന് വിളിച്ച് കൈ നീട്ടി. ഞാൻ അടുത്തേക്കിരുന്നു. അമ്മ എന്നെ തലോടി തുടങ്ങി. എൻ്റെ പാടുകളിലൂടെ അവളുടെ തണുത്ത വിരലുകൾ സഞ്ചരിച്ചു. ലേ കാപ്പ, ആ വെള്ളപ്പന്നി പേയാക്കും മക്ക, അവ എതുക്ക് വെളുത്തിരിക്കാ തെരിയുമാ, ഉനക്ക് രക്തം മുഴുക്ക ഉറിഞ്ചി കുടിച്ചിട്ടിരിക്കാലേ. പെട്ടെന്ന് എൻ്റെ ലിംഗത്തിൽ പിടിച്ച്, ലേ ഇതുവഴിയാ അവ ഉനക്ക രക്തം മുഴുക്ക ഉറിഞ്ചി കുടിക്കാലേ എന്ന് പറഞ്ഞു. ഞാൻ അവളുടെ കൈ തട്ടി മാറ്റി. മക്ക, ഈ കളസവും ചട്ടയും വേണാംലേ, കശേഷായിൽ ഇരിപ്പ് വേണാൻലേ, തമ്പ്രാന്മാർ നിന്നെ കൊല്ലുവാരലേ, നീ നാളെ എനക്ക് കൂടെ വന്നിരലേ, നാമ ഊരുക്ക് പോവാം, ഞാൻ ഉന്നെ പൊന്നുമാതിരി പാത്തക്കിടുതേൻ, വാറിയാല മക്ക, അമ്മയില്ലാലെ വിളിക്കേൻ. കണ്ണ് തളരുന്നത് വരെ അത് തന്നെയാണ് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. വീണ്ടും വീണ്ടും അത് തന്നെ. കസേര വേണ്ട, അത് തമ്പുരാക്കന്മാർക്കുള്ളതാണ്, നീ അതിലിരിക്കുന്നത് അവർ പൊറുക്കുകയില്ല, നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് അവർ ഈ വെളുത്ത യക്ഷിയെ മന്ത്രിച്ചു വിട്ടിരിക്കുന്നത്, അവൾ നിന്റെ രക്തം കുടിക്കും. അമ്മ ഉറങ്ങിയതിനു ശേഷം ഞാൻ എൻ്റെ മുറിയിലെത്തി. എൻ്റെ ദേഹം മുഴുവൻ അമ്മയുടെ ചൂരടിച്ചു. അമ്മ പറയുന്നത് ഭ്രാന്താണെങ്കിലും അതിൽ ഒരു സത്യമില്ലേ? ഞാനിരിക്കുന്നത് യജമാനന്മാരുടെ കസേരയിലല്ലേ? അവർ അതിനു പ്രതികാരമായി എന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണോ? എൻ്റെ മായകൾക്കും ജാടകൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് മാസ്മര വിദ്യയ്ക്ക് വശപ്പെടാത്ത മൃഗം പോലെ അമ്മ സത്യം തിരിച്ചറിയുകയാണോ? ജയമോഹൻ രചിച്ച നോവൽ 100 സിംഹാസനങ്ങൾ. വായിക്കുന്നത് ഹിത വേണുഗോപാലൻ. ഈ അവതരണം ക്രിയേറ്റീവ് കോമൺസ് ആട്രിബ്യൂഷൻ ഷെയർ അലൈക്ക് 4.0 ഇന്റർനാഷണൽ ലൈസൻസ് പ്രകാരം ലഭ്യമാക്കിയിരിക്കുന്നു. അധ്യായം 4. ഞാൻ ഓഫീസിലെത്തിയപ്പോൾ 4:30 മണിയായി. മുറിയിൽ ചെന്നിരുന്ന് കുഞ്ഞൻ നായരോട് പലഹാരം വാങ്ങിവരാൻ പറഞ്ഞ് കഴിച്ചു. ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എൻ്റെ കുറവുകൾക്കും ബലഹീനതകൾക്കും കാരണങ്ങൾ അന്വേഷിക്കുകയാണോ? സുധ പറയുന്നത് അതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത്? നീ പറയുന്ന കാരണങ്ങൾ മുഴുവൻ നിന്റെ അപകർഷബോധം കൊണ്ടുണ്ടാകുന്ന ഭാവനകൾ മാത്രം. നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിനക്കറിയാം. നീ അത് ഒരിക്കലും ചെയ്യുന്നില്ല. ചെയ്യേണ്ടത് എന്നാൽ ഒന്നു മാത്രം. ഞാൻ എന്നെപ്പോലുള്ളവരുടെ ശബ്ദമായും കൈയായും ഈ ഗവൺമെൻറ്റിനുള്ളിൽ പ്രവർത്തിക്കണം.
എന്നെപ്പോലുള്ളവർ എന്നാൽ തോട്ടുകൾ വാരിയെടുത്ത് ഷെഡുകളിൽ കൊണ്ടുചെന്നിടുന്ന മനുഷ്യ ചവറുകൾ തന്നെ. പൊതു ആരോഗ്യത്തിനായി കോടികൾ ഒഴുക്കുന്ന ഒരു സർക്കാർ ഇവർക്കായി ഏതാനും ആയിരങ്ങൾ ചെലവഴിച്ചാൽ എന്ത്? കഴിയില്ലെങ്കിൽ അത് പറയുക, അത് എഴുതി വയ്ക്കുക. ഞാൻ എഴുതി തുടങ്ങി. എൻ്റെ കൈകൾ വിറച്ചു. അരുതാത്തത് എന്തോ ചെയ്യുന്നതുപോലെ ചെറിയ ശബ്ദങ്ങൾ കേട്ടപ്പോഴൊക്കെ ഞാൻ ഞെട്ടി. എൻ്റെ റിപ്പോർട്ട് പൂർണ്ണമാക്കിയപ്പോൾ രാത്രിയായി കഴിഞ്ഞിരുന്നു. കഴുതച്ചന്ത ഷെഡുകളിൽ ഞാൻ കണ്ടത് മുഴുവൻ വിശദമായി എഴുതി. ഉടൻ തന്നെ നടപടി വേണമെന്ന് അഭ്യർത്ഥിച്ചു. എന്ത് നടപടിയാണ് എടുക്കുന്നത് എന്ന് എനിക്ക് 3 ദിവസത്തിനകം എഴുതി അറിയിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ സ്വന്തം അധികാരം ഉപയോഗിച്ച് ഞാൻ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെ മീതെ കടുത്ത നടപടി എടുക്കേണ്ടി വരും. DMOയ്ക്കും കത്തിൻ്റെ പകർപ്പുകൾ അയക്കാൻ കുറിപ്പെഴുതി. പിള്ളയെ അകത്തേക്ക് വിളിച്ച് ഉടൻ തന്നെ ആ കത്തുകൾ അയക്കണമെന്ന് ഉത്തരവിട്ടു. നിറവോടെ ഒരു സിഗരറ്റ് കത്തിച്ചു. വൈകുന്നേരം വീണ്ടും ഒരിക്കൽ കൂടി ആശുപത്രിയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചതാണ്. പോയില്ല. വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ തന്നെ കിടന്നുറങ്ങി. സുധ എന്നോട് എന്തൊക്കെയോ സംസാരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ അപ്പോൾ വാക്കുകൾ കേൾക്കാവുന്ന സ്ഥിതിയിലായിരുന്നില്ല. 1 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഉണർന്നു. സുധ ഉറക്കമായിരുന്നു. AC-യുടെ രാഗവും ക്ലോക്കിൻ്റെ താളവും. പുറത്തു ചെന്ന് സിഗരറ്റ് കത്തിച്ചു. സിഗരറ്റ് കൂടിയതുകൊണ്ടാണോ ഉറക്കമില്ലാതാവുന്നത്? നാളെ പുലർന്നതും DMOയെ ഞാൻ തന്നെ വിളിച്ച് സംസാരിച്ചാലോ? വേണ്ട, ഒരു ദിവസം ക്ഷമിക്കാം. പത്രക്കാരെയും കൂട്ടിക്കൊണ്ട് ഒരു ആശുപത്രി വിസിറ്റ് ചെയ്യാം. എല്ലാവരെയും ഒന്ന് സഹിക്കാം. അവർ എന്തു പറയും എന്ന് എനിക്ക് നന്നായിട്ടറിയാം. കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ കാണാത്തവ കുറവാണ്. അന്തസ്സ്, അഭിമാനം തുടങ്ങിയ വാക്കുകളുടെ പൊരുൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതായി. അമ്മ അവയുടെ അവസാനത്തെ തടങ്ങളും മായിച്ചിട്ടാണ് പോയത്. മധുരയിൽ താമസിച്ചിരുന്ന അമ്മ ഒരു ദിവസം പ്രേമിനെയും കൊണ്ട് അപ്രത്യക്ഷമായി. സുധ ബോധം കെട്ടു വീണു. ഞാൻ SP-യെ വിളിച്ചു പറഞ്ഞു. നഗരം മുഴുവൻ പോലീസ് പരക്കം പാഞ്ഞു. ശരിക്കും 3/4 മണിക്കൂറിൽ അമ്മയെ അവർ പിടിച്ചു. നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിൻ്റെ പിന്നിലുള്ള എച്ചിൽ കൂനയിൽ മേയുകയായിരുന്നു അമ്മ. കയ്യിൽ കിട്ടിയ അഴുക്കു മുഴുവൻ പ്രേമിന് കൊടുത്തു കഴിഞ്ഞിരുന്നു. സുധ ഉണ്ടയേറ്റ മൃഗം പോലെ പാഞ്ഞുവന്ന് കുട്ടിയെ പിടിച്ചു വാങ്ങി. അവൻ്റെ വായയിലും മാറിലും ഒക്കെ ചീഞ്ഞ ഭക്ഷണമായിരുന്നു. അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് അവർ അവിടെ തന്നെ കിടന്നുപോയി. ഞാൻ ഒന്നും ചെയ്യാനാവാതെ ഒറ്റ ചിന്ത പോലുമില്ലാതെ നിന്നു. ജീപ്പിൽ നിന്നിറങ്ങി എലേ കാപ്പ എന്ന് നിലവിളിച്ചു കൊണ്ടുവന്ന അമ്മയെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ പൊന്തി വന്നു. താഴെ കിടന്ന ഒരു ഹോസ് പൈപ്പിൻ്റെ തുണ്ട് കയ്യിലെടുത്ത് ഞാൻ പറഞ്ഞു, ഓടടി ഓടടി നായേ, ഇനി ഈ വീട്ടിൽ കാല് കുത്തരുത്, ഓട് ഓട് എന്ന് പുലമ്പിക്കൊണ്ട് അമ്മയെ മാറി മാറി അടിച്ചു. അമ്മ നിലത്ത് കിടന്ന് പുളഞ്ഞ് നിലവിളിച്ചു. ഞാൻ അവളെ ചവിട്ടി. എന്നെ SI പിടിച്ച് തടഞ്ഞു. അമ്മ എഴുന്നേറ്റോടി തെരുവിൽ നിന്ന്, ലേ കാപ്പ, നീ നാശമാ പോവേ, ചങ്കടച്ച് ചാവേ, വെള്ളപ്പന്നി, നിന്റെ രക്തം കുടിച്ച് നീ ചെത്തുപോവേ എന്ന് ശാപമിട്ടുകൊണ്ട് മാറിലും വയറ്റിലും അടിച്ചു കരഞ്ഞു. അരയിലെ വസ്ത്രം ഊരി എൻ്റെ മുന്നിൽ എറിഞ്ഞിട്ട് നഗ്നയായി നിന്ന് കൊഞ്ഞനം കാട്ടി. വൃത്തികെട്ട പലതരം ആംഗ്യങ്ങൾ കാട്ടി പുലഭ്യം പറഞ്ഞു. സാർ, അകത്തേക്ക് പൊക്കോളൂ എന്ന് SI പറഞ്ഞു. ഞാൻ മുറിയിലേക്ക് പോയതും ആദ്യം ചിന്തിച്ചത് ഫാനിൽ കുരുക്കിട്ട് തൂങ്ങിച്ചാവുന്നതിനെ പറ്റിയായിരുന്നു. പലതരത്തിൽ പല സ്ഥലങ്ങളിൽ ഞാൻ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരുന്നു. അമ്മയെ പിടിച്ച് ജീപ്പിൽ കയറ്റി നഗരത്തിലെ പ്രധാന ക്രിസ്ത്യൻ ആശ്രമത്തിൽ കൊണ്ടാക്കി. അവിടുന്ന് ഒരു വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ വേണ്ട കാശ് കൊടുത്തയച്ചു. അമ്മയെ പിന്നെ കാണാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. എൻ്റെ ഉള്ളിൽ ഓരോ ക്ഷണവും തീ കത്തി എരിയുകയായിരുന്നു. എൻ്റെ ചോര മുഴുവൻ അമ്ലമായി മാറിയതുപോലെ. ഉള്ളിലെ അവയവങ്ങൾ മുഴുവൻ വെന്തുരുകി വയറ്റിൽ വീണു കറങ്ങി. പിറ്റേ ദിവസം മുതൽ പ്രേമിന് വയറ്റിളക്കവും ഛർദിയും തുടങ്ങി. കടുത്ത പനി. 12 ദിവസം അവൻ ആശുപത്രിയിലായിരുന്നു. 2 തവണ ആപത്ഘട്ടത്തിലെത്തി. ഞാനും സുധയും ആശുപത്രിയിൽ തന്നെയായിരുന്നു. സുധ രാവും പകലും അഴിഞ്ഞ തലയും ഉലഞ്ഞ വസ്ത്രങ്ങളുമായി അവൻ്റെ കാൽക്കൽ ഇരുന്നു. അവളോട് ഒറ്റ വാക്കുപോലും ഞാൻ മിണ്ടിയില്ല. മിണ്ടിയാൽ അവൾ ചാടി വന്ന് എൻ്റെ ചങ്ക് കടിച്ച് തുപ്പിക്കളയും എന്ന് തോന്നി. പ്രേമിൻ്റെ പനി തിളച്ച ചെറിയ വെളുത്ത മുഖത്തു നോക്കിക്കൊണ്ട് ഞാൻ ഇരുമ്പു കസേരയിൽ രാത്രി മുഴുവൻ ഇരിക്കുകയായിരുന്നു. കൈ രണ്ടും വിരിച്ച് വെളുത്ത മാറ് കയറിയിറങ്ങി അവൻ കിടന്നു. 4-5 ദിവസം കൊണ്ടുതന്നെ എല്ലുകൾ ഉന്തി, ചർമ്മം വരണ്ടു. മറ്റേതോ കുട്ടിയാണ് അവിടെ കിടക്കുന്നത് എന്ന് ചിലപ്പോൾ തോന്നിപ്പോയി. മരണം അവനെ വന്ന് തൊട്ടിട്ട് പോയിരിക്കുന്നു. ഇപ്പോഴും ആ മുറിക്കുള്ളിൽ അതുണ്ട്. അതിനെ തടയാനാണ് ഭ്രാന്തെടുത്ത ഏതോ വനദേവത മാതിരി അവൻ്റെ അമ്മ കാൽക്കൽ ഇരിക്കുന്നത്. അവനെ നോക്കിയപ്പോൾ തണുത്ത ഒരു വാൾ എൻ്റെ വയറ്റിൽ കീറിയിറങ്ങുന്നതായി തോന്നി. ആ വേദന എനിക്ക് വേണ്ടിയിരുന്നു അപ്പോൾ. ആർക്കൊക്കെയോ ഞാൻ കണക്ക് കൊടുക്കുകയായിരുന്നു അതിലൂടെ. രാത്രിയുടെ അന്ത്യത്തിൽ സുധയും ഒന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരാൾ പുറത്തു വന്ന് കുട്ടിയെ നോക്കി.
ഞാൻ ഇവൻ്റെ പ്രായത്തിൽ ഇതാണല്ലോ തിന്നത്. എങ്ങനെയോ ഞാൻ മരിക്കാതെ വളർന്നു. എന്നെപ്പോലെ ധാരാളം കുട്ടികളുണ്ടായിരുന്നു. മിക്കവാറും കുട്ടികൾ മഴക്കാലം കഴിയുമ്പോൾ മരിക്കും. എൻ്റെ അമ്മ എങ്ങനെയായാലും 10 കുട്ടികളെയെങ്കിലും പെറ്റിട്ടുണ്ടാവും. ചത്ത കുട്ടികളെ കാലിൽ പിടിച്ച് പൊക്കിയെടുത്ത് ചുഴറ്റി കരമനയാറ്റിൽ എറിയും. വെള്ളം നുരച്ചൊഴുകുന്ന ആറ്റിൻ്റെ ചുവന്ന വായ തുറന്ന് കുട്ടികളെ വാങ്ങി വിഴുങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആറ്റിൽ എറിയുന്നതിനു മുമ്പ് നഗ്നയായി ഇലകളുടെ മീതെ മഴ നനഞ്ഞു കിടന്ന എൻ്റെ അനുജത്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ കറുത്ത മുഖത്ത് ചെറിയ വായ, അതിൽ ഒറ്റപ്പല്ല്. തിന്ന തിന്ന എന്ന് ചോദിക്കും. ആരെ കണ്ടാലും ആ ഒറ്റ വാക്കേ അവൾക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ആ വാക്ക് കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ പണി കഴിഞ്ഞു എന്ന് കരുതി പുഴ അവളെ വിളിക്കുകയായിരുന്നു. ആ ഒറ്റ വാക്ക് അപ്പോഴും അവളുടെ ചുണ്ടുകളിൽ നിലച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. തിന്നാൻ. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പൊന്തി വന്ന ക്രോധത്തെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഈ വെളുത്ത കുട്ടി ആ തീറ്റയിൽ ഒരു വായ കഴിച്ചതിൻ്റെ പേരിൽ ചാവുകയാണെങ്കിൽ ചാകട്ടെ. അവിടെ മുകളിൽ ഇതിൻ്റെ ബന്ധുക്കൾ ഇതിനെ കാത്തിരിപ്പുണ്ടാവും. അവർക്ക് ഇതിനോട് പകയോ സ്നേഹമോ ഉണ്ടാവും. അടുത്ത ക്ഷണം ആ ചിന്തയ്ക്കായി ഞാൻ സ്വയം ശപിച്ചു. എൻ്റെ തലയിൽ ഞാൻ കൈകൊണ്ട് മാറി മാറി അടിച്ചു. മുട്ടിലിരുന്ന് എൻ്റെ കൺമണിയുടെ പിഞ്ചുകാലുകളിൽ ചുംബിച്ച് കണ്ണീരൊഴുക്കി കരഞ്ഞു. അമ്മ 2 ദിവസം പോലും ആശ്രമത്തിലുണ്ടായിരുന്നില്ല. അവരുടെ കണ്ണ് വെട്ടിച്ച് അവർ രക്ഷപ്പെട്ട കാര്യം എന്നോട് വളരെ മടിച്ചാണ് വന്നു പറഞ്ഞത്. ഞാനത് അത്ര കാര്യമാക്കിയില്ല. അന്നു മുതൽ എൻ്റെ വ്യക്തിത്വത്തിൽ ഒരു മാറ്റമുണ്ടായി. ഞാൻ ക്രൂരനായി മാറി. ക്ഷമിക്കാനാവാത്തവനായി. ഏതു നേരവും കയ്പ് നിറഞ്ഞ മനസ്സുള്ളവനായി തീർന്നു. ദിവസവും ഞാൻ എൻ്റെ കീഴുദ്യോഗസ്ഥർക്ക് ശിക്ഷ കൊടുത്തു, ശാസിച്ചു. അവർ വളരെ എളുപ്പം എനിക്ക് മുകളിൽ പോയി അത് റദ്ദ് ചെയ്യുകയായിരുന്നു. എൻ്റെ മുന്നിൽ അവർ പരിഹാസം നിറഞ്ഞ ചിരിയുമായി വന്നു. എൻ്റെ പിന്നിൽ എന്നെപ്പറ്റി പരിഹസിച്ചു ചിരിച്ചു. കുറേ ദിവസമായപ്പോൾ എൻ്റെ ഓഫീസിലെ ചുമരുകളിൽ എനിക്കെതിരായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അവയിൽ എൻ്റെ അമ്മ കയ്യിലൊരു തകരപ്പാട്ടയുമായി ഭിക്ഷ ചോദിച്ച് കുത്തിയിരുന്നു. പെറ്റ അമ്മയെ തെരുവിൽ ഭിക്ഷയെടുക്കാൻ വിട്ടിട്ട് അധികാരത്തിൻ്റെ സുഖമനുഭവിക്കുന്ന ക്രൂരനാണോ നമ്മുടെ ജില്ല ഭരിക്കേണ്ടത്? ഞാൻ ഓഫീസിൽ കയറുമ്പോൾ തന്നെ ആ പോസ്റ്റർ കണ്ടു. അതിൽ മുഴുവൻ ഒട്ടിച്ചിരുന്നു. ആദ്യം ഞാൻ ഉദാസീനമായിട്ടാണ് വായിച്ചത്. കാര്യം മനസ്സിലായപ്പോൾ എൻ്റെ കൈയും കാലും തളർന്നു. കാറു നിർത്തിയിട്ട് എൻ്റെ മുറിയിലേക്ക് ഞാൻ ഓടുകയായിരുന്നു. ഞാൻ വാതിലടച്ചപ്പോൾ പുറത്തുണ്ടായ ചെറിയ ചിരിയുടെ നുര എൻ്റെ കാതിലെത്തി. 2 ദിവസം കഴിഞ്ഞ് ആരോ അമ്മയെ ഞങ്ങളുടെ ഓഫീസിലേക്ക് തന്നെ കൊണ്ടുവന്നു. അമ്മ എൻ്റെ ഓഫീസിൻ്റെ മുന്നിലെ കൊന്നമരത്തിൻ്റെ താഴെയിരുന്ന് എൻ്റെ കീഴുദ്യോഗസ്ഥർ കൊണ്ടുവന്ന് വിട്ട എച്ചിൽ ചോറ് ഒരു പ്ലാസ്റ്റിക് കടലാസിൽ കുമിച്ചിട്ട് വാരി വാരി തിന്നു. മുറിയിലൂടെ ഞാൻ നോക്കാവുന്ന വിധത്തിലായിരുന്നു അവളെ അവർ ഇരുത്തിയിരുന്നത്. ഉണ്ടതിനു ശേഷം വാഷ് ബേസിനിലേക്ക് കൈകഴുകാൻ പോയപ്പോഴാണ് ഞാൻ അമ്മയെ കണ്ടത്. ഏതാനും സെക്കൻഡ് നേരം ഞാൻ എവിടെയായിരുന്നു, എന്ത് ചെയ്യുന്നു എന്നുപോലും എനിക്കറിയില്ലായിരുന്നു. അവിടുന്ന് ഇറങ്ങി കാറിലേക്ക് ഓടി. താക്കോലെടുത്തിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തെരുവിലൂടെ നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു, ഞാൻ ഓടുകയായിരുന്നു. പിന്നെ ഞാൻ പണിയെടുത്ത സ്ഥലങ്ങളിൽ മുഴുവൻ അമ്മയുടെ വാർത്തയും ഒപ്പമെത്തുമായിരുന്നു. ഞാൻ നാഗർകോവിലിലേക്ക് വന്നപ്പോൾ ആദ്യം കാണാൻ പോയത് സുന്ദര രാമസ്വാമിയെ ആയിരുന്നു. രാമസ്വാമിയുടെ വീടിൻ്റെ മുന്നിലും ഉണ്ടായിരുന്നു ഒരു പോസ്റ്റർ. രാമസ്വാമി എന്നോടൊന്നും ചോദിച്ചില്ല. എന്തും ആർക്കും തുറന്നു പറയാവുന്നയാളാണ് രാമസ്വാമി എന്ന് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. മറ്റൊരവസരത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ രാമസ്വാമി നിർവികാരനായി കേട്ടിരുന്നു. അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ആവേശത്തോടെ സംസാരിച്ചു തുടങ്ങി. എല്ലാം അടിച്ചു തകർക്കുന്നതിനെപ്പറ്റി, സമൂല മാറ്റത്തെപ്പറ്റി. രാമസ്വാമി ഒടുവിൽ ഏതാനും വാക്കുകൾ പറഞ്ഞു. ചരിത്രമെന്ന യന്ത്രത്തിൽ ബന്ധിക്കപ്പെട്ടവരാണ് നമ്മൾ എല്ലാവരും. പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നാണ്. നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളി ചരിത്രത്തിൻ്റെ നിയമങ്ങളും നിയമഭേദങ്ങളും നമ്മെ നയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. നമ്മുടെ ധർമ്മങ്ങൾ മാത്രമാണ് നമ്മെ നയിക്കേണ്ടത്. നാം ചരിത്രത്തിൽ ഒഴുകാൻ പാടില്ല. ചരിത്രം നമ്മിലൂടെ കടന്നുപോട്ടെ. പക്ഷേ നാം ചരിത്രത്തിൻ്റെ അടിമകളാവരുത്. ജയമോഹൻ രചിച്ച നോവൽ 100 സിംഹാസനങ്ങൾ. വായിക്കുന്നത് ഹിത വേണുഗോപാലൻ. ഈ അവതരണം ക്രിയേറ്റീവ് കോമൺസ് ആട്രിബ്യൂഷൻ ഷെയർ അലൈക്ക് 4.0 ഇന്റർനാഷണൽ ലൈസൻസ് പ്രകാരം ലഭ്യമാക്കിയിരിക്കുന്നു. അധ്യായം 5. കാലത്ത് ഞാൻ ഓഫീസിലെത്തി കെട്ടിക്കിടന്ന ഫയലുകൾ മുഴുവൻ ഒപ്പിട്ടുകൊടുത്തിട്ട് 10 മണിക്ക് ശേഷമാണ് ആശുപത്രിയിലേക്ക് പോയത്. ഇടയ്ക്ക് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അമ്മയുടെ സ്ഥിതിയിൽ ഒരു മാറ്റവും ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അകത്തേക്ക് പോകുമ്പോൾ വാതുക്കൽ ഡോക്ടർ മാണിക്യം നിൽക്കുന്നത് കണ്ടു. എൻ്റെ ഉള്ളിൽ ഉരുണ്ടുകൂടിയ അസ്വസ്ഥത മാണിക്യം അടുത്തുവന്ന് നമസ്തേ പറഞ്ഞപ്പോൾ കൂടി. പറയൂ മാണിക്യം എന്ന് ഞാൻ പറഞ്ഞു.
ഞാൻ പറഞ്ഞതൊന്നും സാറിന് വിശ്വാസമായില്ലെന്നാ തോന്നുന്നത്. മാണിക്യത്തിൻ്റെ തൊണ്ടമുഴ കയറിയിറങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ശബ്ദം ഇടറുകയായിരുന്നു. ഞാൻ എന്നും ദൈവത്തിനെ ഭയന്ന് മാത്രമാണ് സാർ പ്രവർത്തിച്ചിട്ടുള്ളത്. ആ തീട്ടക്കുഴിയിൽ എന്നാലാവുന്നത് മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ട് സാർ. കാലത്ത് 8 മണിക്ക് വന്നാൽ വീട്ടിലേക്ക് പോകാൻ ചിലപ്പോൾ രാത്രി 9ഉം 10ഉമൊക്കെ ആവും. മറ്റു ഡോക്ടർമാരെ പോലെ എനിക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ഒന്നും തന്നെ ഇല്ല. അയാളുടെ ശബ്ദം പൊങ്ങി. അവിടെ ഞാൻ വേറെ എന്താണ് സാർ ചെയ്യേണ്ടത്? പുണ്ടുവെച്ച് കെട്ടാനുള്ള തുണി പോലും തരില്ല. മരുന്നില്ല സാർ. ഞാൻ പറഞ്ഞാൽ സാർ വിശ്വസിക്കില്ലെന്നറിയാം. പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റൂ. തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിൽ നിന്ന് ആൻറ്റിബയോട്ടിക്കുകളും മറ്റും വാങ്ങിക്കൊണ്ടുവന്നാണ് സാർ ഞാൻ ഇവറ്റകൾക്ക് ചികിത്സ കൊടുക്കുന്നത്. ഞായറാഴ്ച തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് ആളയച്ച് പഴയ തുണികൾ വാങ്ങിക്കൊണ്ടുവന്ന് അലക്കാനിട്ടാണ് പുണ്ണുവെച്ച് കെട്ടുന്നത്. ഒരു 10 ദിവസം ഞാൻ മനസ്സറിഞ്ഞ് ലീവിട്ടിട്ടില്ല. ഞാൻ എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി. മാണിക്യം, ഞാൻ നിങ്ങളെ അല്ല കുറ്റം പറഞ്ഞത്. അവിടെയുള്ള സ്ഥിതി എന്താണെന്ന് ഞാനൊരു റിപ്പോർട്ട് കൊടുത്തു. അതെൻ്റെ കടമയല്ലേ? മാണിക്യം കണ്ണുനീർ തൂത്തുകളഞ്ഞു. സാർ ചെയ്തത് ശരിയാണ്. സാറിനെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ കൂടുതൽ സംസാരിക്കേണ്ടതില്ല എന്നെനിക്ക് തോന്നി. ഐ ആം സോറി എന്ന് പറഞ്ഞ് ഞാൻ കാറിൽ നിന്നിറങ്ങി ആശുപത്രിയുടെ ഉള്ളിലേക്ക് പോകാൻ നടന്നു. നിൽക്കണം സാർ, ഇതും കൂടി കേട്ടിട്ട് പോണം. സാറും എന്നെപ്പോലെയല്ലേ സാർ? എനിക്ക് 7 കൊല്ലമായി പ്രൊമോഷൻ കിട്ടാതെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്തൊക്കെയോ കുറ്റവും കാരണവും പറഞ്ഞ് കാരണത്തിനുമേൽ കാരണം ചോദിച്ച് എന്നെ വലയ്ക്കുകയായിരുന്നു. ഞാൻ ട്രിബ്യൂണലിലേക്ക് തന്നെ പോയി. അവിടെ ഉത്തരവ് വാങ്ങി. കഴിഞ്ഞയാഴ്ചയായിരുന്നു ഉത്തരവ് കയ്യിൽ കിട്ടിയത്. ഞാൻ സീനിയറാണ് സാർ. ഇപ്പോഴിതാ സാറിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ റിട്ടയർ ആവുന്നത് വരെ ഒന്നും നടക്കില്ല. ഞാൻ വരട്ടെ സാർ. ഞാൻ എന്തോ പറയുന്നതിനു മുമ്പ് അയാൾ നടന്നുപോയി. പിന്നീട് അയാൾ ഓടി വേഗം പുറത്തെത്തി അവിടെ കിടന്ന ബൈക്കിൽ കയറി വേഗം ഓടിച്ചുപോയി. അല്ലെങ്കിലും ഞാൻ എന്താണ് അയാളോട് പറയുക? ഒന്നേ പറയാൻ പറ്റുകയുള്ളൂ, ഐ ആം സോറി. എനിക്കും അയാൾക്കും അത് പുതിയ വാക്കുകളുമല്ല. ഞാൻ ചെന്ന് ഹാളിലിരുന്നു. ഇതല്ലാതെ എന്താണ് പ്രതീക്ഷിക്കാൻ? മറ്റെന്ത് നടന്നാലും അത്ഭുതം തന്നെ. ഞാൻ എന്താണ് അത് ചെയ്തത്? ആർക്ക് തെളിയിക്കാനാണ്? എനിക്ക് ഛർദ്ദിക്കണമെന്ന പോലെ തോന്നി. ഉറക്കമിളത്തിൻ്റെ പിത്തമാണ്, അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ കയ്പ്. നേഴ്സ് വന്ന് സാർ എന്ന് വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റു. അവർ ഉണർന്നു. ഞാൻ ചെറിയൊരു പരിഭ്രമത്തോടെയാണ് അമ്മയുടെ മുറിയിലേക്ക് പോയത്. നല്ലതൊന്നും പ്രതീക്ഷിക്കാത്തവനായി ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു. അമ്മ കണ്ണു തുറന്ന് എണീറ്റിരിക്കാൻ ശ്രമിച്ചു. കയ്യിലുണ്ടായിരുന്ന ഗ്ലൂക്കോസ് കുഴലിൻ്റെ സൂചി വലിച്ചൂരാൻ ശ്രമിച്ചു. അയ്യോ, എടുക്കരുത് എന്ന് നേഴ്സ് പറയുന്നതിനു മുമ്പ് വലിച്ചൂരിക്കഴിഞ്ഞു. മുറിവിലൂടെ ചോരയൊഴുകി. അമ്മയുടെ കണ്ണുകൾ നാലുപാടും പരതിയപ്പോൾ എന്നെ പലതവണ കടന്നുപോയി. അമ്മ കാപ്പ, ലേ കാപ്പ എന്ന് വിളിച്ചുകൊണ്ട് എണീക്കാൻ നോക്കി. അമ്മേ, ഇതാ കാപ്പനാണ്, ഞാനാണ് എന്ന് ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് എൻ്റെ അടയാളം കാണാൻ കഴിഞ്ഞില്ല. കാപ്പ, ലേ കളസം വേണ്ടലേ, തമ്പ്രാൻ കശേരിയില് ഇരിയാതലേ എന്ന് അമ്മ വിളിച്ചുകൂവി. അമ്മയുടെ കണ്ണിന് എന്നെ നോക്കാനേ കഴിഞ്ഞില്ല. പെട്ടെന്ന് ചെറിയൊരു വലിവ് അനുഭവപ്പെട്ടു. കൈയും കാലും കൂച്ചി. അമ്മ കട്ടിലിലേക്ക് തന്നെ മലർന്നു വീണു. നേഴ്സ്, ഞാൻ ഡോക്ടറെ വിളിക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്കോടി. ഞാൻ അമ്മയുടെ കൈകൾ പിടിച്ച് മാറത്ത് വെച്ചു. അവ ബലം പിടിച്ചതുപോലെ ഉറച്ചിരുന്നു. പിന്നെ അവ തളർന്നു. ഞാൻ കാത്തിരുന്നു. ഡോക്ടർ ഇന്ദിര വന്ന് ഡയാലിസിസ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഫലമുണ്ടാവുകയുള്ളൂ. പക്ഷേ അതിനൊന്നും ശരീരത്തിൽ ബലമില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. ഞാൻ നെടുവീർപ്പിട്ടു. അകത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ. ഞാൻ വാച്ച് ഊരിക്കെട്ടി. സിഗരറ്റ് തീർന്നുപോയിരുന്നു. അപ്പോഴാണ് സുധയുടെ ഫോൺ വന്നത്. ഞാൻ ഫോൺ കയ്യിലെടുത്തു. അവളുടെ ഓഫീസിൽ നിന്നായിരുന്നു. എങ്ങനെയുണ്ട്? ഞാൻ രക്ഷയുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇന്ദിര പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം. അവൾ ഫോൺ വെക്കുന്ന ക്ലിക്ക് ശബ്ദം എൻ്റെ കാതിൽ കേട്ടപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു. അതെ, പ്രജാനന്ദൻ പറഞ്ഞതും അതുതന്നെ. അമ്മയ്ക്ക് ഞാൻ ചെയ്യേണ്ട പ്രായശ്ചിത്തം ഇതാണ്. ഇത് ഞാൻ ചെയ്യില്ല എന്ന് പ്രജാനന്ദൻ ധരിച്ചിരുന്നോ? എനിക്കതിനുള്ള ധൈര്യം ഉണ്ടാവില്ലെന്നായിരുന്നോ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ? ഞാൻ എഴുന്നേറ്റ് ചെന്ന് അമ്മയെ നോക്കി. നേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും ഗ്ലൂക്കോസും മൂത്രവും അകത്തും പുറത്തുമായി ഇറ്റിറ്റു വീണു തുടങ്ങിയിരുന്നു. ഓർമ്മ വന്നോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല. അമ്മ ഉണരണം എന്ന് ഞാൻ അപ്പോൾ ആഗ്രഹിച്ചു. പ്രാർത്ഥന ചെയ്യാൻ തലയ്ക്കു മുകളിൽ ഒരു സാന്നിധ്യത്തെയും ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സന്ദർഭത്തോട്, ആ മുറിയിൽ നിറഞ്ഞിരുന്ന ലോഷൻ നാറ്റം നിറഞ്ഞ കാറ്റിനോട്,
ചാഞ്ഞ് അകത്തെത്തിയ ജനാലയിലെ വെട്ടത്തിനോട്, അവിടെ ഇറ്റിറ്റു വീണ കാലത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ ഉണരണം, ഒരു നിമിഷത്തേക്കെങ്കിലും. അവളുടെ അടുത്തിരുന്ന് അവളുടെ കൈകൾ എൻ്റെ കൈകളിലെടുത്ത് കണ്ണുകളിലേക്ക് നോക്കി പറയണം ജീവിതകാലം മുഴുവൻ അമ്മ എന്നോട് കരഞ്ഞ് യാചിച്ചതിനുള്ള ഉത്തരം. അമ്മേ, ഞാൻ കാപ്പന, ഞാൻ കളസവും ചട്ടയും ഊരാൻ പോവുകയാണ്. തമ്പ്രാക്കളുടെ കസേരയിൽ ഇനി ഞാൻ ഇരിക്കില്ല, ഞാൻ എണീക്കാം. അമ്മേ, ഞാൻ അമ്മയുടെ കാപ്പനാണ്. പക്ഷേ അമ്മയുടെ മുഖം കൂടുതൽ കൂടുതൽ മെഴുകുപോലെ മാറിക്കൊണ്ടിരുന്നു. ഒരു നേഴ്സ് വന്ന് അമ്മയുടെ വസ്ത്രം ശരിയാക്കിയപ്പോൾ മൃതശരീരം പോലെ അമ്മ അനങ്ങി. ഒരു മൃതശരീരത്തെ എന്ന പോലെയാണ് അവൾ അമ്മയെ കൈകാര്യം ചെയ്തത്. സമയം ഓടിക്കൊണ്ടിരുന്നു. 1 മണിക്കൂറായിട്ടും സുധയെ കണ്ടില്ല. ഉച്ചയ്ക്ക് കയ്യിലൊരു വയർക്കൂടയുമായി കുഞ്ഞൻ നായർ വന്നു. ഞാൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി അവനെ കണ്ടു. നമസ്കാരം സർ, ഓഫീസിൽ പോയിരുന്നു. അവിടെ പിള്ള സാർ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഈ കുറിപ്പ് തന്നയച്ചു. ഞാൻ അത് വാങ്ങി വായിക്കാതെ കീശയിൽ വെച്ചു. കുഞ്ഞൻ നായർ എന്നോട് കൂടുതൽ സ്വാതന്ത്ര്യമെടുത്തത് ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ വൃത്തികെട്ട ഒരു രഹസ്യത്തിന് പങ്കാളിയായിട്ടാണ് അവൻ ഇപ്പോൾ സ്വയം കാണുന്നത്. അപ്പോഴാണ് അമ്മ കാപ്പ എന്ന് വിളിച്ചത്. ഞാൻ അകത്തേക്ക് കയറുന്നതിനു മുമ്പ് കുഞ്ഞൻ നായർ അകത്തേക്ക് കടന്നു. അവനെ കണ്ടപ്പോൾ അമ്മ പെട്ടെന്ന് ഞെട്ടിവിറച്ച് എഴുന്നേൽക്കാൻ നോക്കി. കല്ലുകണ്ട തെരുവുപട്ടിയെപ്പോലെ ശരീരം മുഴുവൻ വളച്ച് കുറുകി 2 കൈയും കൂപ്പി തമ്പ്ര, കഞ്ചിത തമ്പ്ര, പശിക്കിത് തമ്പ്ര എന്ന് ഇരന്നു. ഒരു കാൽ ഒറ്റയ്ക്ക് കിടന്നു പിടഞ്ഞു. മുഖം ഒരു വശത്തേക്ക് കൂടി. പിന്നെ അവളിലേക്ക് ഒരു നിശ്ചലത മെല്ലെ കടന്നുവന്ന് നിറഞ്ഞു മൂടി. അതെ, പ്രജാനന്ദൻ പറഞ്ഞത് ഇതുതന്നെ. ഇരിക്കണം. ഈ ഭിക്ഷക്കാരി തള്ളയെ കുഴിച്ചിട്ട് ഇവളുടെ ഹൃദയം അതിൻ്റെ എല്ലാ വിശപ്പുകളും ശമിച്ച് ദ്രവിച്ച് മണ്ണായി മാറണമെങ്കിൽ എനിക്കിനിയും 100 സിംഹാസനങ്ങൾ വേണം.